ഹലോ, വെരി ഗുഡ് ഈവനിങ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഹാപ്പി ന്യൂ ഇയർ. കേൾക്കാമോ? എല്ലാവരുടെയും സൗണ്ട് മ്യൂട്ട് ചെയ്ത് വെച്ചതാണ്. നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് കാണാൻ പറ്റുക കേട്ടോ. യെസ്, കേൾക്കാം. ആയിക്കോട്ടെ, നമുക്ക് തുടങ്ങാം. ഇത് ഞാൻ റെക്കോർഡിങ്ങിൽ ഇട്ടിട്ടുണ്ട്. ആവശ്യാനുസരണം നമുക്ക് റെക്കോർഡിംഗ് ഉപയോഗിക്കാം. വെരി ഗുഡ് ഈവനിങ്. അപ്പൊ എല്ലാവർക്കും 2024 ഒരുപാട് സന്തോഷങ്ങൾ, ഒരുപാട് സ്നേഹം. പുതിയ വർഷം വരാണല്ലോ. ബേസിക്കലി ഒരു ഗോൾ സെറ്റിംഗ് അല്ലെങ്കിൽ ഗോളുകൾ എഴുതി വെക്കുക എന്നുള്ള പ്രോസസ്സിനോട് എനിക്ക് ജീവിതത്തിൽ ഒരുപാട് എന്താണ് പറയാ വിശ്വാസമുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഇന്നത് വാങ്ങും അല്ലെങ്കിൽ ചെയ്യുമെന്ന് എഴുതി വെച്ചിട്ട് ആ എഴുതി വെച്ച സാധനം നടപ്പിലായ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് അടിക്കും. അതായത് നമ്മൾ എഴുതി വെക്കുന്നു, ആ എഴുതി വെച്ച സാധനം ഒരുപക്ഷെ എഴുതി വെക്കുമ്പോൾ പോലും നമുക്ക് ഉറപ്പുണ്ടായാലോ അത് നടക്കുന്നു, പക്ഷെ അത് ജീവിതത്തിൽ നടന്ന ഒരു അനുഭവം ഒന്ന് പങ്കുവെക്കാമോ? അങ്ങനെയുള്ളവരൊന്ന് കൈപൊക്കിയാൽ മതി. ഹാൻഡ് റൈസ്. ഇല്ലേ, ഒരുപാടില്ലേ? ഡോക്ടർ സായറ പറയുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടെന്ന്. കറക്റ്റ്. അതായത് പല ആളുകളും ആഗ്രഹങ്ങളുമായിട്ട് നടക്കുക ചെയ്യാം. ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവും. പക്ഷെ ഈ ആഗ്രഹങ്ങളെ ഒരിക്കലും എഴുതി വെക്കാത്തത് കൊണ്ട് തന്നെ ആഗ്രഹങ്ങളൊന്നും നടക്കാറില്ല. വെറുതെ മാനത്ത് സ്വപ്നം കണ്ട് അന്തം വിട്ട് നടക്കണം. മാനത്ത് സ്വപ്നം വിട്ട് അന്തം വിട്ട് നടക്കാതെ ആഗ്രഹങ്ങളെ എഴുതി വെക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ആകെ ഒരു റോള്. എനിക്ക് ഭയങ്കര വിശ്വാസം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ എഴുതി വെച്ചിട്ടുള്ള ഒരു ലക്ഷ്യബോധവും നടക്കാതിരുന്നിട്ടില്ല. എഴുതി വെച്ചത്. അതേസമയം സ്വപ്നങ്ങളായിട്ട് നടന്നതും, എന്നിട്ട് അതിനെ കറക്റ്റായിട്ട് എഴുതാൻ സമയം കണ്ടെത്താതെ വെറുതെ ഇങ്ങനെ സ്വപ്നങ്ങളായിട്ട് നടന്നൊക്കെ ഇപ്പോഴും സ്വപ്നങ്ങൾ തന്നെയാണ്. അപ്പോൾ ഏതൊരു ലക്ഷ്യവും നമ്മൾ എഴുതി വെക്കുന്നതോട് കൂടി തന്നെ അതിന്റെ ഏകദേശം 50% ഡൺ എന്നാണ്. കാരണം നമ്മൾ അതിലേക്ക് വർക്ക് ചെയ്യും. കാരണം അതിനൊരു കാരണമുണ്ട്. നമ്മുടെ ബ്രെയിന് ഒരു കമ്പ്യൂട്ടറായിട്ട് നമ്മൾ കരുതണം. ഇതിൽ ഓരോ ദിവസവും ഓരോ സെക്കൻഡിലും ലക്ഷക്കണക്കിന് ഇൻഫർമേഷൻസ് നമ്മുടെ കണ്ണിലൂടെയും ചെവിയിലൂടെയും നമ്മുടെ 6th സെൻസ് ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ 5 നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ തലച്ചോറിലേക്ക് വരുന്നുണ്ട്. പക്ഷെ ഈ എല്ലാ സാധനവും പ്രോസസ്സ് ചെയ്തെടുക്കാനുള്ള കഴിവ് ബ്രെയിനിനില്ല. എത്രത്തോളം ഇൻഫർമേഷൻ വരുന്നോ അതൊക്കെ പ്രോസസ്സ് ചെയ്തെടുക്കാനുള്ള കഴിവില്ല. അവിടെയാണ് ദ ഗെയിം ഓഫ് ഫിൽട്രേഷൻ ഹാപ്പൻസ്. ഫിൽട്രേഷൻ വരും. കാരണം എന്താണ് നമ്മൾ കാണേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ പ്രോഗ്രാമിംഗ് ആണ്, ബ്രെയിനിന്റെ പ്രോഗ്രാമിംഗ്. ഒരു ഉദാഹരണം പറയാം. നമ്മളിപ്പോ ഒരു ലോഗോ ഡിസൈനർ ആവണം എന്ന് നമ്മൾ ഒരു ഗോൾ എഴുതി വെച്ചാൽ, ഒരു പെൺകുട്ടി, ഒരു വീട്ടമ്മ, ഒരു ഉദാഹരണം പറയാം, ഒരു വീട്ടമ്മ എഴുതി വെക്കാണ്, എനിക്കൊരു ലോഗോ ഡിസൈനർ ആവണം എന്ന് അവൾ എഴുതി വെച്ച അന്ന് മുതൽ അവളുടെ കണ്ണ് അവൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ പോവുക ഓരോ കമ്പനിയുടെയും ലോഗോകളിലേക്കായിരിക്കും. കാരണം ലോഗോ ഇതുവരെ അവൾ നോട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ലോഗോ ഡിസൈനറായി എനിക്ക് മാറണമെന്ന് അവൾ നോട്ട് ചെയ്യുന്നതോടുകൂടി അവളുടെ മൊത്തം കാഴ്ചകൾ ഓരോ കമ്പനികളുടെയും ലോഗോ ചെയ്തതിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഒരു കാർ, നമ്മളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള വെരി കോമൺ എക്സ്പീരിയൻസ് ആണ്. ഒരു കാർ മേടിക്കണം, ഉദാഹരണത്തിന് BMW കാർ മേടിക്കണം, അല്ലെങ്കിൽ ബെൻസ് കാർ മേടിക്കണം, അതല്ലെങ്കിൽ ഒരു താർ കാർ മേടിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാർ മേടിക്കണം. അപ്പൊ താറിന്റെ ഉദാഹരണം എടുത്തോളൂ. അല്ലെങ്കിൽ വെറുതെ എന്തിനാ താറാക്കണം, നമുക്ക് BMW ആക്കാം. വെറുതെ എന്തിനാ ഒരു X5. അപ്പൊ ഒരു X5 കാർ മേടിക്കണമെന്ന് വിചാരിച്ച് ഇപ്പൊ ഈ ഗോളിൽ നിങ്ങൾ എഴുതി വെച്ച്, എന്റെ ജീവിതത്തിൽ ഈ വർഷം ഇന്ന മാസമാകുമ്പോൾ ഞാൻ ഒരു X5 കാർ എടുത്ത് ആ കാറിൽ എൻ്റെ ഫാമിലിയുടെ കൂടെ ഞാൻ മൈസൂരിലേക്ക് അല്ലെങ്കിൽ ബാംഗ്ലൂരിലേക്ക് ഒരു ട്രിപ്പ് ആസ്വദിച്ചിരിക്കും എന്നൊരു ഗോൾ എഴുതിയെന്ന് വിചാരിക്കാം. ഇനി എന്ത് സംഭവിക്കുന്നു വെച്ചാല്, നമ്മൾ ഏതെങ്കിലും സിറ്റിയിലൂടെ വെറുതെ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോയാൽ മതി. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് കൊച്ചിയിലൂടെ അല്ലെങ്കിൽ കോഴിക്കോടിലൂടെ ഇങ്ങനെ പോയാൽ കോഴിക്കോട് കാണുന്ന കാറുകളിൽ ബഹുഭൂരിഭാഗവും എന്തായിരിക്കും? ഈ BMW X5 ആയിരിക്കും. ഇതിന്റെ മുമ്പും കോഴിക്കോടും കൊച്ചിയൊക്കെ ഇഷ്ടംപോലെ X5 ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ തലച്ചോറ് അത് കാണാതിരുന്നത് നമ്മൾ ആ സാധനം എഴുതി വെക്കാത്തത് കൊണ്ടാണ്, നമ്മുടെ പ്രോഗ്രാമിംഗ് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ ഒരു ഗോൾ അച്ചീവ്മെന്റിന്റെ ഏറ്റവും ഒരു വർഷത്തിൽ നമുക്ക് ആ വർഷം വിജയകരമാവണമെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട പണി ആ വർഷത്തിൽ എനിക്ക് എന്തൊക്കെ നേടണം എന്നുള്ളത് വളരെ കറക്റ്റായിട്ട് എഴുതി വെക്കാനുള്ള. ഇന്ന് നമ്മൾ അതിനു വേണ്ടിയാണ് ഇരിക്കുന്നത്. അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ തന്നെ പകുതി % അതിന്റെ എന്താ പറയാ, വിന്നിങ് സാധ്യത കൂടുന്നുള്ളതാണ്, അതല്ലെങ്കിൽ അത് അച്ചീവിങ് സാധ്യത കൂടുന്നുള്ള. അപ്പൊ എല്ലാവർക്കും ഒരു ഗോൾ സെറ്റിംഗ് സെഷനിലേക്ക് സ്വാഗതം. ഇനി ഒരു സെറ്റ് ചെയ്യുന്നതിന്റെ മുമ്പ് നമുക്ക് പറയാനുള്ളത്, ഈ ചെറിയ ഗോളുകൾ സെറ്റ് ചെയ്യരുത്. ഞാൻ പറയുന്നു, എൻ്റെ കഴിവിന്റെ 5% പോലും ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. എൻ്റെ പേഴ്സണൽ അസസ്മെന്റാ. ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ പഠിച്ചവൻ തന്ന എൻ്റെ കഴിവിന്റെ ഞാൻ ഇതുവരെ ഒരു പുസ്തകം എഴുതിയിട്ടില്ല.
ഇതുവരെ ഞാനൊരു ഇന്റർനാഷണൽ പ്രോഗ്രാം ഒരു മലയാളീസിനല്ലാതെ ഞാൻ ചെയ്തിട്ടില്ല. ഞാനൊരു ഒരു ഒരു യു എസിലേക്ക് ഇതുവരെ ട്രാവൽ ചെയ്തിട്ട് അവിടെ പോയി ഒരു പ്രോഗ്രാം ചെയ്തിട്ടില്ല. അതുപോലെ ഇപ്പം ഒരു പക്ഷേ എന്തായാലും പറയാം, എവിടെയൊക്കെയോ എത്താനുള്ള എന്തൊക്കെയോ കഴിവുകൾ എന്നിലുണ്ട്. പക്ഷെ ഞാൻ എന്ന വ്യക്തിയിൽ വർക്ക് ചെയ്യാത്തത് കൊണ്ടും എന്റെ ഗോളുകൾക്ക് വലിപ്പമില്ലാത്ത, ഇപ്പൊ റോബിൻ ശർമ്മ 5 AM ക്ലബ് എഴുതി, 5 AM ക്ലബ് എഴുതി. ഒരുപക്ഷെ അതിനേക്കാൾ നല്ല ആശയങ്ങൾ എന്റെ തലച്ചോറിൽ ഉണ്ടായേക്കാം. ഞാൻ ഇതുവരെ എഴുതാൻ ഇരുന്ന് നോക്കിയിട്ടില്ല. മറ്റൊരു റോബിൻ ശർമ്മയോ അതിലപ്പുറമുള്ള കഴിവ് എനിക്കുണ്ട്. അതുപോലെ ഞാനൊരു ഉദാഹരണം പറയുന്നത് നിങ്ങളെ വെച്ചിട്ടാണ്. അതായത് എന്റെ കഴിവിന്റെ 5% പോലും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ കഴിവിന്റെ അപാരമായിട്ടുള്ള ഒരു വ്യക്തിത്വം, നിങ്ങളുടെ തലച്ചോറ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അതിന്റെ എത്ര ശതമാനം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്? പലപ്പോഴും നമ്മൾ എഴുതി വെക്കുന്ന ഗോളുകൾ ചെറുതായതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ തലച്ചോറിനെ ഉപയോഗിക്കാത്തത്. അപ്പൊ ഈ വർഷം 2024, ഇപ്പൊ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നവരൊക്കെ വൺ വേ ഓർ അതർ വേ നമ്മളെ ഫോളോ ചെയ്യുന്ന ആളുകളാണ്. ഒന്നെങ്കിൽ യൂട്യൂബിൽ, അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, അല്ലെങ്കിൽ നമ്മുടെ ട്രെയിനിങ്ങുകളിൽ. അപ്പൊ പറയാനുള്ളത്, നമ്മളൊക്കെ ഒരുമിച്ച് കൂടി ഒരു ട്രൈബാണ്. ഉയരണം, വളരണം, എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം എന്ന് ഉദ്ദേശിച്ചിട്ട് നമ്മൾ ഒരുമിച്ച് കൂടി, അല്ലാതെ പിന്നെ വേറെ കാരണങ്ങൾ കൊണ്ടൊന്നും ഒരുമിച്ച് കൂടിയവരില്ല. മറ്റു സ്വാർത്ഥമായ ഒരു ലക്ഷ്യങ്ങളുമില്ല. നമ്മൾ അടിപൊളിയായിട്ട് കച്ചവടം ചെയ്യണം, അടിപൊളിയായിട്ട് വളരണം, എന്നിട്ട് നമ്മുടെ കഴിവും നമ്മുടെ പണവും സമൂഹത്തിന് വേണ്ടി തിരിച്ചു കൊടുക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾ മാത്രമേ നമ്മൾ ഫോളോ ചെയ്യാറുള്ളൂ. അത് നമ്മുടെ ഒരു വാല്യൂ സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ ഈ കൂടിയ ആളുകൾക്കൊക്കെ 2024 ഒരു പുതിയ വർഷമായിരിക്കണം. ഒരു അടിപൊളി, നമ്മൾ ഇതുവരെ ലൈഫിൽ അച്ചീവ് ചെയ്യാത്ത അത്രയും അച്ചീവ്മെന്റുകൾ വന്ന ഒരു വർഷമായിരിക്കണം 2024. അത് കണ്ടു വേണം നമ്മുടെ ഗോളുകളുടെയൊക്കെ ഒരു വലിപ്പം ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ കാറ് ആരും എന്തായാലും പറയാം, സെന്ന് കാറും മാരുതി കാറും അതല്ലെങ്കിൽ അങ്ങനത്തെ കാറുകളെ കുറിച്ച് ഇപ്പം ഒരു സൈക്കിൾ ഓടിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം ഒരു സ്വിഫ്റ്റ് കാറെങ്കിലും വാങ്ങണം കേട്ടോ. സ്വിഫ്റ്റ് വാങ്ങിയിട്ട് ഇന്നോവ വാങ്ങാം, ഇന്നോവ വാങ്ങിയിട്ട് ബെൻസ് വാങ്ങാവോ, ബെൻസ് വാങ്ങിയിട്ട് അതിന്റെ മേലെയുള്ളത് വാങ്ങാവോ. അത് അങ്ങനത്തെ ലൈഫിൽ സമയം എടുക്കും, ക്ഷമ വേണം. അപ്പൊ അവനവന്റെ ഇപ്പൊ എവിടെയാണുള്ളത്, ഇപ്പൊ 10 ആണെങ്കിൽ നമ്മളൊരു 20 ആവാനുള്ള ശ്രമം നടത്തണം. കാരണം ഞാൻ എന്തുകൊണ്ട് ഈ ഡ്രീം ബിഗ് എന്ന് പറയാൻ കാരണം, ഇപ്പൊ ഒരു ഉദാഹരണം, ഒരാള് പിന്നെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, അയാളുടെ ലക്ഷ്യബോധം അയാൾക്ക് ഒരു മാരുതി കാറ് വാങ്ങണം. അതിന് 10,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ അയാൾക്ക് ഇൻസ്റ്റാൾമെന്റ് അടക്കണം. അതാണ് അയാളുടെ ആകെ ഒരു കാഴ്ചപ്പാട്. അപ്പൊ അയാള് പുറത്തൊക്കെ ഇറങ്ങി ഒരു ജോലിയൊക്കെ അന്വേഷിച്ച് ഒരു 20,000, 30,000, 40,000 രൂപ ശമ്പളമുള്ള ഒരു ജോലി കണ്ടുപിടിച്ച് അയാള് വൈകുന്നേരം വരെ ജോലി ചെയ്ത് ആകെ ഇടങ്ങേറായി വീട്ടിൽ വന്ന് അങ്ങനെ കൊല്ലം മുഴുവൻ കുത്തിമറിഞ്ഞാല് അയാളുടെ സ്വപ്ന കാറായിട്ടുള്ള ഒരു മാരുതി സ്വിഫ്റ്റ് കാർ അയാൾക്ക് കിട്ടും. കാരണം അയാൾ അതിന് വേണ്ടിയിട്ട് കൊല്ലം മുഴുവൻ കുത്തിമറിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ട്രാറ്റജി മാറ്റാം. ഗോളിന്റെ ഒരു പ്രത്യേകത, അയാൾ വിചാരിക്കുകയാണ് എനിക്ക് ഈ വർഷം വാങ്ങേണ്ടത് 1 കോടി രൂപയുടെ കാറാണ്. അതായത് എനിക്ക് ചുരുങ്ങിയത് 2-3 കോടി രൂപ വരുമാനം ഉണ്ടാക്കണം. അതായത് മാസത്തിൽ എനിക്ക് 30 ലക്ഷത്തിന്റെ വരുമാനം വേണം. അതിന് ഞാനിപ്പോ എന്താണ് ചെയ്യുക? മാസത്തിൽ 30 ലക്ഷം രൂപയുടെ വരുമാനം വേണമെങ്കിൽ ഞാൻ എന്താ ചെയ്യുക? തലച്ചോറിന് ഇങ്ങനെ ചോദിച്ചാൽ മതി. അപ്പൊ തലച്ചോറ് ഉത്തരം പറയും, എടാ മാസത്തിൽ 30 ലക്ഷം വരുമാനം വാങ്ങണമെങ്കിൽ നീ ജോലി ചെയ്താലും നടക്കൂല, ചെറിയ കച്ചവടങ്ങൾ ചെയ്താലും നടക്കൂല, ഒന്നുമില്ലെങ്കിൽ ഒരു ചെറിയ റിയൽ എസ്റ്റേറ്റ് പ്രൊജക്ട് എങ്കിലും ഒരു മാസം ചെയ്താൽ എങ്ങനെ കളിച്ചാലും ചിലപ്പോൾ 30 ലക്ഷമോ 60 ലക്ഷമോ ഒക്കെ ചിലപ്പോൾ മറിഞ്ഞേക്കാം. അപ്പൊ ഒരു വർഷത്തിൽ ആവറേജ് നോക്കുമ്പോൾ ഒരു 3 കോടി നിനക്ക് ലാഭം ഉണ്ടാക്കണമെങ്കിൽ നിന്റെ കയ്യിൽ ആകെയുള്ള ഒരു പ്രധാനപ്പെട്ട ഓപ്ഷൻ, ഒരു സാധാരണക്കാരനാണെങ്കിൽ ഒരു നല്ല കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് പ്രൊജക്ട് 1, 2, 3 ചെയ്യുക എന്നുള്ളതാണ്. ആൾക്കാരെ കൂട്ടിയിട്ട് ചുരുക്കി പറഞ്ഞ സ്ട്രാറ്റജി മാറിയില്ലേ? മാരുതി സ്വപ്നം കണ്ടവൻ ജോലിക്ക് പോയി, BMW സ്വപ്നം കണ്ടവൻ റിയൽ എസ്റ്റേറ്റിന്റെ പ്രോപ്പർ കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് ചെയ്യാൻ പോയി. അവൻ അതിനെക്കുറിച്ച് പഠിക്കും, വായിക്കും, അറിവുള്ളവരോട് ചോദിക്കും, യൂട്യൂബിൽ കാണും, അങ്ങനെ പഠിച്ച് അവൻ അതിന്റെ മാസ്റ്റർ ആവും. കാരണം അവന്റെ ലക്ഷ്യബോധം വളരെ ക്ലിയർ ആണ്. ചുരുക്കി പറഞ്ഞാൽ രണ്ടാളും രാവിലെ എണീക്കണം, രണ്ടാളും ജോലിക്ക് പോകണം, രണ്ടാളും ഫുൾ ടൈം സ്പെൻഡ് ചെയ്യണം, രണ്ടാളും വൈകുന്നേരം തിരിച്ചു വരുന്നു. പക്ഷെ ഒരാൾക്ക് മാരുതി കാർ കിട്ടുന്നു, ഒരാൾക്ക് BMW കാർ കിട്ടുന്നു. ആകെയുള്ള വ്യത്യാസം ഗോൾ സെറ്റ് ചെയ്തതിൽ ഒരാളുടെ വലിപ്പം വളരെ ചെറുതായിരുന്നു, ഒരാളുടെ വലിപ്പം വളരെ വലുതായിരുന്നില്ല. ബാക്കിയുള്ള അധ്വാനങ്ങളൊക്കെ സ്ട്രാറ്റജി തലച്ചോറാ തരും കേട്ടോ, നിങ്ങൾ ആരും ബേജാറാവണ്ട. ഒരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെ അച്ചീവ് ചെയ്യണമെന്നുള്ള സ്ട്രാറ്റജി തലച്ചോറാണ് തരാം. അത് നമ്മൾ അതിനെക്കുറിച്ച് എങ്ങനെ നടക്കുമെന്നുള്ളത് ഇപ്പൊ ആലോചിക്കണ്ട, ഇപ്പൊ കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത്, നമ്മളിപ്പോ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ മേഖലകളിൽ ഫോക്കസ് ചെയ്യണം? നിങ്ങളൊരു അഭിപ്രായം പറയും. ഏതൊക്കെ മേഖലകളിലാണ് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യണത്? ടൈപ്പ് ചെയ്താൽ മതി. ഏതൊക്കെ മേഖലകളിൽ ഗോൾ സെറ്റ് ചെയ്യണം? ടൈപ്പ് ചെയ്തോളൂ. ഒരാൾ ഓൾറെഡി റിയൽ എസ്റ്റേറ്റ് സെറ്റ് ചെയ്തു, വല്ലാത്ത മതി. കരിയർ, ഹെൽത്ത്, സ്പിരിച്വൽ. അപ്പൊ ഈ കരിയർ എന്ന് എഴുതിയ ആള് ഒരിക്കലും ബിസിനസിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. സാമ്പത്തികം, പാഷൻ. ഓക്കെ, പാഷൻ നല്ലൊരു സാധനം എഴുതി വെച്ചോളൂ കേട്ടോ.
മറന്നു പോകുന്ന ഒരു സാധനമാണ് പാഷൻ. പേഴ്സണൽ ഡെവലപ്മെന്റ് എഴുതി വെച്ചോളൂ. പഠിക്കാനും വളരാനും സമയം കണ്ടെത്താനുള്ള അടിപൊളി അടിപൊളി അടിപൊളി. വെൽത്ത്, പൈസ, ഹെൽത്ത്, ഫാമിലി, സോഷ്യൽ സ്പിരിച്വൽ ഗോളുകൾ, അതായത് സമൂഹത്തിനും പടച്ചവനുള്ള കടപ്പാട്, സമൂഹത്തിനും പടച്ചവനോടുമുള്ള കടപ്പാട് എഴുതി വെച്ചോളി. ഒക്കെ നമ്മള് പൈസ, കാറ്, വീട്, ജോലി, ശമ്പളമൊക്കെ എല്ലാവരും നോട്ട് ചെയ്യും. പക്ഷെ ലൈഫിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മറന്നുപോകും. സെൽഫ് കെയർ, ഓക്കെ, സെൽഫ് കെയർ, പാസീവ് ഇൻകം, അത് സാമ്പത്തിക ഗോളാണ്. ട്രാവൽ പാഷന്റെ ഭാഗമാണ്. പാഷൻ, പേഴ്സണൽ ഡെവലപ്മെന്റ്, ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ്, ഫാമിലി, എല്ലാം ഉണ്ടാവും. ഹെൽത്ത് ഉണ്ടാവും, ചൊറുക്കുണ്ടാവും, പൈസ ഉണ്ടാവും, കാർ ഉണ്ടാവും, വീടുണ്ടാവും, എല്ലാം ഉണ്ടാവും. ഫാമിലി ലൈഫ് ഉണ്ടാവില്ല. മറന്നു പോകുന്ന ഒരു മുത്തുമണി, ഒരു എന്താ പറയുക, ഒരു പവിഴമുത്താണ് ഫാമിലി. മറന്നു പോകുന്ന, ഓഫൺ നെഗ്ലക്റ്റഡ് ഒരു ഗോളാണ്. എഴുതി വെച്ചോളി. കണ്ടിന്യൂ ഇൻ ഇംഗ്ലീഷോ? അതായത് ഇവിടെ എല്ലാവരും മലയാളികളായതുകൊണ്ട് ഇവിടെ നമ്മൾ ഹായ് റാം. Unfortunately, all audience are actually Malayalis. So I would do this in Malayalam language. I hope you will understand how's going on. But however, if you require, we can do a session for in English. We could gather Dr. Shiva's audience and we will do an elaborated session in English. I'm sorry for that. And yeah. And however, even if you listen in Malayalam, I'm sure you will understand, because most of the things are typed here. Most of the things I'm using body language, and in between the terminologies which are coming most of them are in English. So you will be able to catch it up. But however, we can do another session in English for sure. I promise you that. We'll discuss with Dr. Shiva and we'll do it. Thank you so much, Ram. See you, and hi from Calicut, Kerala now. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഏതൊക്കെ മേഖലകളിൽ ഗോൾ സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ഇതിൽ പറയാനുള്ളതേ, പലപ്പോഴും വെൽത്തിനെ കുറിച്ച് നമ്മൾ ഒരിക്കലും മറക്കാറില്ല. പൈസ നമ്മൾ മറക്കാറില്ല. ഓഫൺ മറക്കുന്ന കാര്യങ്ങൾ ഇവിടെ കുറെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി ഏറ്റവും പ്രധാനപ്പെട്ടത് 3 സാധനങ്ങളാണ്. 3 സാധനങ്ങൾ മറക്കരുത്. 3 സാധനങ്ങൾ ലൈഫിൽ നമുക്കൊക്കെ വേണ്ടത്. പൈസ കുറെ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. ഒരു സമാധാനം, സന്തോഷം, ആത്മാവിന് ശാന്തി എന്നൊക്കെ പറഞ്ഞില്ലേ? സമാധാനം, സന്തോഷം, ആത്മാവിന് ശാന്തി. ഈ സാധനങ്ങൾ ഉണ്ടാവണമെങ്കിൽ ആദ്യം 3 സാധനങ്ങളിൽ ഫോക്കസ് ചെയ്യണം. അതിൽ ഒന്നാമത്തത്, ഞാൻ എപ്പോഴും എന്നും ഇപ്പം ഞാൻ 100 വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ 90 വീഡിയോ ഇട്ടിട്ടുള്ളത് അതിനെ കുറിച്ചാണ്. ഒരു പീസ്ഫുൾ റൊമാൻറ്റിക് ഫാമിലി ലൈഫ് ഉണ്ടാവണം. പീസ്ഫുൾ റൊമാൻറ്റിക് ഫാമിലി ലൈഫ് ഉണ്ടാവണം. അതിനെ നമുക്കൊരു ഗോളായിട്ട് സെറ്റ് ചെയ്യൽ എങ്ങനെയാന്ന് വെച്ചാൽ, കല്യാണം കഴിക്കാത്തവർ ആദ്യം കല്യാണം കഴിക്കണം കേട്ടോ. കല്യാണം കഴിക്കാത്തവർ ആദ്യം കല്യാണം കഴിക്കണം. അതിന് ചുരുക്കി പറഞ്ഞാൽ അതിന് ഗോൾ എങ്ങനെ സെറ്റ് ചെയ്യില്ല, നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ടറി സ്കോർ ഇടാം. ഇപ്പം ഒരു റൊമാൻറ്റിക് ലൈഫ് അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ലൈഫിന്റെ ക്വാളിറ്റി ഞാനൊരു 10 മാക്സിമം 0 മിനിമം ആണെങ്കിൽ ഞാനൊരു 8 ഔട്ട് ഓഫ് 10 ഈ വർഷത്തിൽ. ഇപ്പൊ ചിലപ്പോൾ നമ്മളത് 1 or 2 ഒക്കെ ആയിരിക്കും. 1 or 2 ഒക്കെ ആയിരിക്കും. 1 or 2 ഉള്ള ഒരാൾ ഒരിക്കലും പെട്ടെന്ന് 8ലേക്കോ 9ലേക്കോ ഒന്നും എത്തിക്കാൻ പറ്റില്ല. ആ 1 ഉള്ളത് ഒരു 4ലേക്കോ, 4 ഉള്ളത് ഒരു 5ലേക്കോ, 5 ഉള്ളത് ഒരു 6ലേക്കോ ഒക്കെ എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞാലേ നമുക്ക് ചെയ്യാൻ പറ്റുക ഒരു സ്കോർ. ഇപ്പൊ ഒരു ഉദാഹരണം വിചാരിക്കാം, എന്റെ ഫാമിലി ലൈഫിന്റെ ഇപ്പോഴത്തെ എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാനൊരു 4 ഔട്ട് ഓഫ് 10 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഗോൾ എഴുതാം. ഞാൻ ഈ വർഷം എന്റെ ഒരു ഫാമിലി റൊമാൻറ്റിക് ലൈഫിലുള്ള സ്കോർ ഞാനൊരു 7 ഔട്ട് ഓഫ് 10 ആയിട്ട് എന്റെ ഒരു വളരെ ശാന്തവും സുന്ദരവും എന്താ പറയാ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് ഈ 2024 ഞാൻ ആഘോഷിച്ചിരിക്കും എന്ന് ഒരാൾ ഗോൾ സെറ്റ് ചെയ്തെന്ന് വിചാരിക്കാം. അപ്പം ഗോൾ സെറ്റ് ചെയ്ത ഉടനെ നമുക്ക് അതിന്റെ താഴെ എഴുതേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ പോയിന്റുകളാണ്. ആക്ഷൻ പോയിന്റുകൾ ഇല്ലാതെ ഗോൾ ഇല്ലല്ലോ. അപ്പൊ വെറുതെ ഒരു റൊമാൻറ്റിക് ഫാമിലി ലൈഫ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ആദ്യം ഇങ്ങനെ ആലോചിക്കുമ്പം, 1, ഞാൻ എന്നും 1 മണിക്കൂറെങ്കിലും എൻ്റെ ഭാര്യയുമായിട്ട് കുശലാന്വേഷണങ്ങളും തമാശകളൊക്കെ പറഞ്ഞ് സംഭാഷണം പറഞ്ഞിരിക്കും. 1 മണിക്കൂർ ഒരു ദിവസം. അത് അടുത്തുണ്ടെങ്കിൽ നേരിട്ട്, അല്ലെങ്കിൽ ഫോണിൽ. ഒരു ആക്ഷൻ പോയിന്റ്, ഒരു ഉദാഹരണം പറയാം. ഞാന് എൻ്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്നും ഒന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് പോയി കാണുകയോ ചെയ്യും. ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ ഉമ്മയൊക്കെ പെടുമല്ലോ അതിൽ. അതുപോലെ തന്നെ പെങ്ങളോ ബ്രദറോ ഒക്കെ ഉണ്ടെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഞാനൊന്ന് വിളിക്കും അല്ലെങ്കിൽ പോയി കാണും. ആഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും ഞാനൊന്ന് പോയി കാണും. ഒരു ആക്ഷൻ പോയിന്റാ. ഞാൻ എന്ന് ഓഫീസിൽ പോകുമ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഉമ്മ കൊടുത്ത് പോകും. തിരിച്ചു വരുമ്പോൾ കുട്ടികൾക്കും, അതായത് ഓഫീസിൽ പോകുമ്പോൾ ഭാര്യക്കും കുട്ടികൾക്കും ഉമ്മ കൊടുത്ത് പോകും. തിരിച്ചു വരുമ്പോൾ ഭാര്യക്കും കുട്ടികൾക്കും ഉമ്മ കൊടുത്ത് തിരിച്ചു വരുന്ന ഒരു ഹഗ്ഗിങ് ഹസ്ബൻഡായി ഞാൻ മാറും. ഒരു ഉദാഹരണം പറയാണ്. ഉദാഹരണമാണ് ഈ പറയണോ കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ കുട്ടികൾ എന്ന് ഉറങ്ങുമ്പോൾ ഞാൻ അവരെ താരാട്ടുപാടി ഉറക്കും, അല്ലെങ്കിൽ ഞാൻ അവരെ ഉമ്മ കൊടുത്ത് ഉറക്കും. ഒരു ആക്ഷൻ പോയിന്റാ പറയുന്നത്.
അതല്ലെങ്കിൽ എൻ്റെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പം അവരെ എന്നും ഞാൻ എഴുന്നേറ്റ് ഞാൻ അവരെ യാത്രയാക്കി അവരെ ഹഗ് ചെയ്ത് കിസ് ചെയ്ത് സീ ഓഫ് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരൂ. അങ്ങനെയുള്ള ഒരു ഫാമിലി മാൻ്റെ കുറെ നല്ല ഗുണങ്ങൾ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എൻ്റെ ഭാര്യയും കുട്ടികളുമായിട്ട് ഞാൻ പുറത്തു പോകും. വർഷത്തിൽ, അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് സെറ്റ് ചെയ്താണ്, വർഷത്തിൽ ഞാൻ എൻ്റെ ഫാമിലിയുമായിട്ട്, ഞാനിപ്പോ ഇന്നലെ സെറ്റ് ചെയ്ത് അവന്റെ ഗോൾ കണ്ടിട്ട് ഞാൻ ഇന്നലെ സെറ്റ് ചെയ്തത്, വർഷത്തിൽ 120 ദിവസം എൻ്റെ കുടുംബത്തിന്റെ കൂടെ. ഞാൻ നല്ലത് ട്രാവൽ ചെയ്യുന്ന ആളാണ്. ഞാൻ ഇപ്പൊ ദുബായിലാണെങ്കിൽ നാളെ ചിലപ്പോൾ സൗദിയിലായിരിക്കും, അങ്ങനെ ട്രാവൽ ചെയ്യുന്ന ആൾ. പക്ഷെ 120 ദിവസം നിർബന്ധമായിട്ടും ഫാമിലിയുടെ കൂടെ ഉറങ്ങാൻ, ഫാമിലിയുടെ കൂടെ ഞാൻ സമയം ചെലവഴിക്കാൻ വീട്ടിലുണ്ടാകും എന്നുള്ളതാണ് ഈ വർഷം ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷമൊക്കെ ഒരു 60-70 ദിവസം കിട്ടിയിട്ടുണ്ടാവുള്ളൂ. ഈ വർഷം അത് ഡബിൾ ആക്കിയിട്ടുണ്ട്. 120 ദിവസം ഫാമിലിയുടെ കൂടെ ചെലവഴിക്കാൻ ഞാൻ ഉണ്ടാകും. അങ്ങനെ തുടങ്ങിയിട്ട് ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ ആരോഗ്യത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സാമ്പത്തികത്തിന്റെയും ഒക്കെ അടിസ്ഥാനം ഫാമിലി കൊളായ ബാക്കിയൊക്കെ കൊളാവട്ടോ. ഫാമിലി കൊളായവന്റെ ബിസിനസ് പൊട്ടും, ഫാമിലി കൊളായവന്റെ സമ്പത്ത് പോവും, ഫാമിലി കൊളായവന്റെ എന്താണ് പറയാ ആരോഗ്യം പോവും, ഫാമിലി കൊളായവന്റെ ഉറക്കം പോവും. അങ്ങനെ ഫാമിലി കുളമായാൽ എല്ലാം കുളമാവും. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത് സെറ്റ് പ്രയോറിറ്റി ഫോർ യുവർ ഫാമിലി. സെറ്റാക്കിയോ? ആ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ? അതായത് ഫാമിലി ആണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം. ഫാമിലി ശാന്തമായാൽ ബാക്കിയെല്ലാം നമ്മളുള്ളിലെ ഫുൾ പെർഫോമർ പുറത്തു വരും. നമ്മൾ ആള് പൊളിയായിരിക്കും. നമുക്ക് ഏത് രീതിയിലുള്ള ഒരു എന്താണ് പറയാ അച്ചീവ്മെന്റ് നേടണമെങ്കിൽ ഫസ്റ്റ് നമ്മളെ ഫാമിലി സമാധാനപരമായിരിക്കണം എന്നുള്ള എൻ്റെ ആശയത്തോട്, ഞാൻ എപ്പോഴും പറയുന്ന ഒരു ആശയമാണ്. ഈ ആശയത്തോട് എക്സ്പീരിയൻസിൽ അംഗീകരിക്കുന്നതാണ്. അത് അനുഭവമാണ്. ഫാമിലിയിൽ സമാധാനം പോയിട്ട് ബിസിനസ്സിൽ തീരുമാനം എടുക്കാൻ കഴിയാതെ ഇങ്ങനെ ബിസിനസ് ചക എന്ന് പൊട്ടിപ്പോണെന്ന് ഇങ്ങനെ കാണാം. അനുഭവമുള്ളവർ. ഫാമിലി പോയി, മൊത്തം പോയി. അടുത്ത നിങ്ങൾ ആരും ഒരുപക്ഷെ എഴുതിയിട്ടുണ്ടാവാത്ത ഒരു പ്രയോറിറ്റിയാണ് ഫ്രണ്ട്സ്. നമ്മൾ ഇന്നത്തെ ഒരു 2024 നമ്മളൊരു ഗോള് സന്തോഷവും സമാധാനവും, ആത്മാവിന് വളരെ എനർജി ഉള്ള ഒരു ലൈഫ് ഉണ്ടാവുക, സന്തോഷവും സമാധാനവും വേണം. അതില് ഫാമിലി പറഞ്ഞ രണ്ടാമത്തെ ഒരു സാധനമാണ് ഫ്രണ്ട്സ്. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും അമൂല്യമായ സ്വത്തുക്കളാണ് ഫ്രണ്ട്സ്. പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ. നമ്മളൊക്കെ പണ്ട് കുളത്തിലും പുഴയിലും ഒക്കെ കുളിച്ച് വളർന്ന് നമ്മൾ ഒരുമിച്ച് പഠിച്ച ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. നമ്മൾ പ്രവാസത്തിലേക്ക് കയറി വന്നതിന് ശേഷം അവരൊക്കെ വിട്ടുപോയി, നമ്മൾ നെഗ്ലക്ട് ചെയ്തു പോയി. ജീവിതത്തിൽ നമുക്ക് ശരിക്ക് ഒരു പക്ഷേ ഭാര്യയോട് സംസാരിച്ചാൽ പോലും കിട്ടാത്തതിലും അധികം സമാധാനം തരുന്ന ഒരു സമയമാണ്. ഇപ്പൊ 1 മണിക്കൂർ ഞാൻ ഭാര്യയോട് സംസാരിച്ചു, 1 മണിക്കൂർ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് അഷ്കറിനോട് സംസാരിച്ചു, അല്ലെങ്കിൽ ഞാൻ അൻസാറിനോട് സംസാരിച്ചു, അല്ലെങ്കിൽ ഞാൻ ഷിഹാബിനോട് സംസാരിച്ചു. അങ്ങനെ അതിൽ ഏതിനാണ് കൂടുതൽ സന്തോഷം എന്ന് ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയാം, ഒരു പക്ഷേ എനിക്ക് എൻ്റെ ഭാര്യയോട് കൂടി തുറന്നു പറയാൻ പറ്റാത്ത അത്രയും സമാധാനപരമായിട്ടും ഓപ്പൺ ആയിട്ടും എനിക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റിയ ആളാണ് എൻ്റെ ഫ്രണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ എൻ്റെ ഏറ്റവും കൂടുതൽ എനിക്ക് സമാധാനവും സന്തോഷവും കിട്ടുന്നത് എൻ്റെ ഫ്രണ്ടിനോട് സംസാരിക്കുമ്പോഴായിരിക്കും. അത്രയും വാല്യൂ ഉണ്ട് ഫ്രണ്ട്ഷിപ്പിന്. അപ്പോൾ അതിനൊരു ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കണം ഈ വർഷത്തിൽ. സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും കൂട്ടിപ്പിടിക്കാനും അത് പുതുക്കാനും. അതായത് നമ്മൾ വാഴ വെച്ചിട്ട് കാര്യമല്ല. സൗഹൃദം എന്ന് പറഞ്ഞാൽ ശരിക്കും തെങ്ങാണ് കേട്ടോ, ജീവിതകാലം മുഴുവൻ ഉണ്ടാകുന്നത്. അപ്പൊ തെങ്ങ് വെച്ചിട്ട് കാര്യമല്ല, അതിന് വെള്ളം ഒഴിക്കണം, വളരണം, അല്ലെങ്കിൽ വാടിപ്പോവും. അപ്പം ഈ വർഷത്തെ ഗോളിൽ ആഡ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട സാധനമാണ് സൗഹൃദങ്ങൾക്ക് വെള്ളമൊഴിക്കാനും. ഒക്കെ പറഞ്ഞുതരാം, വിഷൻ ബോർഡൊക്കെ പറഞ്ഞുതരാം. ചുരുക്കി പറഞ്ഞാല് സൗഹൃദങ്ങൾ നമ്മൾ എന്താണ് പറയാ, സൗഹൃദങ്ങളെ വെള്ളമൊഴിക്കാനും വളമിടാനും അതിനെ താലോലിക്കാനും ഈ വർഷം യു ഫൈൻഡ് ടൈം ഫോർ യുവർ ഫ്രണ്ട്ഷിപ്പ്. ഞാൻ എല്ലാവർക്കും ഫൈനാൻസിലും അതുപോലെ തന്നെ പണത്തിലും ഒക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഇതൊന്നും നേടാൻ കഴിയാതിരിക്കാനുള്ള അടിസ്ഥാന കാരണങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നത്. ഫൈനാൻഷ്യലിന്റെ ഗോൾ മാത്രം സെറ്റ് പോയി ജീവിതത്തിൽ എവിടെ എത്തൂല. കാരണം അടിസ്ഥാനപരമായിട്ട് ഫാമിലിയും ഡിസ്റ്റർബ്ഡ് ആണ്, സൗഹൃദവും ഡിസ്റ്റർബ്ഡ് ആണ്, ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ ഡിസ്റ്റർബ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ്സിലോ അല്ലെങ്കിൽ സമ്പത്തിലോ നല്ല ഡിസിഷൻസ് എടുക്കാൻ കഴിയില്ല, മൊത്തം പാളും. അതുകൊണ്ടാണ് ഞാൻ ബേസിൽ നിന്ന് തുടങ്ങുന്നത്. തറ കെട്ടിയിട്ട് മേലേക്ക് വാർത്താ പോരാ. അപ്പം ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം, അതിൽ എന്താണ് പറയാ, ഫ്രണ്ട്ഷിപ്പ് ജീവിതത്തിന്റെ അത്രയും ഫാമിലിയെ പോലെ പ്രധാനമുള്ള ഒരു എന്താണ് പറയാ, ഒരു സാധനമാണ് എന്ന് ജീവിതത്തിൽ വിശ്വസിക്കുന്നവരെന്ന് കൈപൊക്കിയ ഫ്രണ്ട്ഷിപ്പ്. അതായത് നമ്മുടെ ഭാര്യയെക്കാളും അല്ലെങ്കിൽ കുടുംബത്തെക്കാളും, അതല്ലെങ്കിൽ എന്താണ് പറയാ, അതല്ലെങ്കിൽ അത്ര തന്നെ നമ്മുടെ മാതാപിതാക്കള്, ഭാര്യ, കുട്ടികള്, ബ്രദർ, സിസ്റ്റർ, അതുപോലെയോ അതിൽ കൂടുതലോ അത്രയും പ്രാധാന്യമുള്ള ഒരു സാധനമാണ് ഫ്രണ്ട്ഷിപ്പ്. അതിന് വെള്ളം ഒഴിക്കണം കേട്ടോ, എന്നാലേ 2024 പൊളിക്കാൻ പറ്റുള്ളൂ. 2024 എന്നാലേ പൊളിക്കാൻ പറ്റുള്ളൂ. ഇനി മൂന്നാമത്തത്, നമുക്ക് വലിയ ഗോളുകൾ സെറ്റ് ചെയ്യണമെങ്കിൽ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ
ഇപ്പൊ ജോർജിയയിൽ നമ്മുടെ ഡി പി മെർഷനിൽ വന്നിരുന്ന ഒരു ജെന്റിൽമാൻ സൗദിയിൽ ബിസിനസ് ചെയ്യുന്നു. അപ്പൊ അദ്ദേഹത്തിന് അത്യാവശ്യം ബിസിനസ് ഉണ്ട്. അതായത് നിയർലി 100 മില്യന്റെ ബിസിനസ് ചെയ്യുന്നുണ്ട്. 100 മില്യൺ എന്ന് പറഞ്ഞാൽ എത്ര കോടിയായി? 220 കോടി രൂപയായി. അപ്പൊ അത്രയും ബിസിനസ് ഉണ്ട്. അപ്പൊ അദ്ദേഹത്തോട് നമ്മളൊരു 1000 crore ബിസിനസ് സെറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഗോള് സെറ്റ് ചെയ്യിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷെ അയാൾ പറയും, എന്തിനാപ്പത്? ആർക്കാപ്പത്? എന്തിനാ വലിയ കച്ചവടം ചെയ്യാൻ? ഇപ്പൊ എന്താ പ്രശ്നം? എനിക്ക് ജീവിക്കാനുള്ള പൈസ അല്ലേ? എന്റെ മക്കൾക്ക് ജീവിക്കാനുള്ള പൈസ അല്ലേ? എന്റെ ഫാമിലിക്ക് ജീവിക്കാനുള്ള പൈസ അല്ലേ? ഞാൻ എന്തിനാ ഇടങ്ങാറാണ്? ഇനി എന്തിനാ അപ്പം ഒരു ഗോള് സെറ്റ് ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കാത്തത്, അതായത് പൈസ നമുക്ക് വേണ്ടിയാണെങ്കിൽ, എനിക്കും നിങ്ങൾക്കുമാണ്, ഭാര്യക്കും കുട്ടികൾക്കും നമുക്കും ജീവിക്കാൻ വേണ്ടിയാണ് പൈസ എങ്കിൽ, ഏകദേശം എന്റെ ഈ ഗോള് ഈ ഒരു പരിപാടി വീക്ഷിക്കുന്ന എല്ലാവർക്കും ഏകദേശം അതിനുള്ള പൈസ കയ്യിലുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടിയല്ല നമ്മൾ വലിയ ഗോളുകൾ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ അയാളോട് പറഞ്ഞ്, നിങ്ങൾ സാമൂഹികമായിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച്. സാമൂഹികമായിട്ട് അപ്പൊ മൂപ്പര് പറഞ്ഞു, ഞാന് ഇങ്ങനെ ഈ സംഭാവനകൾ കൊടുക്കാറുണ്ട്. അതല്ല, നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? വിധവകൾക്ക് വീടോ, അതല്ലെങ്കിൽ ഓർഫൻസിന് എഡ്യൂക്കേഷനോ, അതല്ലെങ്കിൽ മറ്റേ എന്താണ് പറയാ, ഒരു ഡിസേബിൾഡ് കുട്ടികൾക്കുള്ളതോ, അതല്ലെങ്കിൽ രോഗികൾക്കുള്ള പ്രശ്നം എന്താണ് പറയാ, എന്തെങ്കിലും ഇപ്പം ഒരു ഡയാലിസിസ് സെന്ററിലേക്ക് വേണ്ടിയുള്ള മെഷീനുകളോ, അങ്ങനെയുള്ള നിങ്ങൾ ഫിസിക്കലി പോയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എന്തെങ്കിലും സാമൂഹികമായിട്ടുള്ള എലമെന്റ് ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അങ്ങനെ ഫിസിക്കലി ഞാൻ പോകാറൊന്നുമില്ല, ഞാൻ പൈസ കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ മൂന്നാമത്തെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഗോൾ എന്ന് പറയുന്നത്, അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, ഇമാജിൻ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലും പരിസരങ്ങളിലുള്ള ഒരു 100 വീടില്ലാത്ത വളരെ ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ അതിന്റെ ഒരു സന്തോഷവും അതിന്റെ ഒരു സെൽഫ് എസ്റ്റീമും എത്രയായിരിക്കും എന്ന് വെച്ചു. അപ്പൊ അയാൾ ഒരു ഭയങ്കര സംഭവം, 100 ആൾക്ക് വീടൊക്കെ വെച്ചു കൊടുക്കാൻ ഭയങ്കര സംഭവം. ആ 100 ആൾക്ക് വീട് വെച്ചു കൊടുക്കണമെങ്കിൽ നിങ്ങൾ എത്ര കച്ചവടം ചെയ്യണം എന്ന് വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ 1000 കോടി കച്ചവടം ചെയ്യണം. ആ അപ്പൊ 1000 കോടി എന്നുള്ള ലക്ഷ്യത്തിലേക്ക് അയാൾ വരണമെങ്കിൽ, അല്ലെങ്കിൽ 100 കോടി എന്നുള്ള ലക്ഷ്യത്തിലേക്ക് മറ്റൊരാൾ വരണമെങ്കിൽ, അയാളുടെ സെൽഫ് ഗോളുകൾ ഉണ്ടായാൽ വലിയ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയില്ല. സെൽഫ് ഗോൾ ഒരിക്കലും നമുക്ക് വലിയ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ എത്തിക്കൂല. ഇപ്പം എന്നെ വീക്ഷിക്കുന്ന ഒരാളെ ഞാൻ ഇവിടെ കാണുന്നത് നമ്മുടെ സൗദിയിലെ അലൂബ് ഗ്രൂപ്പിന്റെ അഷ്റഫ് സാഹിബ്. അഷ്റഫ് സാഹിബിന് ആവശ്യത്തിന് കച്ചവടം, ആവശ്യത്തിന് സാമൂഹ്യ പ്രവർത്തനങ്ങളും ഇവിടെ ഉണ്ട്. പക്ഷെ ഇപ്പം അദ്ദേഹം ഒരു ഉദാഹരണത്തിന് അദ്ദേഹം ഒരു 10 കുടുംബങ്ങളെ അല്ലെങ്കിൽ 20 കുടുംബങ്ങളെയാണ് ഹെൽപ്പ് ചെയ്യുന്നെങ്കിൽ, എനിക്ക് ഈ വർഷം അതൊരു 50 അല്ലെങ്കിൽ 200 കുടുംബങ്ങളെ ആക്കണം, അല്ലെങ്കിൽ ഒരു 2 വീട് വെച്ച് കൊടുക്കുന്നത് 20 വീട് വെച്ച് കൊടുക്കണം എന്ന് മൂപ്പർ ചിന്തിച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് വേറൊരു മാറ്റം വരും. ഈ വർഷം 20 കോടി കച്ചവടം ചെയ്തത് കഴിഞ്ഞ വർഷം 20 കോടി കച്ചവടം ചെയ്തത് ഈ വർഷം 40 കോടി ആക്കണമെന്ന് തലച്ചോറ് ഉടൻ പ്ലാൻ ചെയ്യും. അവിടെയാണ് സാമൂഹിക ബോധം മാത്രമാണ് ഒരു മനുഷ്യന്റെ വലിയ ലക്ഷ്യങ്ങളിലേക്ക് അവനെത്തിക്കുന്നത്. അല്ലാതെ ജോലി ചെയ്തിട്ടോ നമ്മൾ മറ്റൊരാളോട് ശമ്പളം വാങ്ങിയിട്ടോ ഒരിക്കലും നമുക്ക് വലിയ സാമൂഹിക വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ കഴിയില്ല. അതിന് നമ്മൾ ഉയർന്ന കച്ചവടം തന്നെ ചെയ്യണം. അപ്പൊ എന്നെ കേൾക്കുന്ന എല്ലാവരും, നിങ്ങൾ കച്ചവടം ചെയ്യുന്ന ആളാണെങ്കിലും അല്ലെങ്കിലും, ഈ ലോകത്ത് എന്തെങ്കിലും വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് കച്ചവടക്കാരെ വരുത്തിയിട്ടുള്ളൂ. വലിയ സാമൂഹിക വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് കച്ചവടക്കാരെ ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ ലോകത്തിന്റെ പട്ടിണി മാറ്റാനുള്ള മാസ്സായിട്ടുള്ള റെവല്യൂഷൻസ് ഒക്കെ ചെയ്തിട്ടുള്ള ബിസിനസ്സുകാരാണ്. അപ്പൊ ജീവിതത്തിൽ ഒരു വലിയ ആളായി വളരണം, സമൂഹത്തിൽ വലിയ വിപ്ലവം സൃഷ്ടിക്കണം എന്നുള്ള ആർക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും അയാളുടെ അൾട്ടിമേറ്റ് വേ എന്ന് പറയുന്നത് ബിസിനസ് തുടങ്ങൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ബിസിനസ്സുകാരനായി വളരണം. സമൂഹത്തിന് അയാളെ കൊണ്ട് വലിയ ഉപകാരങ്ങൾ ഉണ്ടാവും. പക്ഷെ ഒരു കാര്യം നോട്ട് ചെയ്യണം, എല്ലാവരെയും പടച്ചവൻ ബിസിനസ്സിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതല്ല. ലോകത്ത് 100 പേരുണ്ടെങ്കിൽ അതിൽ 5 പേരെ മാത്രമാണ് ബിസിനസ്സിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. ബാക്കി 95 പേരും ജോലി ചെയ്യാൻ വേണ്ടി അവരുടെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയതായിരിക്കും. അതും നോട്ട് ചെയ്യണം. എല്ലാവരും കൂടി ബിസിനസ്സിന് ചാടിയിട്ട് കാര്യമില്ല, പൊട്ടിപ്പാളീസാവും. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ശരിക്കും പഠിച്ച് അവനവന്റെ കഴിവുകളും കാര്യങ്ങളൊക്കെ അസസ് ചെയ്ത് പ്ലാൻഡ് ആയിട്ടേ തുടങ്ങും. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, ഈ വർഷം നമുക്ക് സോഷ്യൽ സ്പിരിച്വൽ ഗോളുകൾ വേണം. അല്ലെങ്കിൽ നമ്മുടെ മൈൻഡും ശരീരവും നമുക്കൊപ്പം നിൽക്കൂല. നമ്മുടെ ഗോളുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വളരൂല. ചുരുക്കി പറഞ്ഞാല് മൈൻഡ് വളരെ സ്ട്രോങ് ആയിട്ട് എപ്പോഴും ഹാപ്പി ആയിട്ട് എനർജറ്റിക് ആയിട്ട് ജമ്പിങ് ആളാവണമെങ്കിൽ സോഷ്യൽ സ്പിരിച്വൽ ഗോൾ വേണം. നിങ്ങളെ കൊണ്ട് സമൂഹത്തിന് ഇന്ന് എന്ത് ഉപകാരം ഉണ്ടാകും, ഈ വർഷം എന്തൊക്കെ ഞാൻ ഉപകാരം ചെയ്യും. നമ്മളിപ്പോൾ റുഖിയ ഫൗണ്ടേഷന്റെ കീഴിൽ കഴിഞ്ഞ വർഷം നമുക്ക് ജസ്റ്റ് 2 വീട് വെച്ച് കൊടുക്കാൻ പറ്റി. റിട്ടയർമെന്റ് ചെയ്തതിനു ശേഷം നമുക്ക് ആ ഒരു സാമ്പത്തിക സ്ഥിതിയുള്ളൂ. പക്ഷെ ഈ വർഷം അത് ചുരുങ്ങിയത് 10 വെച്ച് കൊടുക്കണം. 10 വെച്ച് കൊടുക്കണം. അതിൽ 150 കുട്ടികളെ പഠിപ്പിക്കണം. ഈ വർഷം ചുരുങ്ങിയത് 250 കുട്ടികളാക്കണം. അപ്പം 100 കുട്ടികളും ആഡ് ചെയ്യണം, 10 വീടും ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് സാമ്പത്തിക റെസ്പോൺസിബിലിറ്റീസ് കൂടി. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു ബിസിനസ് പ്ലാനുകളായിരിക്കും. അത് ചെറിയ ഗോളാണ് എന്നെ സംബന്ധിച്ച്. പക്ഷെ നമ്മൾ നാട്ടിൽ വന്ന് എസ്റ്റാബ്ലിഷ് ആവുന്നല്ലേ ഉള്ളൂ. അതായത് ഇപ്പം ദുബായിലും സൗദിയിലും നാട്ടിലും ബാംഗ്ലൂരും കൂടി ആയിട്ട് ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ആയി വരുന്നേ ഉള്ളൂ. അപ്പം വലിയ ലക്ഷ്യങ്ങൾ 10 വർഷത്തേക്ക് നോക്കിയാലുണ്ടെങ്കിലും ഈ വർഷത്തേക്ക് എന്റെ സാമൂഹിക സ്മോൾ ഗോളുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കൊക്കെ ഉണ്ടാവും. ആരെങ്കിലും ഒരാള് അവനവന്റെ 1-2 സാമൂഹിക ഗോളുകളൊന്ന് ടൈപ്പ് ചെയ്യാം. ആരെങ്കിലും കുറച്ച് ആളുകൾ അവനവന്റെ മറ്റുള്ളവർക്ക് ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. ഒരാൾ ടൈപ്പ് ചെയ്യുമ്പോൾ മറ്റൊരാൾക്ക് ഐഡിയ കിട്ടും, ഞാൻ എന്താ സെറ്റ് ചെയ്യേണ്ടതെന്ന്.
അതിനാണ് കേട്ടോ. മറ്റേ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. സ്പോൺസർ എ സ്റ്റുഡന്റ്, ഒരാൾക്ക് കഴിയുന്നതാണ്, ഫൈസലിന് കഴിയുന്നതാണ് ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം സ്പോൺസർ ചെയ്യുക. ഫൈസലെ അതൊരു 10 ആക്കണം. അതിന് വേണ്ടിയിട്ടുള്ള വർക്ക് ചെയ്യുക. അടുത്ത വർഷം 2025 10 കുട്ടികളെ സ്പോൺസർ ചെയ്യണം. അതിലേക്കുള്ള പ്ലാൻ ഇപ്പൊ തുടങ്ങിക്കോട്ടോ. അടുത്ത ആള്, അടുത്ത കുറച്ച് എക്സാമ്പിൾസ് കൂടി. സാമൂഹിക ഗോളുകൾ, സോഷ്യൽ ഗോളുകൾ, സോഷ്യൽ ഗോളുകൾ, സോഷ്യൽ ഗോളുകൾ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ് കേട്ടോ സോഷ്യൽ ഗോളുകൾ. സോഷ്യൽ ഗോളുകൾ ഇല്ലാത്തവർ, ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരിക്കൽ ദുബായിൽ ഒരു കമ്പനിയുടെ സിഇഒയുടെ കോച്ചിങ്ങിന് പോയ സമയത്ത് അദ്ദേഹത്തിന് 1300ഓളം എംപ്ലോയീസ് ഉണ്ട്. അദ്ദേഹത്തിന് ബിസിനസ് നാട്ടിലും ദുബായിലുമായിട്ട് GCC-യിലായിട്ട് ഒരുപാട് ബിസിനസ്സുകളുണ്ട്. അടിപൊളി കച്ചവടം, എല്ലാം സെറ്റാണ്. പക്ഷെ അയാൾ പറയുന്നത് രാവിലെ എഴുന്നേൽക്കാൻ മൂടില്ല എന്നാണ്. 2 പ്രാവശ്യം ബാത്ടബ് പോയി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാ. ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ഒരു മൂടുമില്ല. മൊത്തം ഒരു ഇരുട്ട്, ഒരു എനർജി ഇല്ലായ്മ. എന്താ എനർജി ഇല്ലായ്മ? പണം കൊണ്ട് പടച്ചവൻ മൂടിയിട്ടുണ്ട്, പക്ഷെ അത് എന്ത് ചെയ്യണം എന്നറിയില്ല. അങ്ങനത്തെ ആളുകൾ അവസാനം ആത്മഹത്യയിലേക്ക് പോവുക ചെയ്യുക. കാരണം ജീവിതം മടുക്കും. അപ്പൊ പണം മടുക്കൂട്ടോ. സാമൂഹിക ഗോളുകളില്ലാത്ത ബിസിനസ്മാനൊക്കെ അവന്റെ ജീവിതം മടുക്കും. ഇനി എന്തിനാ ജീവിക്കണമെന്ന് തോന്നിപ്പോവും. പലപ്പോഴും ആത്മഹത്യാ ശ്രമങ്ങൾ നടക്കും. അതുകൊണ്ട് തന്നെ സോഷ്യൽ ഗോളുകൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോർത്ത് ഇന്ത്യയിൽ കുറച്ച് പ്ലാൻസ് ഉണ്ട്. വെരി ഗുഡ്. നോർത്ത് ഇന്ത്യയിൽ കിണറുകളായിട്ടും ഒക്കെ ആയിട്ട് നമുക്ക് ചെയ്യാം. നമ്മൾ ഒരുപാട് ചെയ്യാറുണ്ട്. ലൈഫ് ഗൈഡൻസ് ടു 100 ചിൽഡ്രൻ. അടിപൊളി. അതായത് കുട്ടികളെ എടുത്തിട്ട്, ആരിഫ് ഖാൻ പറയുന്നു, കുട്ടികളെ എടുത്തിട്ട് ഒരു 100 കുട്ടികളെങ്കിലും എടുത്തിട്ട് നല്ല ബിസിനസ്മെന്മാരായി വളർത്താൻ ആവശ്യമായിട്ടുള്ള മെന്ററിങ്. ഇപ്പൊ നമ്മളൊക്കെ ഒരു കാലത്ത് സെറ്റ് ചെയ്ത ഗോളുകളുടെ ഭാഗമായിട്ടാണ് ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്നത്. അതായത് ഒരു മില്യൺ ആളുകളെയെങ്കിലും, അതായത് 10 ലക്ഷം ആളുകളെയെങ്കിലും ജീവിതത്തിൽ ഉയർത്തുന്നു വലുതാക്കി കോടീശ്വരന്മാരാക്കി വലിയ സാമൂഹിക പ്രതിബദ്ധതയുള്ള ബിസിനസ്മാരാക്കി മാറ്റണം എന്ന് ഒരു കാലത്ത് സെറ്റ് ചെയ്ത ഗോളിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതുപോലെ നിങ്ങളും ഗോളുകൾ സെറ്റ് ചെയ്യണം. ഒരു വായനാശാലയിലേക്ക് ശാസ്ത്ര പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക. അത് എത്രയെന്നൊക്കെ പറയണം. എത്ര പുസ്തകം, അതിന് എത്ര സ്പെൻഡിങ്, എന്നാലേ ഒരു ക്ലാരിറ്റി വരുള്ളൂ. നമ്മൾ ചെറുകിട കച്ചവടക്കാർ ഗോളുകളെ പറ്റി ഇനി അങ്ങോട്ട് ആലോചിക്കണം. ഇരുന്ന് ആലോചിച്ചോളി. ചെറുകിട കച്ചവടക്കാരൻ ഉള്ള ഷോപ്പ് ഒന്ന് വലുതാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. അങ്ങനത്തെ ഒരു 10 ഷോപ്പ് തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കാം. ആ ഷോപ്പിനെ ഒരു ബ്രാൻഡ് ആക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. ബ്രാൻഡ് ആക്കിയിട്ട് പല നാടുകളിലും അതേ ബ്രാൻഡിൽ ഷോപ്പുകൾ തുടങ്ങാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് പാർട്ട്ണർഷിപ്പിൽ ചെയ്യാൻ പറ്റിയ ഫ്രാഞ്ചൈസി മോഡലിനെ കുറിച്ച് ചിന്തിച്ചാൽ ചെയ്യാൻ പറ്റിയ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാൻ ചെറിയ കച്ചവടക്കാരനാണ് എന്ന് പറഞ്ഞ് നമ്മൾ ചെറിയ ആൾക്കാർക്ക് ഇപ്പൊ നമ്മൾ തന്നെ ഇടക്കിടക്ക് ഞാൻ ചെറിയതാണെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ വലുതാവില്ല. എല്ലാവരും ചെറുതായിട്ടല്ലേ തുടങ്ങല്. ഒരു ഷോപ്പുള്ളവന് അതിന് ആദ്യം 2 ആക്കാനും 3 ആക്കാനും നോക്കുക. ഒരു ഷോപ്പിനെ ഒരു ബ്രാൻഡ് ആക്കാൻ നോക്കുക. ആ ബ്രാൻഡ് 10 ബ്രാഞ്ച് ആക്കാൻ നോക്കുക. 10 ബ്രാഞ്ച് ആക്കിയതിനു ശേഷം അതിനെ ഫ്രാഞ്ചൈസി ചെയ്തിട്ട് കേരളം മൊത്തം പരന്ന് കിടക്കുന്ന വലിയൊരു ബ്രാൻഡാക്കി മാറ്റാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കി. അതിനൊക്കെ ഒരു 5 വർഷം കൊണ്ട് ചെയ്യാൻ പറ്റും. സോഷ്യൽ ഗോളുകൾ. ഞാൻ സോഷ്യൽ ഗോൾ പറഞ്ഞപ്പോഴും കച്ചവടത്താ പറഞ്ഞു. വരുമാനമില്ലാത്ത എനിക്ക് എന്ത് സോഷ്യൽ ഗോൾ വെക്കാൻ? വരുമാനമില്ലാത്ത ആൾക്ക് സോഷ്യൽ ഗോൾ വെക്കാം. ഞാൻ എന്നും ഒരാളോടെങ്കിലും പുഞ്ചിരിക്കും. ഒരാളോടെങ്കിലും നിങ്ങൾ അടിപൊളിയാണ് കേട്ടോ എന്ന് പറയും. ഒരു സുഖമില്ലാത്ത ആളടുത്ത് പോയിട്ട് സാരമില്ല, കാര്യങ്ങളൊക്കെ ശരിയാകും എന്ന് പറയാം. ഒരു ക്യാൻസർ രോഗിയുടെ അടുത്ത് പോയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പാലിയേറ്റീവ് കെയറിൽ പോയിട്ട് ഒരു ദിവസം വളണ്ടിയർ ആകാം. ആഴ്ചയിൽ സോഷ്യൽ ഗോൾ അല്ലേ? ആഴ്ചയിൽ ഒരു ദിവസം പാലിയേറ്റീവ് കെയറിൽ പോയിട്ട് നമുക്ക് എന്താക്കാം? വളണ്ടിയർ ആവാം. രോഗിയെ സന്ദർശിക്കാം. ഒരു സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാളോട് പുഞ്ചിരിക്കാം. അതല്ലെങ്കിൽ ഒരാളെ കണ്ടിട്ട് നിങ്ങൾ ആള് പൊളിയാട്ടോ എന്ന് പറയാം. നിങ്ങൾ ആള് പൊളിയാട്ടോ എന്ന് പറയുന്ന ഒരു സോഷ്യൽ നന്മയാണ്. അങ്ങനെ ഉണ്ടല്ലോ. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അതോടൊപ്പം അപ്പൊ ഞാൻ ഇനി ബാക്കിയുള്ള ഗോൾ സെറ്റിങ്ങിലേക്ക് കിടക്കാണ്. ഒരു കാര്യം കൂടി നോട്ട് ചെയ്യാനുള്ളത്, മൈൻഡ് സ്ട്രോങ് ആവണ്ടേ. മൈൻഡ് സ്ട്രോങ് അല്ലാതെ നമുക്ക് പൈസ ഉണ്ടാക്കാനും നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ട പ്രധാനപ്പെട്ട 4 സാധനങ്ങൾ പറഞ്ഞുതരാം. 4 സാധനങ്ങൾ, അതല്ലെങ്കിൽ ആദ്യം 3 പറയാം. മൈൻഡ് സ്ട്രോങ് ആണെങ്കിൽ, ഒന്ന്, നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ അനുഭവിച്ചതിനേക്കാൾ ഒരുപാട് വലിയ സന്തോഷവും സമാധാനവും ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് പടച്ചവനോട് കംപ്ലൈന്റ് പറയാതിരിക്കുക. അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, അത് പ്രശ്നം, ഇത് പ്രശ്നം എന്ന് പറയാതിരിക്കുക. പടച്ചവനോട് ഇനിയും ചോദിക്കാതിരിക്കുക. ആദ്യം അതും തരണേ ഇതും തരണേ ആക്രാന്തം കൂട്ടാതിരിക്കുക. അതിനൊക്കെ പകരം പൊതുവെ നമ്മൾ മലയാളികൾ ചെയ്യുന്ന 2 സംഭവമാണ്. ഒന്ന് കംപ്ലൈനിങ്, 2 ആക്രാന്തം. കൂടുതൽ ചോദിക്കാം. ആദ്യം രാവിലെ എണീച്ച് ചെയ്യുന്നത്, പടച്ചവൻ തന്ന ഒരുപാട് സാധനങ്ങൾ ഉണ്ടല്ലോ, അത് ഓരോന്നും ഇങ്ങനെ എണ്ണി പറയാം. പടച്ചവനെ എനിക്ക് ആരോഗ്യം തന്നു, അടിപൊളിയാണ് കേട്ടോ, അൽഹംദുലില്ലാ. പടച്ചവനെ എനിക്ക് നീ മക്കളെ തന്നു, അൽഹംദുലില്ലാ. മക്കളില്ലാത്തവനോട് ചോദിക്കണേ മക്കളെ വില. പടച്ചവനെ എനിക്ക് നല്ലൊരു ഭാര്യ തന്നു, നീ വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ. അവളിങ്ങനെ ഈ കിച്ചണിലും ഈ വീട്ടിലും ഇങ്ങനെ ഓടി നടക്കുന്നതുകൊണ്ടാണ് എന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അവള് വളരെ ഉഷാറാണ്, അവളെ നീ എനിക്ക് തന്നു, അൽഹംദുലില്ലാ. അത് ഭാര്യ ഓടിപ്പോയവനോട് ചോദിക്കണം ഭാര്യന്റെ വില. ഭാര്യ ഒരു മുറുക്ക് വെള്ളം തരാത്തവനോട് ചോദിക്കണം ഭാര്യന്റെ വില. ഇപ്പൊ ചുരുക്കി പറഞ്ഞാല് ഭാര്യ ഒരു അനുഗ്രഹമാണ്. എന്റെ ഉമ്മ ജീവിച്ചിരിക്കുന്നു, അനുഗ്രഹമാണ്. ഉപ്പ ജീവിച്ചിരിക്കുന്നു, അനുഗ്രഹമാണ്. ഉപ്പ മരിച്ചവനോട് ചോദിക്കണം ഉപ്പന്റെ വില.
ഉമ്മ മരിച്ചവനോട് ചോദിക്കണം ഉമ്മന്റെ വില, കുട്ടികളില്ലാത്തവനോട് ചോദിക്കണം കുട്ടികളെ വില, ഡയാലിസിസ് ആയി കിടക്കുന്നവനോട് ചോദിക്കണം ആരോഗ്യത്തിന്റെ വില, കണ്ണ് കാണാത്തവനോട് ചോദിക്കണം കണ്ണിന്റെ വില. അങ്ങനെ ഓരോന്ന് എണ്ണീട്ട് പഠിച്ചവനോട് നമ്മൾ നന്ദി ഇങ്ങനെ പറയാം. അതെന്താന്ന് വെച്ചാൽ ബ്രെയിനിലൊരു പ്രോഗ്രാമിംഗാ. ബ്രെയിന് പറയാം, ആഹാ ഞാൻ അടിപൊളിയാണല്ലോ, എനിക്ക് കുറേ കാര്യങ്ങളുണ്ട്, ഇവിടെ ഒന്നും innocent പറഞ്ഞ പോലെ ഇവിടെ ഒന്നും കിട്ടിയില്ലേ എന്നുള്ള ചിന്തയിൽ നിന്ന് മാറിയിട്ട് നമ്മൾ എനിക്ക് എന്തൊക്കെയോ ഉണ്ട്, ഞാൻ ആള് പൊളിയാണ്, ഞാൻ റിച്ച്. അതായത് രണ്ട് സാധനം ഉണ്ട്, ഒന്ന് റിച്ച് ഒന്ന് ഖനി. റിച്ച് ആരാന്ന് വെച്ചാല് അയാളെ പോക്കറ്റിൽ പൈസ ഉള്ള ആളാ റിച്ച്, ഭയങ്കര പൈസ അക്കൗണ്ടിൽ, പക്ഷെ അയാൾ എപ്പം നോക്കിയാലും ദരിദ്രനായിരിക്കും. അത് ശരിയില്ല, ഇത് ശരിയില്ല, എങ്ങനെ ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ അങ്ങനെ പോണ്. മലയാളിയുടെ ടിപ്പിക്കൽ ആണല്ലോ, കുഴപ്പമില്ല അങ്ങനെ പോണ്. ഹൗ ആർ യു, എന്താടാ വിശേഷം, കുഴപ്പമില്ല അങ്ങനെ പോണ്. കുഴപ്പമില്ല, ഓൻ ദരിദ്രനാ, 100 കോടി അക്കൗണ്ടിൽ ഉണ്ടാവും, പക്ഷെ അപ്പോഴും കുഴപ്പമില്ല അങ്ങനെ പോകണം. ഓൻ ദരിദ്രനാ, ഓൻ ഖനിയല്ല. ഓൻ റിച്ച് ആണ് പക്ഷെ ദരിദ്രനാണ്, പോവർട്ടി അനുഭവിക്കുന്ന ആളാ, ഖനിയല്ല. അതായത് ഖനി എന്ന് പറഞ്ഞ ആള് അയാൾക്ക് മൈൻഡിൽ ചിലപ്പോൾ അതിൽ പൈസ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ മൈൻഡിൽ റിച്ച് കാരണം. എന്താടാ എന്റെ വിശേഷം എന്ന് വെച്ചാൽ പറയാം, അൽഹംദുലില്ലാ അടിപൊളിയാ, ലൈഫ് സൂപ്പറാ, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ പൊളിയാ, അടിപൊളിയാ. എപ്പോഴും ഓ ഖനി ആയിരിക്കും ആള്, ഖനി. അത് വേറെ റിച്ച്നെസ്സാ. അക്കൗണ്ടിൽ പൈസ ഉണ്ടായ ഖനി ആവില്ല കേട്ടോ. ഖനി എന്നുള്ള വാക്ക് അതൊരു ഒരു ഡീപ്പർ ആയിട്ടുള്ള അറബിക് വാക്കാ. ഖനി ആവണമെങ്കിൽ അത് ധനമുള്ളവനല്ല. അവനോട് എന്താടാ എന്റെ വിശേഷം ചോദിച്ചാൽ അടിപൊളി കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് പോകുന്നു എന്ന് വളരെ ആത്മവിശ്വാസത്തിൽ പറയാൻ പറ്റുന്ന ആളായിരിക്കണം ഖനി. അതിനെ സന്തോഷമുള്ളൂ, റിച്ച്നെസ്സിന് സന്തോഷമല്ല. അക്കൗണ്ട് പൈസ ഉണ്ടായ സന്തോഷം ഉണ്ടാവില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാല് മൈൻഡ് സ്ട്രോങ് ആക്കാൻ ഒന്ന് രാവിലെ ഇത് പ്രാക്ടീസ് ചെയ്യാം, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ തന്നെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഈ വെറുപ്പ് വൈരാഗ്യം വിദ്വേഷം പ്രതികാരം ഇത് കൊണ്ട് നടന്നാൽ എവിടെ എത്തൂല ജീവിതത്തിൽ. ഇതൊക്കെ ഒന്ന് വിട്ട് കളഞ്ഞേ പറ്റുള്ളൂ. അന്നാന്ന് നമ്മളെ പറ്റിച്ചവർക്ക് അന്നാന്ന് മാപ്പ് കൊടുത്താളെ. അന്നാ നമ്മളെ പൈസ പറ്റിച്ചവരുണ്ടാവും, വാക്കുകൾ കൊണ്ട് ദ്രോഹിച്ചവരുണ്ടാവും, അമ്മായിമ്മ ചിലപ്പോൾ ഗുണ പറഞ്ഞിട്ടുണ്ടാവും, ഭാര്യ ചിലപ്പോൾ കിണി പറഞ്ഞിട്ടുണ്ടാവും, ഭർത്താവ് ചിലപ്പോൾ കണ പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ വിട്ടെടുത്താളെ. വൈകുന്നേരം ഉറങ്ങുന്നതിന് മുമ്പ് ശാന്തമായിട്ട് ഉറക്കം കിട്ടണമെങ്കിൽ അതൊക്കെ മാപ്പ് കൊടുത്താൽ. ഞാനിതൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ഈ സാധനങ്ങൾ റെഡി ആകുമ്പോഴേ നമ്മളെ കൊണ്ട് ഒരു നല്ല മനുഷ്യനായി നമ്മൾ ജീവിക്കുമ്പോഴേ നമ്മൾ എഴുതിയ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. അല്ലാതെ സമാധാനവും സന്തോഷവും ഇല്ലാത്ത ഒരുത്തനെ എന്ത് ഗോൾ എഴുതിയിട്ടും കാര്യമില്ല, അവൻ ഒന്നും അച്ചീവ് ചെയ്യില്ല. അപ്പൊ ബേസിക് എലമെന്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു വരുന്നു. ഫാമിലി അടിപൊളിയാക്കണം എന്ന് പറഞ്ഞു, ഗോൾ സെറ്റ് ചെയ്തോളി. 2 ഫ്രണ്ട്ഷിപ്പ് കൂട്ടണം എന്ന് പറഞ്ഞു, അതിനുവേണ്ടി സമയം കണ്ടെത്തണം എന്ന് പറഞ്ഞു. 3 സാമൂഹികമായിട്ട് എന്ത് ചെയ്യണം എന്നുള്ള ആസ്പെക്ട് എഴുതാൻ പറഞ്ഞു. 4-മത്തത് സ്പിരിച്വാലിറ്റി, അതല്ലെങ്കിൽ പഠിച്ചവനുമായിട്ടുള്ള ആ ഒരു മൈൻഡ് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് രാവിലെ എഴുന്നേറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുകയും വൈകുന്നേരം എല്ലാം പുറത്ത് ഉറങ്ങുകയും എല്ലാവർക്കും വിട്ടുവീഴ്ച കൊടുത്ത് ഉറങ്ങുകയും മെഡിറ്റേഷൻ ചെയ്യുകയും ചെയ്യുക എന്നുള്ള ഒരു മൈൻഡ് സ്ട്രെങ്ത്തിന്റെ എലമെന്റ്സ് ചെയ്യണം. ഇത്രയും ചെയ്താൽ അടുത്തത് ഹെൽത്താണ്. ഹെൽത്ത് വലിയ സ്വപ്നങ്ങളൊന്നും ഉണ്ടായിട്ട് കാര്യമല്ല. ഇപ്പൊ ഞാനിങ്ങനെ ഭയങ്കര ഡയലോഗ് നിങ്ങളോട് അടിക്കുകയാണ്, അങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം, അതാക്കണം, ഇത്ര കോടി ഉണ്ടാക്കണം, അത്ര കോടി ഉണ്ടാക്കണം എന്നൊക്കെ ഡയലോഗ് അടിച്ചെന്ന് വിചാരിക്കാം. അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്കൊരു ഹാർട്ട് അറ്റാക്ക് ആണ് വന്നാൽ ഞാനത് കടന്നിട്ട് പറയും, ഇനിയിപ്പോ ഒന്നും വേണ്ട, ആ പ്രോഗ്രാമും വേണ്ട, ഡീപ്പ് ഇമർഷനും വേണ്ട, ബിസിനസ് ഇമർഷനും വേണ്ട, ബിസിനസ് നെറ്റ്വർക്കിംഗ് ട്രിപ്പും വേണ്ട, ട്രാവൽ ആൻഡ് ഗ്രോയും വേണ്ട, എന്താണ് പറയാ, ഒരു സാധനം വേണ്ട, ഒന്നും വേണ്ട, എനിക്കിപ്പോ എങ്ങനെയെങ്കിലും ഒന്ന് ആരോഗ്യം സെറ്റായാൽ മതി. അതായത് മനുഷ്യന്റെ ആത്മവിശ്വാസം ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു സാധനമാണ് അസുഖം. നിങ്ങളിപ്പം ഒരു 100 പവറിൽ നിൽക്കുന്ന ആളായിരിക്കും, ആ 100 പവർ 0യിലേക്ക് എത്താൻ 1 മിനിറ്റ് മതി. അസുഖം വന്നാൽ മതി, ഒരു ഹാർട്ട് അറ്റാക്ക്, ഒരു സ്ട്രോക്ക് വന്നാൽ മതി. അസുഖങ്ങൾ വന്നതിന് ശേഷം എപ്പോഴെങ്കിലും ആത്മവിശ്വാസം പോയി ആ ഒരു അനുഭവം, അതായത് ആരോഗ്യത്തെക്കുറിച്ച് പുനർവിചിന്തനം ഉണ്ടായ ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് അനുഭവങ്ങൾ പങ്കുവെക്കണം. അതായത് നമ്മൾ ഭയങ്കര ഗോളിൽ പോവാണ്, അടിപൊളിയായിട്ട് പോവാണ്, പെട്ടെന്നൊരു അസുഖം വന്നിട്ട് പെട്ടെന്ന് ആത്മവിശ്വാസം അങ്ങോട്ട് വീഴും. ഞാനൊക്കെ അനുഭവിച്ചതാ. ഞാൻ ദെഹ്റാദൂണിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് ഭയങ്കര സ്വപ്ന ജീവിയായിരുന്നു. അന്ന് എനിക്ക് 26 വയസ്സൊക്കെ ഉള്ളൂ. ഞാൻ അവിടെ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനിൽ വർക്ക് ചെയ്യുന്ന സമയം. അപ്പോ അന്നൊക്കെ എൻ്റെ ലൈഫിനെ കുറിച്ച് എനിക്ക് ഭയങ്കര പ്ലാനിങ്ങുകളായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു ചോര ഛർദ്ദിക്കലും ഒരു പാങ്ക്രറ്റൈറ്റിസും ഒക്കെ വന്നിട്ട് ഞാൻ ഡൂൺ ഹോസ്പിറ്റലിൽ ഏകദേശം 2 മാസം അഡ്മിറ്റ് ആയിരുന്നു. അന്ന് എനിക്കറിയാം ഹെൽത്തിന്റെ വാല്യൂ. കാരണം എൻ്റെ എല്ലാ സ്വപ്നങ്ങളും, അതായത് എനിക്ക് ഒരുപാട് പ്ലാനുകൾ ഉണ്ടായിരുന്നു ജീവിതത്തിൽ, അതൊക്കെ വിട്ടിട്ട് നാട്ടിൽ വന്ന് കൂളായിട്ട് സെറ്റ് ആവാനുള്ള വളരെ ബേസിക് പ്ലാനിലേക്ക് ഞാൻ വന്നത് ആ ഒരു അസുഖത്തിലാണ്. പിന്നീട് എൻ്റെ ആത്മവിശ്വാസവും എൻ്റെ ഗോളും തിരിച്ചു പിടിക്കാൻ എനിക്ക് ഒരുപാട് വർഷങ്ങൾ എടുത്തു. അതായി പറഞ്ഞുകൊണ്ടിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു അസുഖം വന്ന് കടന്നാൽ നമ്മൾ കൊറോണ വന്നപ്പോൾ പല ആളുകൾക്കും പല തിരിച്ചറിവുകൾ ഉണ്ടായിരുന്നു. കറക്റ്റ്.
അപ്പൊ ചുരുക്കി പറഞ്ഞാല് നമ്മൾ നമ്മള് ആരോഗ്യത്തിന് ഒരു ഗോൾ സെറ്റ് ചെയ്യണം. അതായത് എൻ്റെ ഒരു ഫിറ്റ്നസ് ലെവൽ, ഹെൽത്ത് ലെവൽ, മെന്റൽ ഫിസിക്കൽ ഹെൽത്ത് ലെവല് ഞാൻ ഇത്ര ഒരു സാറ്റിസ്ഫാക്ടറി സ്കോറിൽ കൊണ്ട് നടക്കും. അതിന് ആക്ഷൻ പോയിന്റുകൾ എഴുതണം. എന്തൊക്കെയെന്ന് വെച്ചാൽ നിർബന്ധമായിട്ട് ചെയ്യേണ്ട സാധനം ഡെയിലി എക്സസൈസ് ആണ്. എന്തെങ്കിലും കാട്ടിയിട്ട് എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഒരു 10-30 മിനിറ്റ് ശരീരം ഒന്ന് അനങ്ങുന്ന കോലത്തിലേക്ക് മാറ്റാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം എടുക്കണം. അതല്ലാത്തവൻ ഒരു ഗോൾ അച്ചീവ് ആക്കാൻ കഴിയില്ല. വെറുതെ നമ്മൾ ഈ ഗോളൊക്കെ സെറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് എഴുതി ഭയങ്കര ഉഷാറാക്കി അവിടെ വെച്ചിട്ട് ആ സാധനം മടക്കി വെച്ച് സോഫയിൽ പോയി കടന്നുറങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? വല്ല കാര്യമുണ്ടോ? കൊറോണ വന്നപ്പോ പേടിച്ചു പോയില്ലേ? മരിക്കുന്നുള്ള പേടിയായി. പിന്നെ ജീവിതത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷയോ വലിയ പ്ലാനുകളോ ഒന്നും ഇല്ലാതായി പോയി. കറക്റ്റാണ്. അത് മൈൻഡ് സ്ട്രോങ് അല്ലാഞ്ഞിട്ടാ, ആരോഗ്യം സ്ട്രോങ് അല്ലാഞ്ഞിട്ടാ. കൊറോണ ഇപ്പൊ നിങ്ങൾക്കും വന്നു, ഞമ്മക്കും വന്നു. നമ്മളൊക്കെ വളരെ അന്ന് നിങ്ങൾ പേടിക്കണ്ട 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 എന്ന് പറഞ്ഞ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നതാണ്. അതായത് മൈൻഡ് സ്ട്രോങ് ആയാലേ നടക്കുള്ളൂ. ചുരുക്കി പറഞ്ഞാല് സാമ്പത്തിക ഗോളിലേക്ക് പോകുന്നതിന്റെ മുമ്പ് എഴുതി വെക്കേണ്ട ഒരു ഗോളാണ് ആരോഗ്യത്തിന്റെ ഗോള്. അതിലൊന്ന്, ആരോഗ്യത്തിന് 3 കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും പറയുന്നത്. വെരി ബേസിക് ഹെൽത്ത്, വെരി ബേസിക് ഹെൽത്ത്. ഒന്ന്, ഒരു 6 മണിക്കൂർ ഉറങ്ങണം. അതിൽ കോംപ്രമൈസ് ഇല്ല. 6 മണിക്കൂർ ഉറങ്ങണം. 2, ഭക്ഷണം സമയത്തിന് കഴിക്കുക. ഞാൻ അന്ന് ദേഹ്റാദൂന്ന് പഠിച്ച ഒരു പാഠതാണ്, സമയത്തിന് ഭക്ഷണം കഴിക്കും. എനിക്ക് സമയത്തിന് ഭക്ഷണം വന്നില്ല ഞാൻ ഭയങ്കര കച്ചറായിരിക്കും. സമയത്തിന് ഭക്ഷണം കഴിക്കണം. സമയത്തിന് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എഴുന്നേറ്റ് ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ കഴിക്കണം. പിന്നെ ലഞ്ച്, ഏർലി ഡിന്നർ, സമയത്തിന് ഭക്ഷണം കഴിക്കണം. അന്ന് 2007 അസുഖം വന്നതിന് ശേഷം ഇന്ന് വരെ ഭക്ഷണത്തിന്റെ സമയം ഞാൻ തെറ്റിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്ന് മുതൽ ഇന്ന് വരെ വേറെ ഒരു ആവശ്യത്തിന് ഹോസ്പിറ്റലിലും പോകേണ്ടി വന്നിട്ടില്ല, അൽഹംദുലില്ലാ. ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നിട്ടില്ല, അൽഹംദുലില്ലാ. ആ ഭക്ഷണം സമയത്തിന്, ഉറക്കം 6 മണിക്കൂർ, ഡെയിലി ഒരു 30 to 40 മിനിറ്റ്സ് വ്യായാമം ചെയ്യണം. എന്തെങ്കിലും വ്യായാമം, നീന്തുകയോ കളിക്കുകയോ നടക്കുകയോ ജിമ്മിൽ പോവുകയോ എന്തെങ്കിലും ചെയ്യും. പക്ഷെ ആരോഗ്യം ഫിറ്റ് ആയി കഴിഞ്ഞാലേ മൈൻഡ് ഫിറ്റ് ആവുള്ളൂ. അതല്ലെങ്കിൽ ബാക്കിയുള്ള എന്താ എഴുതിയേ? എന്റെ വൈഫിന് ആരോ ഒന്ന് കമന്റ് ഇട്ടിട്ടുണ്ട്, എനിക്ക് കാണാൻ പറ്റുന്നില്ല. കമന്റ് ഒന്നുകൂടി ഇട്ടാൽ മതി. കാണാത്ത കമന്റുകൾ ഒന്നുകൂടി ഇട്ടാൽ മതി. ചുരുക്കി പറഞ്ഞാല് നമ്മളിപ്പോ ഇതുവരെ സെറ്റ് ചെയ്തിട്ടുള്ളത്, പ്രയോറിറ്റൈസ് ചെയ്തിട്ടുള്ളത്, ഒന്ന് ഫാമിലിയെ കുറിച്ചാണ്, ഒന്ന് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ്, മറ്റൊന്ന് സാമൂഹിക ഗോളാണ്, മറ്റൊന്ന് നമ്മളുടെ എന്താ പറയാ പടച്ചവനുമായിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡും പ്രാർത്ഥനയും മാപ്പ് കൊടുക്കലും അങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ ഹെൽത്തുമായി ബന്ധപ്പെട്ട് ഉറക്കവും ഫുഡ് ഓൺ ടൈമും അതുപോലെ തന്നെ എന്താ പറയാ ഒരു ഡെയിലി വ്യായാമം ഹാബിറ്റും. ഇതൊക്കെ ഉള്ളവനെ വലുതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സാധാരണക്കാരനായി ജീവിച്ച് സാധാരണക്കാരനായി മരിച്ചു പോകണമെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. വെറും കച്ചവടത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ വെറും ജോലിയിൽ മാത്രം ഫോക്കസ് ചെയ്ത് ചെറിയ എന്തെങ്കിലും ശമ്പളം വാങ്ങി വല്ല ആരും അറിയാതെ അങ്ങോട്ട് മരിച്ചു പോയാൽ മതി. ഒരു ലോകത്ത് മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു ഇംപ്രിന്റ് ഉണ്ടാക്കണം, ഒരു അടയാളം ഉണ്ടാക്കണം. പോളിയായിട്ട് ഞാൻ ജീവിച്ചു എന്ന് നമുക്ക് തന്നെ തോന്നണം, ജീവിതം ആഘോഷിച്ചു എന്ന് തോന്നണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഫാമിലി അടിപൊളിയായിരിക്കണം, ഫ്രണ്ട്സ് അടിപൊളിയായിരിക്കണം, പടച്ചവനായിട്ടുള്ള റിലേഷൻഷിപ്പ് അടിപൊളിയായിരിക്കും, സാമൂഹികമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഗോളുകൾ വേണം, നല്ല ലൈഫ് സ്റ്റൈൽ വേണം. ഞാൻ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ, ഉറക്കവും ഭക്ഷണവും വ്യായാമമുള്ള നല്ല ലൈഫ് സ്റ്റൈൽ വേണം. അങ്ങനെയൊക്കെയുള്ള ആളുകളെ വലിയ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയുള്ളൂ. അല്ലാത്തവന് ചെറിയ ആളായി ജീവിച്ച് ചെറിയ ആളായി മരിച്ചു പോകും. അവനെ കൊണ്ട് സമൂഹത്തിന് വലിയ ഉപകാരം ഉണ്ടാവില്ല. അവന്റെ കുടുംബം ഉഷാറായി നടന്നിട്ടുണ്ടാവും, സമൂഹത്തിന് അവനെ കൊണ്ട് ഉപകാരം ഉണ്ടാവില്ല. നമ്മളൊക്കെ ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളൊക്കെ ഇപ്പൊ വന്നത് നിങ്ങളെ കുടുംബം പോറ്റാനോ അല്ല കുട്ടികളെ പോറ്റാനോ അല്ലല്ലോ, സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, വലിയ ലക്ഷ്യങ്ങൾ നേടണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം മനസ്സിലുള്ളവരൊന്ന് യെസ് അടിച്ചേ. സമൂഹത്തിന് വേണ്ടി എന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണം എന്ന് ആത്മാർത്ഥമായി മനസ്സിൽ നന്മയുള്ളവർ, അങ്ങനെ അതില്ല. അല്ലേ? അതല്ലാതെ ഇപ്പം അതാണ് ആഗ്രഹമുണ്ട്. അതെ, ആഗ്രഹം ഉണ്ടാവണം. ആ ആഗ്രഹമുള്ളവരെ ഇങ്ങനെ ഒരു ഗോൾ സെറ്റിങ്ങിലേക്കോ അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു വലിയ വളർച്ചയിലേക്കോ വരുള്ളൂ. അതല്ലാത്ത ഒരാൾക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അയാൾക്ക് നോർമൽ ലൈഫ് ജീവിച്ചു പോയാൽ മതി. അപ്പൊ എല്ലാവരും ആദ്യമായിട്ട് തന്നെ നമ്മുടെ ഈ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ പടച്ചവൻ പൂർത്തീകരിച്ചു വരും. അത് ഈ വർഷം നമ്മൾ എഴുതി വെക്കണം. ഈ വർഷം തന്നെ അത് പൂർത്തീകരിച്ചു വരും. ഈ വർഷം നമ്മളാൽ കഴിയുമെന്ന് തോന്നുന്ന അല്ലെങ്കിൽ കഴിയുമെന്ന് തോന്നുന്നതിന് കുറച്ചും കൂടി വലിയൊരു ലക്ഷ്യമായിട്ട് നമ്മൾ അതിനെ എഴുതണം. ഇനി അടുത്തത് സാമ്പത്തിക ലക്ഷ്യങ്ങളാണ്. അത് ബിസിനസ് ആവാം, ജോലി ആവാം. അതായത് ഈ വർഷം പേഴ്സണൽ വെൽത്ത് അതായത് പേഴ്സണൽ വെൽത്ത് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഉദാഹരണം, ഒരാള് ഇപ്പൊ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ 2 കോടി രൂപയുണ്ട്, ഒരു ഉദാഹരണമാണ്. അപ്പൊ അയാൾ പറയാണ്, ഈ വർഷം അവസാനം ആകുമ്പോഴേക്ക് എനിക്ക് എൻ്റെ പേഴ്സണൽ വെൽത്ത്, എൻ്റെ ഇൻവെസ്റ്റ്മെന്റുകൾ അടക്കം എനിക്കൊരു 10 കോടിയാക്കി മാറ്റണം.
അങ്ങനെയാണെങ്കിൽ അയാൾ 100 കോടി കച്ചവടം ചെയ്യേണ്ടി വരും. അയാൾ ചിലപ്പോൾ ഇപ്പോൾ 50-60 കോടി കച്ചവടം ചെയ്യുന്നുണ്ടാവുള്ളൂ. അയാൾ അത് മാറ്റിയിട്ട് 100 കോടി കച്ചവടത്തിലേക്ക് മാറിയാലേ അയാൾക്ക് 10 കോടി രൂപ മാറ്റി വെക്കാൻ ഉണ്ടാവുള്ളൂ. ഇപ്പൊ പേഴ്സണൽ വെൽത്ത്, ഇപ്പൊ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ എനിക്ക് ഈ വർഷം ഒരു 10 ലക്ഷം രൂപ സേവ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ 20 ലക്ഷം രൂപ സേവ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ 30 ലക്ഷം രൂപ സേവ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്റെ കമ്പനിയുടെ കച്ചവടം ഇപ്പൊ 100 കോടിയാണ്, അത് ഒരു 150 കോടിയാക്കണം, അല്ലെങ്കിൽ ഡബിൾ 200 കോടിയാക്കണം. ഈ 100 ഇപ്പം ഒരു ഉദാഹരണം, ഇപ്പൊ കഴിഞ്ഞ വർഷം ഞാൻ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ റോയൽ മാർട്ടിന്റെ ഒക്കെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം 299, 300 കോടി ഉള്ളത് 450 കോടി. അപ്പൊ 150 കോടി രൂപ കൂടി, അതായത് ഏകദേശം 33% അഡീഷണൽ. 33% അഡീഷണൽ. അതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഗ്രോത്ത് ആണ്. 25%, 30%, 33% ഒക്കെ ആർക്കും പ്ലാൻ ചെയ്യാം. 300 ഉള്ളത് 450 ആക്കാം, 300 ഉള്ളത് 500 ആക്കാം, 100 ഉള്ളത് 150 ആക്കാം. ചില സമയത്ത് ചെറുതൊക്കെ ആണെങ്കിൽ 100 ഉള്ളത് 200 ആക്കാൻ വലിയ പണി ഉണ്ടാവില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ബിസിനസിനെ കുറിച്ച് ഒരു അറ്റ്ലീസ്റ്റ് ഡബിളെങ്കിലും എഴുതും. ഇപ്പൊ ഒരു ഉദാഹരണം, ഞാൻ ഇന്നാളത്തെ വീഡിയോയിൽ എന്റെ ഫ്രണ്ട് അൻസാറിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അൻസാർ അക്കൗണ്ടന്റ് ആയി, പിന്നീട് സെയിൽസിലേക്ക് കടന്നു, പിന്നീട് അവൻ സ്വന്തമായിട്ട് കമ്പനി തുടങ്ങി. കഴിഞ്ഞ വർഷമല്ല, അതിന്റെ മുമ്പത്തെ വർഷം 3 മില്യൺ കച്ചവടം ചെയ്തു. അത് 3 മില്യൺ എന്നുള്ള 6 മില്യൺ എന്നല്ല കഴിഞ്ഞ വർഷം ഗോൾ ചെയ്ത്. ഞാൻ എക്സാമ്പിൾ പറയാൻ കാരണം, കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇരുന്ന് എഴുതിയപ്പോൾ ഞങ്ങൾ ഗോൾ ചെയ്തത് 10 മില്യൺ ആണ്. അൽഹംദുലില്ലാഹ് അത് ഈ വർഷം അച്ചീവ് ചെയ്തിട്ടുണ്ട്, 10 മില്യൺ. അപ്പൊ ഇനി ഈ വർഷം അത് 20 മില്യൺ ആക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ എഴുതിയത് നടക്കും മക്കളെ, എഴുതിയത് നടക്കും. അഷ്റഫ് ഒന്ന് കൂട്ടി എഴുതിക്കോളി, ഒന്ന് കൂട്ടി എഴുതിക്കോളി. നാസർക്കാ ഒന്ന് കൂട്ടിപ്പിടിച്ചോളി. അലിബായ് കൂട്ടിപ്പിടി. അതായത് ആ ലക്ഷ്യത്തിന്റെ അല്ലെങ്കിൽ കോടികളുടെ എമൗണ്ട്. ഇപ്പൊ വേറൊരു കമ്പനി നമ്മൾ എടുക്കുകയാണെങ്കിൽ, റിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കമ്പനി എടുക്കുകയാണെങ്കിൽ, ഒരുപാട് എഫേർട്ട് ഒന്നും ഇട്ടിട്ടില്ലെങ്കിലും ഒരു 20 കോടിയുടെ കച്ചവടം ചെയ്യുന്ന കമ്പനി ജസ്റ്റ് 100 കോടി ആക്കണം എന്ന് എഴുതി വെച്ചതിന്റെ കാരണത്താൽ മാത്രം 110 കോടി ആയിട്ടുണ്ട്. എഴുതി വെക്കുക. കാരണം പിന്നെ നമ്മളുടെ ബ്രെയിൻ അതിനനുസരിച്ച് ഇങ്ങനെ വർക്ക് ചെയ്യുക. അതിലേക്കാണ് ഞാൻ വരുന്നത്, ലോ ഓഫ് അട്രാക്ഷനിലേക്ക് ഞാൻ വരാം. അപ്പോ നിങ്ങളിപ്പോ എന്ത് ശമ്പളം വാങ്ങുന്നു, എന്ത് സേവ് ചെയ്യുന്നു, എത്ര കച്ചവടം ചെയ്യുന്നു, എത്ര പേഴ്സണൽ വെൽത്ത് ഉണ്ട് എനിക്കറിയില്ല. അവനവൻ്റെതാണല്ലോ. ഒന്ന് എഴുതി നോക്കി. ഇപ്പം ഒരു ഉദാഹരണത്തിന് എന്റെ ട്രെയിനിങ് കമ്പനി കഴിഞ്ഞ വർഷം 3 കോടിയുടെ ലാഭമാണ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അത് ഈ വർഷം ഞാൻ തീർച്ചയായും 3 എന്നുള്ളത് 10 കോടി എന്ന് എഴുതണം. 10 കോടി എന്ന് എഴുതണം. വളരെ ഈസി ആയിരിക്കും. 3 കോടി ഉള്ളവന് 10 കോടിയാക്കാൻ ഒരു പണിയില്ല. അപ്പൊ അവനവന്റെ, ഇപ്പൊ ഒരു ഉദാഹരണം, ശമ്പളം വാങ്ങുന്ന ആളാണെങ്കിൽ അവൻ കാണേണ്ടത് ഈ വർഷം ഞാൻ ഇത്ര സേവിങ് ചെയ്യണം, 1. 2, അടുത്ത വർഷം എനിക്ക് ഇത്ര ഇൻകം ഉണ്ടാകുന്ന രീതിയിൽ ഞാൻ പഠിക്കണം, വളരണം. ജോലി ചെയ്യുന്നവൻ പഠിക്കണം, വളരണമല്ലോ. അപ്പോഴല്ല അവന്റെ ആ ഒരു വെർത്ത് കൂടുള്ളൂ. ഏറ്റവും ഞാനൊരു വെൽത്തുമായി ബന്ധപ്പെട്ട് ബിസിനസ്സുകാരോടാണെങ്കിലും ജോലി ചെയ്യുന്നവരോടാണെങ്കിലും ഞാൻ ഒരൊറ്റ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു മനുഷ്യന് വളരാൻ പറ്റിയ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് സെൽഫ് ഇൻവെസ്റ്റ്മെന്റ്. ഞാൻ എപ്പോഴും, എനിക്ക് പലപ്പോഴും അൻസാറിന്റെ എക്സാമ്പിൾ പറയാൻ എപ്പോഴും ഇഷ്ടപ്പെടാറ്, അതൊരു ടിപ്പിക്കൽ സാധാരണക്കാരന്റെ എക്സാമ്പിളാണ്. കാരണം ഒരു 3000 ദിർഹംസ് ശമ്പളം വാങ്ങുന്ന ഒരാള് അന്ന് അവന് ശരിക്ക് മൂന്നാറിലെ ഡീപ്പ് ഇമേഴ്ഷന് പങ്കെടുക്കാനുള്ള പൈസ അവന്റെ കയ്യിൽ മുഴുവനില്ല. കാരണം അവന്റെ ചെലവ് കഴിഞ്ഞിട്ട് അത്രയും വരില്ല. പക്ഷെ അപ്പോഴും അവൻ തീരുമാനിക്കുകയാണ്. ഞാൻ വേറൊരു ഉദാഹരണം കൂടി പറഞ്ഞത് ഇത് കഴിഞ്ഞിട്ട്, ഈ സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. അപ്പൊ അവന് പിന്നെ ഈ ഫീസ് അടക്കാൻ ഇല്ലാഞ്ഞിട്ടും അവനത് കടം വാങ്ങി അഡ്ജസ്റ്റ് ചെയ്ത് വന്നിട്ട് അവൻ പ്ലാൻ ചെയ്യുന്നത് എനിക്ക് എങ്ങനെ എന്റെ കമ്പനി തുടങ്ങാം എന്നുള്ള ഒരു കോൺക്രീറ്റ് വിഷൻ പ്ലാനുമായിട്ടാണ് അവൻ തിരിച്ചു പോകുന്നത്. ആ പ്രോഗ്രാം കഴിഞ്ഞ് ഇപ്പൊ കറക്റ്റ് 3ാമത്തെ വർഷമാണ്. ഈ 3ാമത്തെ വർഷമായപ്പോഴേക്ക് ഈ 3000 ദിർഹം ശമ്പളം വാങ്ങുന്ന ആള് 60 കോടിയുടെ കച്ചവടം ചെയ്യുന്നു. അതൊരു ഇപ്പൊ ആളുകൾ പറയും ഞാൻ പാവാണേ, ഞാൻ സാലറിക്കാരനാണേ എന്ന് പറയുന്നവനോടുള്ള ഉത്തരവാണിത്. ഒരു മനുഷ്യൻ പഠിക്കാനും വളരാനും കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും. വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം. ജോർജിയയില് നമ്മുടെ ഷെരീഫ് എന്ന് പറയുന്ന ഒരാള് എന്നെ ഒരിക്കൽ വിളിച്ചിരുന്നു, ജോർജിയയിലെ പ്രോഗ്രാമിന്റെ സമയത്ത്, നമ്മുടെ ഒരു ബിസിനസ് കോച്ചിങ് ക്യാമ്പിന്റെ സമയത്ത്. അപ്പൊ അന്ന് അദ്ദേഹം പറഞ്ഞു, എനിക്ക് 1 ലക്ഷം കടമുണ്ട്. ഇപ്പൊ ഈ പ്രോഗ്രാമും കൂടി അറ്റൻഡ് ചെയ്ത അത് ഏകദേശം 1,10,000 രൂപയാകും. എന്നാലും ഞാൻ വരും, ഞാൻ എവിടെന്നെങ്കിലും കടം വാങ്ങിയിട്ട് വരും. അവന് വാച്ചിന്റെ ബിസിനസ് ആയിരുന്നു റിയാദില്. പിന്നീട് പ്രോഗ്രാം കഴിഞ്ഞപ്പം ആ ഗ്രൂപ്പിലുള്ള ആരൊക്കെ ഇവിടെ ഉണ്ട്, അഷ്റഫ് ഭായ്, നമ്മളെ ഷെരീഫ്. അപ്പൊ അവന് അതായത് ആ 2 വർഷത്തിന് ശേഷം, അതായത് 2021 ആദ്യമായിട്ട് ജോർജിയയിൽ വരുന്നത്. ആ വർഷത്തിന് ശേഷം ഈ 2023 ജൂലൈയിൽ അന്ന് 1,10,000 ദിർഹംസ് കടമുള്ള ആള് നമ്മളടുത്ത് വന്നത്. 2ാമത്തെ പ്രാവശ്യം അത് വിറ്റ്നസ് ആണ് നമ്മൾ അഷ്റഫ് ഭായ്, അലൂബ് ഗ്രൂപ്പിന്റെ അദ്ദേഹത്തിന്റെ ബാച്ചിൽ വീണ്ടും വന്നിരുന്നു. അന്ന് അയാൾ വന്നത്
25 കോടി രൂപയുടെ കച്ചവടം ചെയ്ത ബാലൻസ് ഷീറ്റുമായിട്ടാണ്. അതെന്തിനാണ് അജി പിന്നെ വന്നു വെച്ചപ്പോൾ, ഒന്ന്, എനിക്ക് സാറിനൊന്ന് കാണണം. രണ്ട്, ഞാൻ എൻ്റെ പാർട്ട്ണറെയും കൊണ്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ രണ്ടാളും കൂടി ഈ വർഷം 100 കോടിയുടെ കച്ചവടം ചെയ്തിട്ട് ഇനി തിരിച്ചു വരുള്ളൂ. അല്ലെങ്കിൽ ഈ വർഷം നടന്നില്ലെങ്കിൽ അടുത്ത വർഷം, ഈ വർഷം നടന്നിട്ടില്ലെങ്കിൽ അടുത്ത വർഷം. ഇത് നടത്തിയിട്ട് ഞാൻ ഇനി അടുത്ത പ്രോഗ്രാമിന് വരുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഒരു സാധാരണക്കാരൻ അയാൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റിലാണ്. അത് നിങ്ങൾ പല രീതിയിലുള്ള ലേണിങ്ങുകൾ ചെയ്യണം. ഇപ്പം ഒരാള്, ഞാൻ നാളെ ഒരു കഥ പറഞ്ഞിരുന്നല്ലോ, എന്തായാലും പറയാം, ഒരു അക്കൗണ്ടന്റ് CMA എടുത്താൽ അവന് വരുന്നത്, അക്കൗണ്ടന്റിന് 3000 ദിറംസ് ആയിരിക്കും സാലറി, CMAക്ക് ഒരു പക്ഷേ 15000 ദിറംസ് ആയിരിക്കും ശമ്പളം. അതല്ലെങ്കിൽ ഒരു ഡിഗ്രിക്കാരന് വേറെ ശമ്പളമായിരിക്കും. ഒരു PMP, പ്രൊജക്ട് മാനേജ്മെന്റ് പ്രൊഫഷണൽ ക്രെഡൻഷ്യൽ ഉള്ള ആൾക്ക്, ഒരു ഉദാഹരണം, സാധാരണ ഒരു എഞ്ചിനീയർ ആണെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർക്ക് ചിലപ്പോൾ ശമ്പളം 5000 ആയിരിക്കും. പക്ഷേ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ വിത്ത് PMP, പ്രൊജക്ട് മാനേജ്മെന്റ് പ്രൊഫഷണൽ ക്രെഡൻഷ്യൽ ഉള്ള ആൾക്ക് ഏകദേശം എനിക്കറിയാം 28,000 ശമ്പളമുള്ള മാനേജർ, ഒരു എഞ്ചിനീയറെ എനിക്കറിയാം. അതായത് ഒറ്റ മാറ്റം, സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്, സെൽഫ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ പഠിക്കാനും വളരാനും സമയം കണ്ടെത്തണം, പഠിക്കാനും വളരാനും സമയം കണ്ടെത്തണം. ഈ ഒരു വർഷത്തിൽ ഒരു 25-30% ഒരു ബിസിനസ്സുകാരൻ നിർബന്ധമായിട്ടും വളരണം. അതായത് 25-30% എന്ന് പറഞ്ഞാൽ 400 കോടി കച്ചവടമുള്ളവൻ ചുരുങ്ങിയത് അത് 600 കോടി ആവണം. 500 കോടി കച്ചവടമുള്ളവൻ അത് 750 കോടി ആവണം. ഒരു വർഷത്തിൽ വളരണം. അതിന് നോർമൽ വളർച്ച പോരാ, സ്ട്രാറ്റജിക് വളർച്ച വേണം. ചിക്കിങ്ങിന് ലോകത്ത് എത്ര ബ്രാഞ്ച് ഉണ്ടെന്ന് അറിയാം? ചിക്കിങ് സിമ്പിൾ, നമ്മളെ നാട്ടിലെ നാടൻ എക്സാമ്പിൾ ചോദിച്ചതാ. എത്ര ബ്രാഞ്ച് ഉണ്ട് ലോകത്ത്? ഒന്ന് ടൈപ്പ് ചെയ്. ചിക്കിങ്ങിന് ലോകത്ത് എത്ര ബ്രാഞ്ച് ഉണ്ട്? ഒരു ഐഡിയ ഇല്ല? 200+, കറക്റ്റ്. അതായത് ഏകദേശം എൻ്റെ കഴിഞ്ഞ ന്യൂസിൽ ഞാൻ വായിച്ചത് 234 സംതിങ് ആണ്. അപ്പൊ അതിലും കൂടിയിട്ടുണ്ടാവും ഇപ്പം. അതായത് ഒരു സാധാരണക്കാരൻ, വളരെ സാധാരണക്കാരൻ, അയാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് ഒരു നല്ല ബ്രോസ്റ്റഡ് എങ്ങനെ ഉണ്ടാക്കാം, ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് അത് പഠിച്ചു. അതൊരു ലേണിംഗ് ആണല്ലോ. ഒരു ബ്രോസ്റ്റ് കട എങ്ങനെ ഭംഗിയായി നടത്താം, അടുത്ത ലേണിംഗ്. രണ്ട്, അയാൾ ചിലപ്പം ഏതെങ്കിലും നല്ല ട്രെയിനർ അടുത്ത് പോയിട്ട് എങ്ങനെയാണ് ഒരു ബിസിനസ് വലുതാക്കുന്നത്, 10 ബ്രാഞ്ച് എങ്ങനെ തുടങ്ങാം. മറ്റത് ഒരു ബ്രാൻഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതായത് ചിക്കിങ് എന്നുള്ള ലോഗോ ഉണ്ടാക്കി ആ ലോഗോയെ രജിസ്റ്റർ ചെയ്ത് അതേ ലോഗോയിലോട്ട് എല്ലാ 10 ഷോപ്പുകളും മാറ്റി ഒരു എക്സിസ്റ്റൻസ് ഉള്ള അടിപൊളി ബ്രാൻഡിങ് മാർക്കറ്റിംഗ് എലമെന്റ് ചെയ്ത് ആ ബ്രാൻഡിനെ ട്രേഡ് മാർക്ക് ചെയ്ത് അതിനെ എങ്ങനെ പ്രൊഫഷണൽ ബ്രാൻഡിങ് ചെയ്യാം എന്ന് പഠിച്ച് അയാൾ പോയിട്ട് ഒരു ട്രെയിനറുടെ അടുത്ത് പോയിട്ട്. സ്റ്റെപ്പ് നമ്പർ 2. രണ്ടാമത്തത്, എങ്ങനെയാണ് ഒരു ബിസിനസ്സിനെ സ്കെയിലപ്പ് ചെയ്യുന്നത്, ഫ്രാഞ്ചൈസി മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെ എങ്ങനെയാണ് സെറ്റപ്പ് ആക്കുന്നത് എന്ന് പഠിച്ച്. അങ്ങനെയുള്ള, എന്നിട്ട് ഒരു ടീം എങ്ങനെയാണ് സെറ്റപ്പ് ആക്കുന്നത്, എങ്ങനെയാണ് ഒരു പ്രോസസ് ഓട്ടോമൈസ് ചെയ്യുന്നത് എന്ന് അയാൾ പഠിച്ച് അതൊക്കെ പഠനമാണ്, അതൊക്കെ വിദ്യാഭ്യാസമാണ്. ഓരോ സ്ഥലത്ത് പോയിട്ട് ഓരോ ട്രെയിനിങ്ങിന് പോയിട്ട് പഠിക്കുന്നതാണ്. അത് പഠിച്ചിട്ട് പിന്നീട് ചെയ്തത് ഇവിടുത്തെ ചിക്കിങ്ങും അവിടുത്തെ ചിക്കിങ്ങും ഒരേ ടേസ്റ്റില്, ഒരേ ബ്രാൻഡില്, ഓരോ ലോഗോയില്, ഓരോ ഇൻഫ്രാസ്ട്രക്ചറിൽ ലോകത്ത് മൊത്തം 230 ബ്രാഞ്ച് മറ്റുള്ളവരുടെ ഇൻവെസ്റ്റേഴ്സിന്റെ പൈസ കൊണ്ട് ഫ്രാഞ്ചൈസി മോഡലിൽ എങ്ങനെ തുടക്കാമെന്നുള്ള വിദ്യാഭ്യാസത്തിനാണ് വില. അല്ലാതെ ചിക്കിങ്ങിൽ കോഴി വിറ്റിട്ട് നമുക്ക് 230 ബ്രാഞ്ചുകൾ ഉണ്ടാക്കാൻ പറ്റൂല. സ്പെൻഡ് ടൈം ഓൺ ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ്. ഒരു ഗോൾ എഴുതിക്കോളി. പഠിക്കാൻ വേണ്ടി എത്ര ദിവസം, എത്ര സമയം, എന്ത് പഠിക്കും, ലക്ഷ്യത്തിനനുസരിച്ച് പഠിക്കാം. വെറുതെ എന്തെങ്കിലും പഠിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ ഈ എൻ്റെ അടുത്ത് ഇന്റർവ്യൂവിന് ഒരാൾ പറഞ്ഞു, എന്താണത് പഠിച്ചത്? ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, അതിനുശേഷം പിന്നെ MTech എടുത്തു, പിന്നെന്ത് ചെയ്തു, ഞാൻ MA സൈക്കോളജി പഠിച്ചു, പിന്നെന്ത് ചെയ്തു, ഞാൻ പിന്നെ സോഷ്യോളജി പഠിച്ചു, പിന്നെന്ത് ചെയ്തു, ഞാൻ എന്താ പറയാ MSW പഠിച്ചു, പിന്നെന്ത് ചെയ്തു, ഞാൻ NLP പഠിച്ചു, പിന്നെന്ത് ചെയ്തു, ഞാൻ പിന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് പഠിച്ചു. എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്, ഒരു ഉപകാരമില്ലാത്ത. എത്ര റുപ്യ ശമ്പളമാണ്? 15,000 രൂപ മതി. 15,000 ഇന്ത്യൻ റുപ്പീസ് സാലറി കൊടുത്ത ഈ ആളെ കിട്ടുപോലും. ചുരുക്കി പറഞ്ഞാൽ എന്തെങ്കിലും പഠിച്ചിട്ട് കാര്യമില്ല. അവനവന്റെ ലക്ഷ്യബോധത്തിലേക്ക് ഉതകുന്ന വിദ്യാഭ്യാസം വേണം. അപ്പോൾ ഗോളുകൾ സെറ്റ് ചെയ്യുമ്പോൾ ഒരു ഗോള് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് പഠിക്കാനും ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്. ഏറ്റവും വലിയ, അതായത് നിങ്ങളുടെ വെർത്ത്, അതായത് 1 മണിക്കൂർ എനിക്ക് നിങ്ങളെ വന്ന് മീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു വില 1 കോടി രൂപയാണെങ്കിൽ ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റിന് മാത്രമേ ആ 1 മണിക്കൂറിന്റെ വില 10 കോടിക്ക് ആക്കാൻ പറ്റുള്ളൂ. ഒരു മനുഷ്യന് ഓരോ വില ഉണ്ടല്ലോ. ഇപ്പൊ അലിബായി നമ്മുടെ കാണുന്നു, ഡ്യൂമാക്സ് അല്ലെ, ഡ്യൂമാക്സ് ദുബായ്, ഡ്യൂമാക്സ് ഗാർമെന്റ്സ്.
അലിബായിയെ വന്ന് കാണണമെങ്കിൽ അലിബായിക്ക് ഒരു വില ഉണ്ടാവും. ചിലപ്പോൾ 1,00,000 വിലയായിരിക്കും, ചിലപ്പോൾ കോടിയുടെ വിലയായിരിക്കും. ആ 10 കോടി അല്ലെങ്കിൽ 1 കോടിയെ 10 ഇരട്ടി അല്ലെങ്കിൽ 20 ഇരട്ടി വില മാറ്റാനുള്ള ഒരേ ഒരു ഐഡിയ ഉള്ളൂ. അയാളെ ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. പഠിക്കുക വളരാ. ആ വെർത്ത് കൂട്ടാൻ അങ്ങനെ ഉണ്ടല്ലോ, ഓരോ മനുഷ്യനും ഓരോ വില ഉണ്ടല്ലോ. ആ വില കൂട്ടാനാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ടത്. അപ്പൊ പഠിച്ചുകൊണ്ടേ ഇരിക്കണം, ആവശ്യമുള്ളതേ പഠിക്കാവൂ. ഇപ്പൊ ഒരു ഉദാഹരണം, ഒരാള് ഗോൾ സെറ്റ് ചെയ്താണ്, ഈ വർഷം എനിക്ക് 30 ലക്ഷം രൂപ സേവിങ് ഉണ്ടാക്കണം. അപ്പൊ ഓൻ പോയിട്ട് കുറച്ചൊക്കെ മ്യൂച്വൽ ഫണ്ട് പഠിക്കും, കുറച്ചൊക്കെ ഷെയർ മാർക്കറ്റ് പഠിക്കും, കുറച്ചൊക്കെ ഇൻവെസ്റ്റ്മെന്റുകൾ പഠിക്കും, കുറച്ചൊക്കെ അങ്ങനെ പല പല സാധനങ്ങളും പഠിക്കും. എങ്ങനെ സേവ് ചെയ്യാമെന്ന് പഠിക്കും, എങ്ങനെ പാസീവ് ഇൻകം ഉണ്ടാക്കാമെന്ന് പഠിക്കും. അവന്റെ പ്രൊഫഷനിൽ തന്നെ സാലറി എങ്ങനെ കൂട്ടാം, അതിനനുസരിച്ചുള്ള എന്ത് ക്രെഡൻഷ്യലുകൾ പഠിക്കാമെന്ന് തോന്നും. അങ്ങനെ അങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു വഴി അങ്ങോട്ട് കാണാം. അതിനാണ് സ്ട്രാറ്റജി എന്ന് പറയാം. സ്ട്രാറ്റജി തലച്ചോറ് തരും, നിങ്ങൾ ആരും ഉണ്ടാക്കണ്ട. ഗോൾ ആദ്യം സെറ്റ് ചെയ്യും. അവനവന്റെ ലക്ഷ്യബോധം അവനവൻ സെറ്റ് ചെയ്യും. ഓരോരുത്തർ വേറെ വേറെ സ്ഥിതിയിലായതുകൊണ്ടാണ് ഞാൻ വേറെ വേറെ നമ്പർ പറയുന്നത്. 30 ലക്ഷം വേണ്ടിയവനുണ്ട്, 30 കോടി വേണ്ടിയവനുണ്ട്, 300 കോടി വേണ്ടിയവനുണ്ട്, 3000 കോടി വേണ്ടിയവനുണ്ട്. അത് എത്രയാണെങ്കിലും നിങ്ങൾ ഇപ്പൊ ഉള്ളതിന്റെ ഒരു 10 ഇരട്ടി നിങ്ങൾ സെറ്റ് ചെയ്യും. വെറുതെ എഴുതി വെക്ക്. ഇപ്പൊ നിങ്ങളുള്ള സാമ്പത്തിക സ്ഥിതിന്റെ ഒരു 10 ഇരട്ടി നിങ്ങൾ സെറ്റ് ചെയ്യും. എടാ വെറുതെ ഇതല്ലേ, പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. അപ്പൊ അതിന് ധൈര്യമായിട്ട് എഴുതിക്കോളി. ഇപ്പൊ ഉള്ള സാമ്പത്തിക സ്ഥിതിന്റെ ഒരു 10 ഇരട്ടി വെറുതെ ഇത് കണ്ടോ. അത് എഴുതാൻ പോലും നമ്മളെ തലച്ചോറിന് വലുപ്പല്ല. ആനന്റെ ചങ്ങല നമ്മളെ തല. ആനന്റെ കാലുമേൽ ചങ്ങലിട്ടണല്ലോ. ആനനോട് പറഞ്ഞ എന്താ അനങ്ങരുത് എന്നാ. ചെറുപ്പം മുതലേ കുട്ടിയായപ്പോഴേ ഈ ചങ്ങല ഇങ്ങനെ കെട്ടിയിട്ട് അനങ്ങരുത് എന്ന് പറഞ്ഞേക്കാണ്. അതുകൊണ്ട് ആന എങ്ങോട്ടും പോകില്ല. പക്ഷെ ആനക്ക് സത്യത്തിൽ നടന്നാൽ ആ കുറ്റിയും പറിച്ച് ആനക്ക് പോകാം, പക്ഷെ ആന പോകില്ല. അതേമാതിരി നമ്മളെ തലച്ചോറ് 10 ഇരട്ടിയോ നടക്കൂല. ആദ്യം നമ്മളാണ് തീരുമാനിച്ചു, നടക്കൂല. എടാ 1 ലക്ഷം ദിർഹംസ് കടമുള്ളവന് 2 വർഷം കൊണ്ട് 25 കോടി കച്ചവടം ചെയ്തേക്കണ്. 3000 ദിർഹംസ് ശമ്പളം വാങ്ങുന്നവന് 2 വർഷം കൊണ്ട് 60 കോടിന്റെ കച്ചവടം ചെയ്തിട്ടുണ്ട്. പറ്റും. എഴുത്. ഇപ്പോഴുള്ള സാമ്പത്തിക സ്ഥിതിന്റെ ഒരു 10 ഇരട്ടി സാമ്പത്തിക സ്ഥിതി ആഡ് ചെയ്യും. അത് എത്രയാണെങ്കിലും ബാക്കി സ്ട്രാറ്റജി ഉണ്ടാവും. അത് നിങ്ങളെ തലച്ചോറിലേക്ക് വരും. അടുത്ത വർഷം ഞാനും നിങ്ങളും ഇവിടെ ഉണ്ടാവുമല്ലോ. ഇനിയിപ്പോ അത് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ആരും നിങ്ങളെ തല്ലും കൊല്ലൊന്നുമില്ല. എഴുതി വെക്ക്. ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിന്റെ 10 ഇരട്ടി നമ്മുടെ ഒരു വിജയത്തിന്റെ, അതല്ലെങ്കിൽ നമ്മുടെ ഒരു വിജയത്തിന്റെ ഹൈറ്റിന്റെ വലിപ്പം എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ സ്വപ്നം കാണാനുള്ള കഴിവിന്റെ വലിപ്പമാണ്. ടു മേക്ക് ബിസിനസ് ടു 60 crore കറണ്ട് വിത്ത് 25% പ്രോഫിറ്റ്. നല്ല മനുഷ്യൻ സുബിൻ അഹമ്മദ്. അങ്ങനെ 25 കോടി 60 കോടി ആക്കണം. 60 കോടി, അതായത് 60 കോടി 25 കോടി പ്രോഫിറ്റ് വേണം. അതായത് ഏകദേശം 40% NP വരണം. ഓക്കെ, 40% NP വരണമെങ്കിൽ നല്ലൊരു മാനുഫാക്ചറിങ് സെക്ടർ ആയിരിക്കണം. മാനുഫാക്ചറിങ് സെക്ടറിൽ വരും. അപ്പൊ ഏതായാലും മുപ്പര് തീരുമാനിച്ചല്ലോ. അപ്പൊ 60 കോടിയുള്ള ആൾ മിക്കവാറും ഈ കൊല്ലം ചിലപ്പോൾ 10 കോടിയോ 20 കോടിയോ ഒക്കെ ചെയ്യണ്ടാവുള്ളൂ. ആയിക്കോട്ടെ, 10ഓ 20ഓ കോടിയുള്ള ആള് അടുത്ത വർഷത്തേക്ക് 60 കോടി നേടിയല്ലോ. എന്നാലും ചെറുതായിട്ടത് കുഴപ്പമില്ല. അടുത്ത വർഷം ഈ 60 ഉള്ള നമുക്കൊരു 120 ആക്കാം അടുത്ത വർഷം, അല്ലെങ്കിൽ 200 ആക്കാം. ഓൾറെഡി ടച്ച്ഡ് 15 crore. ഓക്കെ, 15 crore ഉള്ളത് സുബിൻജി ഒരു 150 പിടിച്ചോളി. 150. എന്നിട്ട് അത് 1 വർഷം കൊണ്ടായില്ലെങ്കിൽ 2 വർഷം കൊണ്ട് നമുക്ക് ശരിയാക്കാം. 1 വർഷം കൊണ്ടായില്ലെങ്കിൽ 2 വർഷം കൊണ്ട്. 2 വർഷം കൊണ്ട് സ്ട്രാറ്റജീസ് ഡെവലപ്പായി വരും. ചിലപ്പോൾ നമ്മൾ ഈ വർഷം പ്ലാൻ ചെയ്ത സാധനം നമുക്ക് അടുത്ത വർഷം കിട്ടുള്ളൂ കേട്ടോ. കാരണം ചില സ്ട്രാറ്റജികൾ ഇംപ്ലിമെന്റ് ആയി റിസൾട്ട് വരാൻ 1, 2, 3 വർഷം എടുക്കും. പക്ഷെ ഇതിപ്പം പ്ലാൻ ചെയ്യാം. അപ്പൊ ഏതായാലും നമ്മളെ KK സ്റ്റോറുകാരന് സംഗതി ഏതായാലും 1,00,000 കോടിമൊക്കെ എത്തി. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കട്ടോ. അതായത് ഓരോരുത്തരുടെ ലെവലുകൾ ചെറുതാണല്ലോ. 10 ലക്ഷം ഉള്ളവൻ 1 കോടിമൊക്കത്തിന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. നമ്മളെ 100 കോടിയാണ്, 1 കോടി. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. മുപ്പര് ഉഷാറാണ്. 150 കോടി 2025. കറക്റ്റ് ആണ്. അപ്പൊ ഏതായാലും ആ ധൈര്യമാണ് ആദ്യം കാണിക്കേണ്ടത്. ഒരു വലിയ ലക്ഷ്യം എഴുതി വെക്കാനുള്ള. ഇനി ഞാൻ പറഞ്ഞുതരാം. ഡെയിലി എക്സസൈസ് ചെയ്യുന്ന, ഡെയിലി മെഡിറ്റേറ്റ് ചെയ്യുന്ന, ഡെയിലി നന്നായിട്ട് ഉറങ്ങുന്ന, ഭക്ഷണം കഴിക്കുന്ന, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്ന, പഠിച്ചവനോട് നന്ദി പറയുന്ന ഒരു മൈൻഡിന് ഈ 10 കോടി 20 കോടി 100 കോടി ഒന്നും അല്ല കേട്ടോ. മൈൻഡ് വീക്കായിട്ടാ സ്വപ്നം കാണാൻ കഴിയാത്ത. എക്സസൈസ് ഇല്ലാഞ്ഞിട്ടാ. എക്സസൈസ് ഇല്ല, മെഡിറ്റേഷൻ ഇല്ല, ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല, ഫോർഗീവ്നെസ് ഇല്ല, ഒന്നുമില്ല. മൈൻഡ് വളരെ വീക്കാ. മൈൻഡ് വീക്കുള്ളവൻ ഒരിക്കലും വലിയ സ്വപ്നങ്ങൾ കാണാൻ കഴിയില്ല. അതാ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. അത് മൈൻഡ് റെഡിയാക്കണം, ബോഡി റെഡിയാക്കണം, മൈൻഡ് റെഡിയാക്കണം. ഫാമിലി വൈഫൈ തെറ്റിക്കഴിഞ്ഞവന് 10 കോടി പോയിട്ട് 1 കോടി പോലും ഉണ്ടാവില്ല കേട്ടോ. ആ കുത്തുവാളെടുക്കും. പഠിച്ചവനാണ്. കുടുംബം, ഉമ്മ വാപ്പ, ഭാര്യ, മക്കള്, ബ്രദർ, സിസ്റ്റർ, ഇവരായിട്ടൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ ഓന് കച്ചവടം ചെയ്യാൻ കഴിയില്ല. അവൻ ജീവിതത്തിൽ എവിടെ എത്തൂല. അത് ആദ്യം ശരിയാക്കണം. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഈ ഗോൾ എഴുതുമ്പോഴേ ഞാൻ നിർത്തുകയാണ്. ഗോൾ എഴുതുമ്പോൾ ഇനിയിപ്പോ എന്താ നിങ്ങളോട് പറയണ. ഇനി പ്രധാനപ്പെട്ട സാധനം,
ഈ ഗോളുകൾ എഴുതുമ്പോൾ വെറുതെ ഞാൻ 100 കോടി ചെയ്യും എന്നുള്ള, അല്ലെങ്കിൽ ഞാൻ കാറ് വാങ്ങും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ എഴുതണം. ഇപ്പൊ ഒരു വീട് വെക്കണം എന്നാണെങ്കിൽ വീടിന്റെ ഗോൾ ഇങ്ങനെ എഴുതണം. ഞാന് അരീക്കോട് ഇന്ന സ്ഥലത്ത് ഇന്ന ഭൂമിയിൽ ഇന്ന എലിവേഷനിൽ ഒരു ഇത്ര സ്ക്വയർ ഫീറ്റ് ഉള്ള ഇത്ര കോടി റുപ്യന്റെ ഇങ്ങനെയുള്ള വീട് വെച്ചിട്ട് 2025 ഡിസംബർ ആകുമ്പോൾ എൻ്റെ മുമ്പ് ഉദ്ഘാടനം ചെയ്തിട്ട് ഞാൻ അതിൽ എൻ്റെ കുടുംബത്തോടു കൂടി ഒരു അടിപൊളി ലൈഫ് സെലിബ്രേറ്റ് ചെയ്തിരിക്കും. വെരി സ്പെസിഫിക് സാധനമാണ്. ഇന്ന സ്ഥലത്ത് ഇത്ര സെന്റ് ഭൂമിയിൽ ഇത്ര കോടി ചെലവാക്കി ഇത്ര സ്ക്വയർ ഫീറ്റ് ഉള്ള ഇന്ന ഷേപ്പുള്ള വീട് എൻ്റെ ഉമ്മ ഇന്ന സമയത്ത് ഉദ്ഘാടനം ചെയ്ത് ഞാനും എൻ്റെ കുട്ടികളും എൻ്റെ കുടുംബവും അതിൽ ജീവിതം ആസ്വദിച്ചിരിക്കും എന്ന് എഴുതണം. ഞാൻ വീട് വെക്കും എന്ന് പറയണതും ഈ പറഞ്ഞതും തമ്മിൽ ഏതാ നല്ലത്? ഞാൻ വീട് വെക്കും എന്ന് പറയണതും ഈ പറഞ്ഞതും തമ്മിൽ ഏതാ നല്ലത്? വേറൊരു ഉദാഹരണം പറയാം. അപ്പൊ കാർ വാങ്ങണം, ഞാൻ മാരുതി കാർ വാങ്ങും, സ്വിഫ്റ്റ് കാർ വാങ്ങും, BMW വാങ്ങും എന്ന് പറയണതും, ഇതിപ്പോ മേലോട്ട് താഴോട്ട് ഇപ്പൊ എങ്ങനെ വരട്ട കമന്റ് ഇങ്ങനെ വരുന്നുണ്ട്. ഐ വാസ് നോട്ട് കെയറിങ് അബൌട്ട് മൈ ഹെൽത്ത് ടിൽ മറ്റ് ഡോക്ടർ. ആരാണ് ആള്? ഇൻക്ലൂഡിംഗ് ടു സ്പെൻഡിങ് മെനു. റാം, കറക്റ്റ്. അപ്പൊ ചുരുക്കി പറഞ്ഞ നമ്മളിപ്പോ എന്താ പറഞ്ഞേ? കാർ 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 കാറ്. ഒരു കാറ് വാങ്ങുമെന്ന് പറയണതും നമ്മൾ പറയാണ് എന്തായാലും പറയാ, ഞാന് 2025 നവംബർ മാസത്തില് ഒരു BMW X5 കാറില് ഞാനും എൻ്റെ കുടുംബവും കാറ് വാങ്ങിയിട്ട് അതിൽ ഫസ്റ്റ് ട്രിപ്പ് ബാംഗ്ലൂരിലേക്ക് ഞങ്ങൾ ഒരു ലോങ് ഡ്രൈവ് ആസ്വദിച്ചിരിക്കും. സ്വന്തം കാറിൽ മറ്റേ എന്തായാലും പറയാ വിൻഡോ ഒക്കെ തുറന്നിട്ട് കുട്ടികൾ പുറത്ത് തലക്കെട്ടിട്ട് BMW X5 ഒരു ലോങ് ഡ്രൈവ് ബാംഗ്ലൂർക്ക് ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ ആസ്വദിച്ചിരിക്കും കുടുംബത്തിന്റെ കൂടെ എന്ന് എഴുതുന്നതാണോ കാറ് വാങ്ങും എന്ന് പറയണതാണോ നല്ലത്? കാറ് വാങ്ങുമെന്ന് പറയണതോ മറ്റതോ? ഡീറ്റെയിലിംഗ് ആണ്. എന്തുകൊണ്ടെന്ന് വെച്ചാല് അപ്പോഴേ നമുക്കൊരു വിഷ്വലൈസേഷൻ കിട്ടുള്ളൂ, അതിനോടുള്ള ഒരു ഹരം കൂടുള്ളൂ. അതിനാണ് NLP ശരിക്കും നമ്മൾ വാക്കോഗ് അല്ലെങ്കിൽ എന്താ പറയാ എന്താ പറയാ സെൻസസ് ഉണ്ടല്ലോ, അതിനെ അതായത് 5 സെൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് പറയണമെന്നാണ്. നമ്മളെ മൈൻഡിന് കറക്റ്റ് വിഷ്വലൈസേഷൻ കിട്ടും, കറക്റ്റായിട്ട് വിശദമായിട്ട് നമ്മൾ പറഞ്ഞാൽ. അപ്പൊ ഓരോന്ന് എഴുതുമ്പം അങ്ങനെ 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 എന്തായാലും പറയാ വിശദമായിട്ട് തന്നെ എഴുതണം. സമ്പത്തായാലും ഹെൽത്ത് ആയാലും. ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ബോഡി നമ്മളിങ്ങനെ എന്തായാലും പറയാ ഇപ്പൊ ഞാൻ ബോഡി സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ വർഷം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗോൾ എൻ്റെ ഹെൽത്ത് ആണ്. അപ്പൊ എനിക്കൊരു വീക്ക് പാർട്ട് എന്ന് ഇപ്പൊ തോന്നിയിട്ടുള്ള സാധനം നാട്ടിൽ വന്നതിന് ശേഷം ഒരുമാതിരി എന്താ പറയാ ഒരു ഉഷാർ കൂട്ടണം. നമ്മളെ ഹെൽത്ത് പിന്നെ ഒന്നൊന്ന് സെറ്റാക്കണം. അപ്പം അടുത്ത വർഷം നമ്മൾ ഗോൾ സെറ്റിങ്ങിന് വരുമ്പോൾ നോക്കിക്കൊണ്ട് സ്റ്റേജിൽ കയറിയിട്ട് ഒരു 4000 ആൾക്കാരോട് ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ ബോഡി ഇങ്ങനെ ഒരു അത്ലറ്റിക് ബോഡി പള്ളൊക്കെ ഉള്ളിലേക്ക് തള്ളിയിട്ട് കുറച്ച് മസിലൊക്കെ ഉണ്ടായിട്ട് കണ്ടാൽ തന്നെ എന്തായാലും പറയാ ഒരു 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 ലുക്ക് വേണം. എന്നിട്ട് ഇങ്ങനെ ഒരു പവർ ഇതൊന്നും വേണ്ട, മറ്റേ ഇവിടെ അമ്മിക്കുട്ടി ഒന്നും വേണ്ട, ഒരു പവർ പോസ്റ്റർ അങ്ങനെ ഉണ്ടല്ലോ. നിൽക്കുമ്പോൾ തന്നെ ഞമ്മക്കൊരു കോൺഫിഡൻസ്, കാണുന്ന നിങ്ങൾക്കൊരു കോൺഫിഡൻസ്. അത് 5 മണിക്കൂർ 8 മണിക്കൂർ 10 മണിക്കൂർ നിന്ന് ക്ലാസ് എടുത്താലും ക്ഷീണിക്കാത്തൊരു ബോഡി, അടിപൊളി പവർ ഉള്ള ബോഡി ആക്കിയിട്ടൊന്നും ഈ വർഷം മാറ്റണം എന്നുള്ളതാണ് ഗോൾ എഴുതിയിട്ടുള്ളത്. പിന്നെ ഇപ്പൊ തന്നെ ഈ ബോഡി കൊണ്ട് തന്നെ സത്യത്തിൽ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ട് പെണ്ണുങ്ങൾ ഫുള്ള് ലൈനടിയാണ്. അപ്പൊ ഇനി അതും കൂടിയാ എന്താവും അറിയില്ല. ഏതായാലും എന്റെ കുടുംബത്തെ പഠിച്ചോ കാക്കട്ടെ. എന്നാലും ഒരു പവർ ബോഡി ഉണ്ടാക്കിയെടുക്കണം. ആരാണ് മസിൽ പിടിക്കണേ? അതായത് ഹെൽത്ത് ഇല്ലെങ്കിൽ ഇപ്പൊ 40 വയസ്സായി, പണ്ടത്തെ മാതിരിയല്ല. പിന്നെ ഉടായ്പിന് ബോഡി വരൂല. ഇനി മര്യാദക്ക് പണിയെടുത്താൽ എന്ത് വരുള്ളൂ? ബോഡി വരുള്ളൂ. അപ്പൊ അതൊരു ഒരു 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 വാക്കോഗ് ലാംഗ്വേജിൽ എന്താവട്ടെ ഗോളുകൾ സെറ്റ് ചെയ്യും. ഞാൻ നിർത്താൻ പോകണം. അടുത്തതേ ഈ ഗോള് സെറ്റ് ചെയ്തൊക്കെ ഓക്കെ, ഞാൻ വിഷ്വലൈസേഷനും കൂടി പറഞ്ഞ് പവർ ഓഫ് വിഷ്വലൈസേഷൻ, ലോ ഓഫ് അട്രാക്ഷനും കൂടി പറഞ്ഞു. അതായത് ഇപ്പൊ നിങ്ങൾ വലിയ തള്ളൊക്കെ തള്ളിനല്ലോ, അത്ര കോടി ഇത്ര കോടി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അത് എങ്ങനെ ഉണ്ടാക്കാന്നും കൂടി പറഞ്ഞത് നമുക്ക് നിർത്താം. അതിന്റെ മുമ്പ് ഒരു ഒറ്റ സാധനം എല്ലാം നശിപ്പിക്കണ കുറച്ച് പരിപാടികൾ പറഞ്ഞുതരാം. ഡിസ്ട്രാക്ഷൻ എന്ന് പറയും നമ്മൾ അതിന്. അതായത് ഗോളൊക്കെ ആരാണ്? സുബിൻ അഹമ്മദ്, ഐ വാണ്ട് ടു സ്പോൺസർ 3 കിഡ്സ് എഡ്യൂക്കേഷൻ 2025. സുബിൻജി 3 കുട്ടികളൊക്കെ വളരെ കുറവാണ് കേട്ടാ. നിങ്ങളൊരു കാഴ്ചപ്പാട് വെച്ചിട്ട് 3 അല്ല, ഒരു 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 20 കുട്ടികളെ നിങ്ങൾക്ക് 2025 ആകുമ്പോഴത്തേന് സ്പോൺസർ ചെയ്യാൻ പറ്റും. നിങ്ങളെ പൊട്ടൻഷ്യൽ എനിക്കറിയല്ലോ. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അതായത് ഗോളൊക്കെ സെറ്റാണ്, എല്ലാം ഓക്കെയാണ്, പക്ഷെ ശ്രദ്ധ മുഴുവൻ വേറെ എവിടെയോ ആണ്.
ശ്രദ്ധ മുഴുവൻ. അതായത് അതിൽ പെട്ടതാണ് ഒന്ന് കള്ള് കുടിക്കുന്നതിനോട് ഒരു ചുക്കും നടക്കൂല. കഞ്ചാവ് അടിച്ച് നടന്നാൽ പോയി. പെണ്ണുപിടുത്തം വെറുതെ അവിടെയും തോണ്ടി ഇവിടെയും തോണ്ടി അവിടെയും തോണ്ടി ഇവിടെയും തോണ്ടി കുടുംബം തകർന്ന് അതുമായി അങ്ങനെയായി ആകെ മൂഞ്ചും ലൈഫ്. ഞാൻ ആരെയും ഉദ്ദേശിച്ചിട്ടില്ല. ഇത് എന്നെയാണോ എന്നെ മാത്രമാണോ എന്നെ തന്നെയാണോ എന്ന് ആരും ഇങ്ങനെ ഒളിച്ചിരിക്കേണ്ടതില്ല. ഒരു പ്ലെയിൻ ആയിട്ട് കേട്ടാൽ മതി. പെണ്ണുപിടുത്തം പിന്നെ പറഞ്ഞാൽ കുറെ നമ്മളൊരു ചങ്ങായിണ്ട്, ഒരു രസം പറഞ്ഞുതരാം. ഒരു രസം പറഞ്ഞുതരാം. ഞങ്ങൾ ശ്രീലങ്കയിൽ പോയി രാവിലെ 6 മണിക്ക് നീച്ചിട്ട് കുറെ ആൾക്കാർ നടക്കാൻ പോയി. ഞാൻ രാവിലെ ഒരു 5:45 നീച്ചു നോക്കുമ്പം എന്റെ ഇപ്പുറത്തെ ബെഡിൽ നിന്ന് ഒരു ഭയങ്കര ചെറിയേക്കണ്. ഇപ്പുറത്തെ ബെഡിൽ നിന്ന് 5:45. ഞാൻ വിചാരിച്ച എന്താ പറ്റി, ഇനി മറ്റേ വീടറ്റെ അടിച്ച് കഞ്ചാവറ്റെ വലിച്ചിട്ട് ചിരിക്കാണ് വിചാരിച്ച് നോക്കിയപ്പം കഞ്ചാവൊന്നും വലിച്ചിട്ടില്ല. ഓന് രാവിലെ 5:45 എണീച്ചിരുന്നിട്ട് റീല് കണ്ടിട്ട് ചിരിക്കാണ്. ഇൻസ്റ്റാഗ്രാമിൽ റീല് കണ്ട് ചിരിക്കാണ് രാവിലെ 5:45. രാവിലെ 5:45 ചെയ്യാൻ പറ്റിയ പണിയാണോ കോമഡി കാണല്? അപ്പൊ എണീച്ച് നടക്കാൻ പോവാ, മെഡിറ്റേഷൻ ചെയ്യാ, വീട്ടിൽ വിളിക്ക, പിന്നെ പ്രാർത്ഥിക്ക, നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാം, എന്തൊക്കെ ചെയ്യാം രാവിലെ സമയത്ത്. ഒരു പണിയില്ല, ഒരു ഗോളും ഇല്ല, ഒരു ലക്ഷ്യബോധവും ഇല്ല. ഒരു കാര്യം ഉറപ്പാണ്, ആ റീല് കണ്ട ആള് ഇപ്പൊ ഈ ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പിൽ പങ്കെടുക്കണ്ടാവില്ല. ഉറപ്പാണ്, പങ്കെടുക്കണ്ടാവില്ല. ചുരുക്കി പറഞ്ഞാല് വെറുതെ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് യൂട്യൂബും കണ്ട് റീലും കണ്ട് വെറുതെ ഇരുന്നിട്ട് ചിരിച്ചിട്ട് ഒരു കാര്യമില്ല. അങ്ങനത്തെ ഡിസ്ട്രാക്ഷൻ, അതായത് കള്ള്, കഞ്ചാവ്, പെണ്ണ്, റീല്, സോഷ്യൽ മീഡിയ, ന്യൂസ്. ചില ആളുകൾക്കുള്ള ഭ്രാന്ത് ഞാൻ പറഞ്ഞുതരാം. എല്ലാവർക്കും വേണ്ടാത്ത ഭ്രാന്തായിരിക്കും. പൊളിറ്റിക്സ് ഒരു ഭ്രാന്താ. വൈകുന്നേരം 7 മണി മുതൽ 10 മണി 11 മണി വരെ ന്യൂസ് കാണുക. ന്യൂസ് കണ്ടിട്ട് ഇങ്ങനെ അതിൽ അടികൂടുക. എന്നിട്ട് പിന്നെ അങ്ങാടിക്ക് ഇറങ്ങിയിട്ട് അങ്ങാടി പോയി അടികൂടുക. എന്നിട്ട് പിന്നെ അങ്ങാടിയിൽ നിന്ന് വന്നിട്ട് അങ്ങാടി തോറ്റതിന്റെ ദേഷ്യം പെണ്ണുങ്ങളോട് കാട്ടുക. എന്നിട്ട് പിന്നെ രാവിലെ നീച്ചിട്ട് അതിന്റെ ബാക്കി ദേഷ്യം മക്കളോട് കാട്ടുക. വെറുതെ പൊളിറ്റിക്കൽ ഡിസ്കഷൻസും അതിന്റെ അടി. പിന്നെ ബാക്കിയൊക്കെ കഴിഞ്ഞിട്ട് വർക്ക് പ്ലേസിലോ ബിസിനസ്സിലോ പോയിട്ട് ഓഫീസിൽ പോയിട്ട് പൊളിറ്റിക്കൽ ഗ്രൂപ്പിന്റെ വാട്സപ്പ് പോയിട്ട് അടി ഉണ്ടാക്കുക. വെറുതെ ഡിസ്ട്രാക്ഷൻ എന്തിനാ? അതായത് ഇത്ര ആവശ്യമില്ലാത്ത പണികളൊക്കെ മാറ്റിയേക്കണം. ഞാൻ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഫേസ്ബുക്കിൽ ഒന്ന് പോയി നോക്കി. അതിന്റെ ഒരു കൺക്ലൂഷൻ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോ ഈ ഗോളൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾ വന്നപ്പം പഴയ അഷ്റഫ്ക്കും പഴയ അൻസാറും പഴയ അലിക്കും പഴയ നാസർക്കും ഒക്കെ ആയിരുന്നു വന്നപ്പം. ഇനിയിപ്പോ തിരിച്ചു പോണത് പിന്നെ എന്താണ് പറയാ, 3 കോടി ഇല്ല 30 കോടിയാക്കാനും 10 കോടി ഇല്ല 100 കോടിയാക്കാനും പോകുന്ന ആളാ. ഇത് പോയിട്ട് നേരെ നിങ്ങളെ റൂംമേറ്റിനോട് പറയാൻ നിൽക്കണ്ട. ഓ എന്ത് പറയും എന്ന് പറയും. ഓനോട് പറയണ്ട. അതായത് നമ്മുടെ ഗോളുകൾ ആരോടും പറയാനുള്ളതല്ല, അത് പറയേണ്ടവനോടെ പറയാവും. നിങ്ങളെ മെൻറ്ററോട് പറയാം, നിങ്ങളെ ഒരു 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 എന്താണ് പറയാ, നിങ്ങളെപ്പോലെ വളരുന്ന നിങ്ങളെ ട്രെയിനിങ് കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളോട് പറയാം, നിങ്ങളെ ട്രെയിനിങ് പാർട്ണറോട് പറയാം, മെൻറ്ററോട് പറയാം, അക്കൗണ്ടബിലിറ്റി പാർട്ണറോട് പറയാം. നിങ്ങൾ ഉമ്മാനോട് പോയി ചോദിച്ചിട്ട് കാര്യമില്ല, ഉമ്മ വേണ്ടാന്ന് പറയും. നിങ്ങളുടെ ഫ്രണ്ടിനോട് പോയി പറഞ്ഞിട്ട് കാര്യമില്ല, ഓൻ എനിക്ക് പിരാന്താണെന്ന് പറയും. ആൾക്കാർ പുച്ഛിച്ചു തള്ളും, ആൾക്കാർ നിങ്ങളെ ചാവിട്ടി തേക്കും. അപ്പോ ഡെയിലി നമ്മൾ ആരുടെ കൂടെ സമയം ചെലവഴിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാ. നിങ്ങളൊരു അടുത്ത ഫ്രണ്ട് ഉണ്ടാവും, ഓൻ എവിടെയെങ്കിലും വർക്ക് ചെയ്യാണ്, ഓൻ ആകെ 30,000 രൂപ ശമ്പളമാണ്. ഓനോട് പോയിട്ട് 30 കോടിന്റെ വർത്താനം പറയാൻ നിൽക്കണ്ട. ഓനത് മനസ്സിലാവില്ല. അതായത് എല്ലാവരോടും പറയരുത്. ചായ കുടിക്കുന്നവന്റെ കൂടെ ചായ കുടിക്കുക, ടൂർ പോകുന്നവന്റെ കൂടെ ടൂർ പോവുക, ജോലി ചെയ്യുന്നവന്റെ കൂടെ ജോലി ചെയ്യുക. അവനോട് നിങ്ങളെ സേവിങ്സ്, എനിക്ക് 50 കോടി സേവിങ് ഉണ്ടാക്കണം എന്ന് അവനോട് പറയാൻ നിൽക്കണ്ട. ഓൻ വായ്പ വാങ്ങും നിങ്ങളോട്. പക്ഷെ അതേസമയം വലിയ ലക്ഷ്യബോധങ്ങൾ വലിയ ലക്ഷ്യബോധങ്ങൾ നേടാനിരിക്കുന്നപ്പോ എന്റെ മിക്കവാറും ലക്ഷ്യങ്ങൾ അൻസാറിനോട് പറയും. അൻസാർ എന്റെ മിക്കവാറും ലക്ഷ്യങ്ങൾ എന്നോട് പറയും, അവൻ്റെത് എന്നോട് പറയും. അതെന്താണെന്ന് വെച്ചാല് അവനെ മനസ്സിലാക്കാൻ എനിക്കും എന്നെ മനസ്സിലാക്കാൻ അവനും കഴിയും. വർഷങ്ങളായിട്ട് നമ്മൾ തമ്മിലുള്ള പരിചയവും വളർച്ചയാണ്. ഞാൻ എന്റെ ലക്ഷ്യബോധങ്ങൾ അലിബായോട് പറയും, അലിബായ് എന്നോട് പറയും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിനിങ് കമ്മ്യൂണിറ്റിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മളെ വളർത്തുന്ന, അത് ശരിയാണ്, അത് സെറ്റാവും, കാര്യങ്ങൾ ഉഷാറാവും, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, അതെന്തായാലും നടക്കും എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ആദ്യം ഉണ്ടാക്കിയെടുക്കണം. അതാണ് ഞാൻ രാവിലെ പറഞ്ഞ നമ്മളെ ട്രൈബ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്ന്. അല്ലാതെ നമ്മളെ ലക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മളെ ചവിട്ടി താത്തുന്ന അല്ലെങ്കിൽ ഒരു ഇത് പറയുമ്പോൾ എന്തായാലും പറയാ, നമുക്ക് ചിലപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഒക്കെ ഇടുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു അച്ചീവ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ താഴെ വന്നിട്ട് കുനിഷ്ട് കമന്റ് ഇടുന്ന ആളുകൾ ഉണ്ടാവും. ഈ കുനിഷ്ട് കമന്റ് ഇട്ട രണ്ട് ലക്ഷണങ്ങളായില്ല. ഒന്ന്, നിങ്ങൾ വിജയിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ജീവിതത്തിൽ, അതുകൊണ്ടാണല്ലോ കുനിഷ്ട് കമന്റ് ഇടുന്നത്. 2, ആ കമന്റ് ഇട്ടോ പാവാണ്, ഓന് ജീവിതത്തിൽ എവിടെങ്കിലുമൊക്കെ എത്തണം എന്നുണ്ട്, പാവത്തിന് എവിടെ എത്താൻ പറ്റണില്ല, നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം ജീവിതത്തിൽ വളരാൻ. ഈ 2 തെളിവ് അതിനുള്ളൂ. അതായത് അതിന്റെ താഴെ നിങ്ങൾ സങ്കടപ്പെടുന്നു വേണ്ട. നമ്മളെ അച്ചീവ്മെന്റ്, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു അവാർഡ് കിട്ടി,
ആ അവാർഡിന്റെ താഴെ കൊണ്ടുപോയിട്ട് ഒരുത്തൻ കമന്റ് ഇടും, ഓ വലിയ ചേമ്പാണെന്ന് പറഞ്ഞിട്ട്. രണ്ട് കാര്യം: ഒന്ന്, നിങ്ങൾ ഉഷാറാണ്; രണ്ട്, ഓന് നിങ്ങളെപ്പോലാകാൻ താല്പര്യമുണ്ട്, പക്ഷെ കയ്യിലില്ല പാവത്തിന്, ഓന് ഹെൽപ്പ് വേണം. ചുരുക്കി പറഞ്ഞാൽ ഈ ലക്ഷ്യങ്ങളൊന്നും ആരോടെങ്കിലും പോയി പറഞ്ഞിട്ട് കാര്യമില്ല. ഡെയിലി ബേസിസിൽ, വീക്ക്ലി ബേസിസിൽ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയ ആളുകൾ ഉണ്ടാവണം. നമ്മളിപ്പോ ഒരു ഉദാഹരണം, ഇപ്പൊ നമ്മുടെ DP മെഷീനിലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഈ പറഞ്ഞ വലിയ വലിയ തള്ളുകളൊക്കെ മനസ്സിലാകുന്ന ആളുകളുണ്ടാവും. കാരണം നമ്മൾ ഈ തള്ളുകൾ അച്ചീവ് ചെയ്ത് കണ്ട ആളുകളാണ്. ഈ 10 കോടി, 20 കോടി, 100 കോടി, 200 കോടി, 500 കോടി ഒക്കെ നമ്മൾ കയ്യിൽ എടുത്ത സാധനമാണ്, നമ്മൾ ചെക്കൊപ്പിട്ട സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാകുന്ന ആളുകൾ ഉണ്ടാകുമ്പോൾ ഇത് വലിയ വലിയ ഗോളുകൾ പറയാൻ എളുപ്പമാണ്. അവർ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. ഒരു കയ്യിൽ 5 പൈസ ഇല്ലാത്തവനോട് നമുക്ക് 10 കോടിയുടെ വർത്താനം പറയാം. കാരണം ഒന്നുമില്ലാത്തവൻ 10 കോടി, 20 കോടി, 50 കോടി, 100 കോടി ചെയ്തത് നമ്മൾ ഗ്രൂപ്പിൽ കണ്ടതാണ്. അതുകൊണ്ട് പറയാം. ചുരുക്കി പറഞ്ഞാൽ ചേഞ്ച് യുവർ ട്രൈബ്. കഞ്ഞി ടീമിന്റെ അടുത്ത് നിന്ന് മാറിയിട്ട് അടിപൊളി പോസിറ്റീവ് ടോക്ക് ചെയ്യുന്ന, ഗോളുകളെ കുറിച്ച്, വിഷനെ കുറിച്ച് സംസാരിക്കുന്ന, സാമൂഹിക ബോധത്തെക്കുറിച്ച് സംസാരിക്കുന്ന, വെറുതെ റീലിലും സോഷ്യൽ മീഡിയയിലും ന്യൂസിലും പൊളിറ്റിക്സിലും കടഞ്ഞ് തിരിഞ്ഞു കളിക്കാത്ത, ആവശ്യമില്ലാത്ത മത ചർച്ചകളിലേക്ക് പോകാത്ത പോസിറ്റീവ് പീപ്പിളിന്റെ കൂടെ ടൈം ചെലവഴിക്കണം. ആ ഒരു സർക്കിൾ ഓഫ് എക്സലൻസ് ക്രിയേറ്റ് ചെയ്യൽ വളരെ നിർബന്ധം. ഞാൻ നേരത്തെ ഫാമിലി പറഞ്ഞാണ് തുടങ്ങിയത്. ഞാനിത് കൺക്ലൂഡ് ചെയ്യുന്നത് സർക്കിൾ ഓഫ് എക്സലൻസ് പറഞ്ഞിട്ടാണ്. ഗോൾ സെറ്റ് ചെയ്തിട്ട് കാര്യമില്ല, സർക്കിൾ ഓഫ് എക്സലൻസ് ഇല്ലെങ്കിൽ അച്ചീവ് ആവൂല. സർക്കിൾ ഓഫ് എക്സലൻസ് ഇല്ലെങ്കിൽ അച്ചീവ് ആകൂല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാല് നമുക്ക് കൺസൾട്ട് ചെയ്യാനും നമുക്ക് ചർച്ച ചെയ്യാനും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ ഡെയിലി. ഇപ്പൊ ഈ മോട്ടിവേഷൻ എനിക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. ചില ദിവസം രാവിലെ ഞാൻ കടപ്പ് കണ്ട പെറ്റ തള്ള സഹിക്കൂല. ചില സത്യപരണ മോട്ടിവേഷൻ തന്നെ നിങ്ങൾ എന്നും വീഡിയോയിൽ മോട്ടിവേഷനിൽ കാണാം. ചില ദിവസം എണീക്കാൻ മൂടുണ്ടാവില്ല. അന്ന് വിളിച്ചിട്ടാ എണീക്കടാ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യണ്ടേ, ഒന്ന് ഉഷാറായി എന്ന് പറഞ്ഞ് എഴുന്നേൽപ്പറ്റ് കൊണ്ടുവരാൻ ആൾ വേണം. എല്ലാവർക്കും മോട്ടിവേഷൻ വേണം. നമ്മൾ പൊതുമധ്യത്തിൽ നിങ്ങൾ എപ്പോഴും കാണുന്നത് നമ്മളെ ഒരു എനർജറ്റിക് അബ്ദുസ്ലാമാണ്. അബ്ദുസ്ലാം എന്നും എനർജറ്റിക് അല്ല, മനുഷ്യനാണ്. ചില ദിവസം കടപ്പേക്കാരം. പെണ്ണുങ്ങൾ പറയും ഒന്ന് നീച്ചു പോയിക്കോടെ, എന്ത് മടിയാണ് ഞങ്ങൾ. വലിയ പെണ്ണുങ്ങൾ എന്താ പറയുക, വലിയ മോട്ടിവേഷണൽ സ്പീക്കർ കിടക്കണ കടപ്പ് കണ്ടില്ലെന്ന് പറയും. രാവിലെ എണീച്ചിട്ടുണ്ടാവില്ല, പല്ല് വെച്ചിട്ടുണ്ടാവില്ല, എക്സസൈസും ചെയ്തിട്ടുണ്ടാവില്ല, ആകെ ചില ദിവസങ്ങൾ അങ്ങനെയാണ്. അപ്പൊ എഴുന്നേൽപ്പിച്ച് വിടാൻ നമ്മൾ ഏറ്റവും വലിയ മോട്ടിവേറ്റർ നമ്മൾ പറഞ്ഞു. ഭാര്യയായിട്ട് നല്ല ഉഷാറാണെങ്കിൽ ഓൾ ഉഷാറാട്ടോ, ഓള് ഭയങ്കര മോട്ടിവേഷനാ. അത് ഞാൻ ഭാര്യയായിട്ട് ആദ്യം ഉഷാറാകണം. അതുപോലെ ഈ ഒരു സർക്കിൾ ഓഫ് എക്സലൻസ് ക്രിയേറ്റ് ചെയ്യണം. നമ്മളെ ലക്ഷ്യങ്ങളിലേക്ക് നമ്മളെ എന്തായി, അലിബായ് അതെന്തായി, ഡോക്ടറെ അതെന്തായി, അൻസാറെ അതെന്തായി, അഷ്റഫ് ഭായ് അതെന്തായി, നിങ്ങളെ കച്ചവടം എവിടെ എത്തി, എത്ര കോടിയിലെത്തി, സുബിൻജി അതെവിടെ എത്തി എന്ന് ചോദിക്കുന്ന ഒരു വിഭാഗം, കുറെ ആളൊന്നും വേണ്ട, ഒരു 5 ആള് 10 ആള്, അവരുടെ കൂടെ ഇരിക്കുമ്പം നമ്മൾ ഇത്തരം ഗോളുകളും ലക്ഷ്യങ്ങളും വലിയ വലിയ സ്വപ്നങ്ങളും സാമൂഹ്യ ബോധങ്ങളും ആരോഗ്യവും ഹെൽത്തും നമ്മുടെ വിഷനും മിഷനും പർപ്പസും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടത്. ബാക്കി ടൂർ പോകുന്നവന്റെ കൂടെ ടൂർ പോവുക, ചായ കുടിക്കുന്നവന്റെ കൂടെ ചായ കുടിക്കുക, കുടുംബത്തിന്റെ കൂടെ കുടുംബമായിട്ട് നിൽക്കുക, ഉമ്മാന്റെ കൂടെ ഉമ്മായിട്ട് നിൽക്കുക, ഭാര്യന്റെ കൂടെ ഭാര്യ, അങ്ങനെ ഭാര്യയായിട്ട് കൊണ്ടെടുക്കുക. അങ്ങനെ എല്ലാവരോടും എല്ലാം പറയരുത്. അത് പറഞ്ഞാൽ ഒലിച്ചാവിട്ട് ശരിയാക്കും നിങ്ങളെ. അപ്പൊ ലാസ്റ്റ് ഇനി നമ്മള് നിങ്ങളിപ്പോ ഗോളുകൾ എഴുതിയല്ലോ. ഞാൻ കുറെ എഴുതി വെച്ചാണ്. ഇത്ര കോടിയുടെ കച്ചവടം, ട്രാവൽ ആൻഡ് ഗ്രോക്ക് ഇത്ര ബ്രാഞ്ചുകൾ, ബ്രാൻഡ് മൗണ്ടിന് ഇത്ര കച്ചവടം, ഹ്യൂമൻ എക്സലൻസ് അക്കാഡമിക്ക് ഇത്ര കച്ചവടം, 10 വീടുകൾ, 250 കുട്ടികളുടെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ 10 രാജ്യങ്ങളിലേക്ക് യാത്ര പോകണം. ഒരു കാര്യം വിട്ട് മറന്നുപോയി. ഒരു കാര്യം മറന്നുപോയി. പാഷൻ ഇല്ലെങ്കിൽ ജീവിതത്തിന് രസം ഉണ്ടാവില്ല. പാഷൻ ആരോ നേരത്തെ ഞാൻ പറഞ്ഞ എഴുതി വെച്ചോളി എന്ന് പറഞ്ഞില്ലേ, ഓരോ മനുഷ്യനും ഓരോ പാഷൻ ഉണ്ടാവും. ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെ പാഷനാ. എനിക്ക് ഇന്നലെയും മിനിയാന്നും അതിന്റെ ദിവസം 3 ദിവസമായിട്ട് പനി എന്നടക്കം, അങ്ങനെയൊക്കെ പനി ഉണ്ടെങ്കിലും ഇന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് പനിയില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് എന്റെ പാഷനാണ്. ഞാൻ പനിച്ച് രാവിലെ കടന്ന മനുഷ്യനാണ് ഞാനിപ്പോ സംസാരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാല് മനുഷ്യന് ഓരോ പാഷൻ ഉണ്ടാവും. എന്റെ പാഷൻ ട്രെയിനിങ് ആൻഡ് ട്രാവലിംഗ്. ഈ 2 സാധനം എന്റെ ഏത് അർദ്ധരാത്രി അലാറം വെക്കാതെ എഴുന്നേറ്റ് എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും ഞാൻ ഊർജ്ജസ്വലനായി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ട്രെയിനിങ് ആൻഡ് ട്രാവലിംഗ്. അതാണ് നമ്മൾ കമ്പനീന്റെ പേര് തന്നെ ട്രാവൽ ആൻഡ് ഗ്രോ എന്നിട്ടത്. യാത്ര ചെയ്യുക, വളരുക, ട്രാവലിംഗ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഓരോ മനുഷ്യന്റെ ശരീരത്തിന്റെ ഭക്ഷണം പോത്ത് ബിരിയാണി ആണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം പോത്ത് ബിരിയാണി ആണെങ്കിലും ആത്മാവിന്റെ ഭക്ഷണം എന്റേത് ട്രെയിനിങ് ആൻഡ് ട്രാവലിംഗ് ആണ്. ആത്മാവിന്റെ ഭക്ഷണം. ശരീരം വയറ് നിറച്ച് പോത്ത് ബിരിയാണി തിന്ന് എന്ന് വിചാരിച്ച് എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല. എന്റെ ആത്മാവിന് ജീവൻ ഉണ്ടെങ്കിൽ എന്നെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുള്ളൂ. ഞാൻ ട്രെയിനിങ്ങും ട്രാവലിങ്ങും ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ സോഫയിൽ ഉണ്ടാവും. ട്രെയിനിങ്ങും ട്രാവലിങ്ങും ചെയ്തിട്ടില്ലെങ്കിൽ പള്ളറച്ച് പോത്ത് ബിരിയാണി തിന്ന് ഞാൻ സോഫയിൽ ഉണ്ടാവും. നേരെ മറിച്ച് ട്രെയിനിങ്ങോ ട്രാവലിങ്ങോ ആണെങ്കിൽ എൻ്റെ 100 കുതിരപ്പവനുള്ള എനർജി ഉണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ പാഷൻ അങ്ങനെ പ്രത്യേകത ഉണ്ട്. നമ്മുടെ ആത്മാവിന്റെ ഭക്ഷണമാണ് പാഷൻ.
ഓരോരുത്തരോട് ഒരു ലാസ്റ്റ് എക്സസൈസ്, നിങ്ങളുടെയൊക്കെ പാഷൻ എന്താണെന്ന് ടൈപ്പ് ചെയ്തേ. ചില ആളുകൾക്ക് അതന്നെ അറിയില്ല എന്റെ പാഷൻ എന്താണെന്ന്. ലോ ഓഫ് അട്രാക്ഷൻ വിഷ്വലൈസേഷൻ പറഞ്ഞ് കൺട്രോൾ ചെയ്യാം. പ്ലാനിങ് ടു റിട്ടയർ അറ്റ് ഹാഫിസ് മുഹമ്മദ്, പ്ലാനിങ് ടു റിട്ടയർ അറ്റ് 40. ഒക്കെ പറഞ്ഞുതരാം. ബിസിനസിനെ പാഷൻ ആക്കരുത് മക്കളെ, അത് വേണ്ടാത്ത പരിപാടിയാണ്. പാഷൻ സംതിങ് എൽസ് ഔട്ട് ഓഫ് ദ ബിസിനസ്. സെയിൽസ് പാഷൻ അല്ല, അത് പ്രൊഫഷനാണ്. പ്രൊഫഷൻ നിങ്ങൾ നിർബന്ധിതാവസ്ഥ കൊണ്ട് നിങ്ങൾ പാഷൻ ആക്കി പോയതാണ്. പബ്ലിക് സ്പീക്കിംഗ് അങ്ങനെയാണെങ്കിൽ അത് പെർസ്യൂ ചെയ്യണം. റൈറ്റ് അങ്ങനെയാണെങ്കിൽ ഡെയിലി അതിനൊരു മണിക്കൂർ സ്പെൻഡ് ചെയ്യണം. കണക്ടിങ് വിത്ത് പീപ്പിൾ, ട്രെയിനിങ്, ഫുട്ബോൾ, സോളോ ട്രാവലിംഗ്, അടിപൊളി. ട്രാവലിംഗ് ഇപ്പൊ ഗോൾ എഴുതണം. ഈ വർഷം എത്ര ട്രാവലിംഗ് പോകും? ടീച്ചിങ് ആണെങ്കിൽ അതിനൊരു പ്ലാൻ എഴുതണം. ഫാമിംഗ് ആണെങ്കിൽ അതിനൊരു പ്ലാൻ എഴുതണം. ക്രിക്കറ്റ് വൽക്കമ്മല പാഷനാണ്. കളിക്കുകയാണെങ്കിൽ ഓക്കെയാണ് കേട്ടോ. കളിക്കുകയാണെങ്കിൽ ഓക്കെയാണ്, കളി കാണുകയാണെങ്കിൽ ഓക്കെ അല്ല. ക്രിക്കറ്റ് കളിക്കുകയാണെങ്കിൽ ഓക്കെയാണ്, കാരണം ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും ഫ്രണ്ട്ഷിപ്പും കിട്ടും. കളി കാണുകയാണെങ്കിൽ ഓക്കെ അല്ല. ട്രാവലിംഗ് പിന്നെ ട്രാവലിംഗ് അടിപൊളി പാഷനാണ്. എല്ലാവരും ടൈപ്പ് ഒന്ന് ആക്റ്റീവായി. 100 ആളില്ല, 100 കമന്റ് വരട്ടെ. 100 കമന്റ് വരട്ടെ. ഹലോ 100 കമന്റ് വരട്ടെ. സോളോ സൈക്ലിംഗ് 10 കിലോമീറ്റർ അടിപൊളിയാണ്. ആർട്ട് അതിനുവേണ്ടി സമയം കണ്ടെത്തണം. അതിനുവേണ്ടി ഡെയിലി ബേസിസിൽ സമയം കണ്ടെത്തണം. എന്നും ശരീരത്തിന് ഭക്ഷണം കൊടുക്കുന്നത് പോലെ ആത്മാവിനും ഭക്ഷണം കൊടുക്കണം. എന്നും ശരീരത്തിന് ഭക്ഷണം കൊടുക്കുന്നത് പോലെ ആത്മാവിനും ഭക്ഷണം കൊടുക്കണം. പാഷന് വേണ്ടി സമയം കണ്ടെത്തണം. അല്ലെങ്കിൽ ലൈഫിൽ രസം ഉണ്ടാവും. ഉപ്പില്ലാത്ത കഞ്ഞി പോലെ ഉണ്ടാവും. റൊമാൻസ് ഇല്ലാത്ത ഫാമിലി ജീവിതം പോലെ ഉണ്ടാവും. ലാഭമില്ലാത്ത കച്ചവടം പോലെ ഉണ്ടാവും. സ്റ്റഡിങ് ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ്, പാലിയേറ്റീവ്, സോഷ്യൽ സർവീസ് പാഷൻ ആക്കി എടുക്കാം. ഫോട്ടോഗ്രാഫി, ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി ഒരുപാട് സമയം കണ്ടെത്തണം. ഡെയിലി ബേസിസിൽ സ്പെൻഡ് ടൈം. ഭയങ്കര എനർജി ആയിരിക്കും. എന്നും വ്യായാമം ചെയ്യണം. അതൊരു പാഷനാക്കി എടുക്കാം. അതിൽ ആ വ്യായാമത്തിന് വേണ്ടിയിട്ട് പാഷനേറ്റ് ആക്ടിവിറ്റി എന്തെങ്കിലും കാണാം. നീന്തലോ വേറെ എന്തെങ്കിലുമൊക്കെ. സ്റ്റഡി ലാംഗ്വേജ്, ഹൗ ടു ഫൈൻഡ് മൈ പാഷൻ. അതിനിപ്പം നേരല്ല, എപ്പോഴെങ്കിലും ട്രെയിനിങ്ങിന് വരുമ്പോൾ നമുക്ക് കാണാം. അല്ലെങ്കിൽ ഇതിൽ ആരെങ്കിലും ഒരാളെ പിടിച്ചോ, ഇങ്ങോട്ട് പാഷനൊക്കെ കണ്ടുപിടിക്കുക. ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത കുറെ ആൾക്കാരുണ്ടാവും ഇതിൽ. അവരൊക്കെ ബന്ധപ്പെട്ട് കണ്ടുപിടിക്കും. ഇപ്പം നേരല്ല, പാഷൻ കണ്ടുപിടിച്ചു തരാൻ. ഹൗ ടു ഫൈൻഡ് മൈ പാഷൻ ഇപ്പൊ ചോദിക്കല്ലേ വാഹിദ് ഭായ്. പാഷൻ അറിയണോല് പറയാം. അപ്പൊ അങ്ങനെ കണ്ടാ അറിയാം. പാഷനെ കുറിച്ച് ഒറ്റവാക്കി ഞാൻ പറയാം. രാത്രി 3 മണിക്ക് എണീക്കാൻ പറഞ്ഞാൽ എണീക്കും. തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ പറഞ്ഞാൽ കുളിക്കും. അലാറം വെക്കണ്ടാതെ എഴുന്നേൽക്കാം. എത്ര മണിക്കൂർ ചെയ്താലും ബോറടിക്കൂല. സാമ്പത്തിക ലാഭം ഒട്ടും ലക്ഷ്യം വെക്കുന്നില്ല. എങ്ങനെയാണെങ്കിലും എത്ര മണിക്കൂർ ഏത് അർദ്ധരാത്രി ചെയ്താലും ക്ഷീണിക്കാത്ത ആ ഒരു സംഭവം. സാമ്പത്തിക ലാഭമില്ലാത്ത എത്ര അർദ്ധരാത്രി അലാറം വെക്കാതെ എഴുന്നേറ്റ് മണിക്കൂറുകൾ ചെയ്താലും ക്ഷീണിക്കാത്ത ആ ഒരു സംഭവം. അതാണ് നിങ്ങളുടെ പാഷൻ. ലീഡർഷിപ്പ് അങ്ങനെയാണ് പഠിക്കണം. ലീഡർഷിപ്പിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ, സോഷ്യൽ ലീഡർഷിപ്പിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ കാണണം. ചുരുക്കി പറഞ്ഞാൽ പാഷന് വേണ്ടിയും കൂടിയും ഈ ഗോളിൽ ഒരു ഇടം കാണണം എന്ന് പറഞ്ഞ് അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല 10 രാജ്യങ്ങൾ ഈ വർഷം സന്ദർശിക്കണം. ശ്രഭായ നമുക്ക് പോണ്ടേ? 10. പിന്നെ നമുക്കൊരു സാന്ദർഭിക ഒരു കാര്യം പറയാനുള്ളത്. നമുക്കൊരു ട്രാവൽ കമ്പനി ഉണ്ട്. നമ്മളെ പാഷനേറ്റ് കമ്പനിയാണ്. ലോകം കറങ്ങുക എന്നുള്ളതാണ് പണി. അതായത് നല്ലോണം കച്ചവടം ചെയ്യുക, നല്ലോണം പൈസ ഉണ്ടാക്കുക, ആവശ്യത്തിന് അധികം സമൂഹത്തിന് വേണ്ടി ചെലവാക്കുക, കുറച്ച് കായ് എടുത്തിട്ട് ലോകം കറങ്ങുക, നമുക്ക് വേണ്ടി ജീവിക്കുക. എന്നിട്ട് ലോകത്തുള്ള ഓരോ അനുഭവങ്ങൾ, എക്സ്പീരിയൻസ് ദ വേൾഡ്. ലോകത്തുള്ള ഓരോ അനുഭവങ്ങളും അനുഭവിച്ചറിയാം. അത് ഇനിയിപ്പോ അടുത്ത തുർക്കിയാണ് ട്രിപ്പ്. തുർക്കി ട്രിപ്പിൽ കുറെ എന്താണ് പറയാ, ആട് ചുട്ടതും റിപ്സും കബാബും പിസ്സയും, തുർക്കിഷ് ഫുഡ് എന്താണ് പറയാ, കോഫ്ത, കബാബ്, ലഹം, റേഷ്, എന്താ പറയാ, പിന്നെ നമ്മളെ കപ്പഡോക്കിയയിലുള്ള മറ്റേ ലോകത്തിൽ തന്നെ വലിയൊരു അട്രാക്ഷൻ ആയിട്ടുള്ള ഹോട്ട് എയർ ബലൂണിലുള്ള യാത്ര. അങ്ങനെ അടുത്തൊരു അട്രാക്ഷൻ തന്നെ അതാണ്. അങ്ങനെ ഓരോ രാജ്യത്തും പോയാൽ ഓരോ രസങ്ങളുണ്ടാവും. ഇപ്പൊ കഴിഞ്ഞ വർഷം നമുക്ക് ഒരു 12 രാജ്യങ്ങൾ യാത്ര ചെയ്യാൻ കഴിഞ്ഞു. ഈ വർഷം 10 രാജ്യങ്ങളാക്കാൻ കാരണം കുറച്ച് ബിസിനസ് ലക്ഷ്യങ്ങൾ, ട്രെയിനിങ് ലക്ഷ്യങ്ങൾ കൂടുതലുള്ളത് കൊണ്ട് 10 രാജ്യങ്ങൾ യാത്ര ചെയ്യും. ട്രെയിനിങ്ങിനും ഒരു പാഷനാണ്. അതിന് അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങളത് പറഞ്ഞോളി. പാഷന് വേണ്ടി സമയം ചെലവഴിക്കണം. പാഷന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കണം. അപ്പൊ ഇനി കൺക്ലൂഷൻ നമ്മൾ നിർത്താം. കൺക്ലൂഷൻ എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ എഴുതിയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊരു പേപ്പറിലാക്കാം. ആദ്യം ഫുള്ള് എഴുതുക, നല്ല വിശദമായിട്ട് നമ്പർ ഇട്ട് ക്ലാരിറ്റിയോട് കൂടി എഴുതണം. ആര്, എന്ത്, എപ്പോ, എവിടെ, എങ്ങനെ. ഇപ്പൊ വീടൊക്കെ എഴുതുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന സ്ഥലത്ത് ഇത്ര സെന്റ് ഭൂമിയിൽ ഇത്ര കോടിന്റെ ഇത്ര സ്ക്വയർ ഫീറ്റ് ഉള്ള വീട്, ഇന്ന ഡിസൈനിലുള്ള വീട്, ഇന്ന ദിവസം, ഇന്ന മാസം, ഇന്ന സമയത്ത് എന്റെ ഉമ്മ ഉദ്ഘാടനം ചെയ്ത് ഞാനും എന്റെ കുട്ടികളും അതിൽ കളിച്ച് ഉല്ലസിക്കും. അങ്ങനെ തന്നെ എഴുതണം. ക്ലാരിറ്റി വേണം ഗോളിന് ക്ലാരിറ്റി വേണം. ആര്, എന്ത്, എപ്പോൾ, എങ്ങനെ. ഞാൻ ബിസിനസ് ഉഷാറാക്കുന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ഇപ്പോഴുള്ള ഒരു ഉദാഹരണത്തിന് ട്രെയിനിങ് ബിസിനസ്, ഒരു ഉദാഹരണത്തിന് 5 കോടി കച്ചവടം ചെയ്യുന്ന ട്രെയിനിങ് ബിസിനസ് ഈ വർഷം അവസാനം ആകുമ്പോഴേക്ക് 10 കോടി എന്നുള്ള പ്രോഫിറ്റ് ലെവലിലേക്ക് മാറ്റും എന്നുള്ള ഒരു സെലിബ്രേഷൻ ഞങ്ങൾ ഇന്ന സ്ഥലത്ത്, ഒരു ഉദാഹരണത്തിന് ഞങ്ങൾ മലേഷ്യയിൽ ഞങ്ങളെ ടീമിന്റെ കൂടെ ഞങ്ങൾ ആ 10 കോടി പ്രോഫിറ്റ് അച്ചീവ്മെന്റ് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തിരിക്കും 31 ഡിസംബറിന് എന്നിപ്പോ എഴുതി വെക്കണം.
ആ സെലിബ്രേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അങ്ങനെ അങ്ങനെ കറക്റ്റ് എഴുതി വെക്കണം. അതൊക്കെ എഴുതി വെച്ചതിന് ശേഷം ഇനിയാണ് ലോ ഓഫ് അട്രാക്ഷനിലേക്ക് പോകേണ്ടത്. വളരെ രസകരമാണ് സംഭവം. വിത്ത് ഫാമിലിയോ? എങ്ങോട്ടാണ് ഫാമിലി? ഇതോ തുർക്കിയോ? തുർക്കി ഫാമിലി വരണമെങ്കിൽ വരാം. ബേസിക്കലി ബിസിനസ് നെറ്റ്വർക്കിംഗ് ട്രിപ്പാണ്. ബിസിനസ് ഫാമിലി ആണെങ്കിൽ പോന്നോളി. അല്ലെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുക ബിസിനസ്സുകാർ മാത്രമാണ്. അത് ആണായാലും പെണ്ണായാലൊന്നും കുഴപ്പമില്ല. ബിസിനസ്സുകാരായിരിക്കണം. ആണായാലും പെണ്ണായാലൊന്നും കുഴപ്പമില്ല, ബിസിനസ്സുകാരായിരിക്കണം. അപ്പോഴേ ചർച്ചകൾക്ക് ഒരു ഗുമ്മിട്ടുള്ളൂ. നമ്മൾ അധികം ട്രിപ്പുകളും ബിസിനസ് നെറ്റ്വർക്കിങ്ങുകളായിരിക്കും. ഫാമിലി ട്രിപ്പുകൾ വേറെ തന്നെ അനൗൺസ് ചെയ്യും, ഫാമിലി വിത്ത് കിഡ്സ്. പക്ഷെ ഇത്തരം ട്രിപ്പുകളൊക്കെ, ഞാൻ പോകുന്ന ട്രിപ്പുകളൊക്കെ അധികവും ബിസിനസ് നെറ്റ്വർക്കിംഗ് ട്രിപ്പുകളായിരിക്കും. പിന്നെ അപ്പൊ പറഞ്ഞു വരുന്നത് ലോ ഓഫ് അട്രാക്ഷൻ. അതായത് നമ്മളിപ്പോൾ എഴുതിയ ഗോളുകളൊക്കെ ആദ്യം ഒരു ചാർട്ട് പേപ്പറിൽ വരക്കുക, വിഷൻ ബോർഡ് വരക്കും പോലെ. അതായത് നമ്പറുകൾ ഇട്ടിട്ട് വരക്കുക. പിന്നെ കാറിന്റെ ഫോട്ടോ, വീടിന്റെ ഫോട്ടോ, പൈസന്റെ ഫോട്ടോ, ട്രാവലിങ്ങിന്റെ ഫോട്ടോ, സാമൂഹികമായിട്ട് ചെയ്യുന്ന ചാരിറ്റിന്റെ ഫോട്ടോ, അത് പാഷന്റെ ഫോട്ടോ, ഹോബിന്റെ ഫോട്ടോ, ഫാമിലി റൊമാൻസിന്റെ ഫോട്ടോ, ഹെൽത്തിന്റെ ഫോട്ടോ, അങ്ങനെ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഗോളുകളൊക്കെ ഇമേജസ് ആയിട്ട് ഇങ്ങനെ വരക്കുക. ഒരു ബോർഡിൽ, എന്തായാലും പറയാ, ചാർട്ട് പേപ്പറിൽ, വലിയ ചാർട്ട് പേപ്പറിൽ നല്ല കളർ പെന്നുകൊണ്ട് അടിപൊളിയായിട്ട് 3D ആയിട്ട് വരച്ചിട്ട്. ഇപ്പൊ കാറൊക്കെ ആണെങ്കിൽ BMW കാറാങ്ങൾ ഉദ്ദേശിച്ചെങ്കിൽ BMW ഒരു 3D സാധനം വാങ്ങാൻ കിട്ടും. അത് അതിമേ കൊണ്ടുവന്ന് ഒട്ടിക്കുക. അങ്ങനെ തൊട്ട് വെക്കാൻ, ഇടക്കിടയ്ക്ക് X5 തൊട്ട് വെക്കാൻ അത് ഒട്ടിക്കുക. വീടിന്റെ ഒക്കെ എന്തായാലും പറയാ, ഒരു മോഡൽ ഉണ്ടാക്കിക്കുക. ഒരു മോഡൽ ഉണ്ടാക്കിയിട്ട് ആ മോഡൽ അവിടെ കൊണ്ടുവന്ന് ഒട്ടിക്കുക. പൈസന്റെ ആ ഒരു കമ്പനി, അതിന്റെ പൈസ, അതിന്റെ കറക്റ്റ് ആയിട്ട് എഴുതുക. എന്നിട്ട് അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് ഇമേജ് ആക്കിയിട്ട് ഒരു ഫ്രെയിം ചെയ്യാം. എന്നിട്ട് ആരും കാണാത്ത ഒരു സ്ഥലത്ത്, ഒരു ഉദാഹരണത്തിന് നിങ്ങളെ ബെഡ്റൂമിൽ വെക്കുക. അല്ലാതെ നാട്ടുകാർ വരുന്നിടത്തൊന്നും വെക്കണ്ട, ബെഡ്റൂമിൽ വെക്കുക. നാട്ടുകാർ കണ്ട പോലും പിരാന്താണ് അറിയും. ബെഡ്റൂമിൽ വെക്കുക. ബെഡ്റൂമിൽ വെച്ചിട്ട് എന്നും രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് ആ സാധനം കാണണം. എന്നിട്ട് ഇനിയാണ് ലാസ്റ്റ് പോയിന്റ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അറ്റൻഡ് ചെയ്യാൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് സമയം അതിൽ മെഡിറ്റേറ്റ് ചെയ്യണം. എങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പൊ കാറാണെങ്കിൽ കാർ നമുക്ക് നോക്കാം. എന്നിട്ട് ആ കാറിനെ ജീവനുള്ള കാറാക്കിയിട്ട് ആ കാറിൽ നിങ്ങൾ ഇരുന്നിട്ട് ആ കാർ വാങ്ങി അത് ഓടിച്ചിട്ട് അതിലിങ്ങനെ ബാംഗ്ലൂർക്ക് പോണത് വിഷ്വലൈസ് ചെയ്യണം. അതായത് ആ ജീവിതം ജീവിക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യണം. ഇപ്പൊ നിങ്ങൾക്ക് ദുബായിൽ ഓഫീസ് തുടങ്ങാനാണ് നിങ്ങളൊരു ഗോളെങ്കിൽ, ദുബായിൽ ആ ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോത്തിനെ ലൈവ് ആക്കിയിട്ട് ദുബായിൽ പോയി ഓഫീസ് തുടങ്ങി അതിന്റെ നാടൊക്കെ മുറിച്ച് ആ ഓഫീസിന്റെ സിഇഒന്റെ ചെയറിൽ ഇരുന്നിട്ട് ഇങ്ങനെ കറങ്ങണത്, ഇങ്ങനെ ആ ജീവിക്കണത് വിഷ്വലൈസേഷൻ. അങ്ങനെ ഓരോന്ന്, കച്ചവടത്തിൻ്റെത്, ഫാമിലിയുടെ കൂടെ റൊമാൻസ്, നമ്മളിങ്ങനെ റൊമാൻറ്റിക്കായി നമ്മളിങ്ങനെ ജീവിക്കുന്നത്, ഓളെ മടി കിടക്കുന്നതും തലോടുന്നതും ഹഗ് ചെയ്യുന്നതും കിസ് ചെയ്യുന്നതും സംഭാഷണങ്ങൾ ചെയ്യുന്നതും, ഓളെ കൈ പിടിച്ച് ചേർത്ത് പിടിച്ച് നടക്കുന്നു, ഓളെ കൂടെ ബീച്ചിൽ നടക്കുന്നു, ഓക്ക് ചോറ് വാരി കൊടുക്കുന്നതും, ഓളെ നെഞ്ചത്ത് കിടക്കുന്നതും, ഓളെ മടിയിൽ കിടക്കുന്നതും, ഓഫീസിലേക്ക് പോകുമ്പോൾ ഓളെ ഹഗ് ചെയ്യുന്നതും കിസ് ചെയ്യുന്നതും, കുട്ടികളുടെ കൂടെ ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുന്നതും ഒക്കെ വിഷ്വലൈസ് ചെയ്യാം. ഈ വിഷ്വലൈസ് ചെയ്ത സാധനം നമ്മളെ ജീവിതത്തിൽ നടക്കൂട്ടോ. വിഷ്വലൈസ് ചെയ്യണം. അതായത് എന്താണോ നമ്മൾ ജീവിക്കാൻ ആക്ച്വലി ആഗ്രഹിക്കുന്നത് അത് അങ്ങനെ തന്നെ ജീവിക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യണം. നമ്മൾ ആ മാനത്ത് കാണണം. അതൊരു മെഡിറ്റേഷന് കൂടിയാണ്. അങ്ങനെ ഓരോന്ന് വിഷ്വലൈസ് ചെയ്ത് കണ്ടാൽ, നമ്മൊരു ഉദാഹരണം പറയാം. ഭാര്യയിൽ നിന്ന് നമ്മൾ തുടങ്ങാം. വിഷ്വലൈസേഷൻ ഗോളുകൾ കൺക്ലൂഡ് ചെയ്യാണല്ലോ. ഇപ്പോൾ നമ്മൾ ഒരു ഷോപ്പ് തുടങ്ങിയാൽ, ബ്രോസ്റ്റഡിന്റെ ഒരു ഷോപ്പ് തുടങ്ങിയാൽ, ആ ഷോപ്പ് തുടങ്ങുന്നു, ഉദ്ഘാടനം ചെയ്യുന്നു, ഉദ്ഘാടനത്തിന്റെ മുമ്പ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നു, യൂട്യൂബേഴ്സൊക്കെ വന്ന് റീലിടുന്നു, അങ്ങനെ അത് മാർക്കറ്റ് ചെയ്യുന്നു, ഇവിടെ ഫ്ലക്സ് വെക്കുന്നു, അവിടെ ഫ്ലക്സ് വെക്കുന്നു, അടിപൊളി ബ്രോസ്റ്റാണ്, നല്ല സംഭവമാണ്, കസ്റ്റമർ തിങ്ങിക്കയറി വന്നിട്ട് കസ്റ്റമറിൽ ഇവിടെ കാൽമ ചവിട്ടാൻ സ്ഥലമല്ല, ആകെ ഇടങ്ങാറാണ്, തിക്കും തിരക്കും, ആകെ സാധനം കൊടുക്കാനില്ല, അങ്ങനെ ആകെ ഭയങ്കര കച്ചവടമായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നു. അങ്ങനെ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷോപ്പ് അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പൊ ഭാര്യയായിട്ട് നമ്മൾ റൊമാൻസ് ആസ്വദിക്കുന്നത് ഇങ്ങനെ നമ്മളൊക്കെ വിഷ്വലൈസ് ചെയ്ത്, അപ്പോഴാണ് ഭാര്യ ഇങ്ങനെ നടന്നു വരുന്നത്. അപ്പൊ നമുക്ക് ഓളൊന്ന് ഉമ്മ വെക്കാൻ തോന്നും, ഓളൊന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നും. കാരണം നമ്മളിപ്പോ വിഷ്വലൈസ് ചെയ്ത സാധനമല്ലേ അത്. വിഷ്വലൈസ് നമുക്ക് ഒന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നും, ഒന്ന് ഉമ്മ വെക്കാൻ തോന്നും, ഒന്ന് തലോടാൻ തോന്നും. കാരണം നമ്മളിപ്പോ വിഷ്വലൈസ് ചെയ്ത സാധനമാണല്ലോ. അങ്ങനെ തുടങ്ങിയിട്ട് അപ്പോഴാണ് മക്കൾ സ്കൂൾ കഴിഞ്ഞ് വരിക. നമ്മളിപ്പോ വിഷ്വലൈസ് ചെയ്തിട്ടുള്ളൂ അവരെ കെട്ടിപ്പിടിക്കുന്നത്. മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോൾ അവരൊന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നും. അല്ലെങ്കിൽ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ അവരൊന്ന് തലോടിയിട്ട് വിടാൻ തോന്നും. ചുരുക്കി പറഞ്ഞാല് അങ്ങനെ ഓരോ സാധനവും നമ്മൾ ആദ്യം ചെയ്തതായിട്ട് കാണിക്കുക. ഇനി സംഭവിക്കുന്നത് വെച്ചാൽ, ഒരു ഉദാഹരണം പറഞ്ഞുതരാം. എനിക്കിപ്പോ ഒരു ഗോൾ ഉണ്ട്. ഒരു ഉദാഹരണമാണ് 10. ഞാൻ എന്റെ ഉദാഹരണം വെച്ച് പറയുമ്പോൾ നിങ്ങൾ ഉദാഹരണം കണ്ടോളിട്ടോ. 10 വീട് വെക്കണം എന്നാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ ഞാനത് എന്നും വിഷ്വലൈസ് ചെയ്ത് 10 വീട് വെക്കണം. ഓക്കെ. അപ്പൊ ഞാൻ ട്രെയിനിങ് എടുക്കുന്ന, ഞാൻ കോർപ്പറേറ്റ് കോച്ചിങ് ചെയ്യുന്ന ഒരു കമ്പനിക്ക് ഈ വർഷം 100 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ ഈ ഒരു ലക്ഷ്യബോധം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ വർത്തമാനത്തിനിടയിൽ അതിന്റെ MD യോട് പറയുന്നു, നമുക്ക് ഇങ്ങനെ റുഖിയ ഫൗണ്ടേഷൻ ഈ വർഷം ഇങ്ങനെ ഒരു ലക്ഷ്യബോധമുണ്ട്,
എന്ന് അയാളെ സൂചിപ്പിക്കുന്നു. അപ്പം സ്വാഭാവികമായിട്ടും അയാളുടെ കമ്പനിയുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് നീക്കി വെക്കുമ്പോൾ ഞാൻ ഈ വിഷയം പറഞ്ഞതുകൊണ്ട് തന്നെ 100 കോടിയിൽ നിന്നും ഒരു 10 കോടി രൂപ 10 ലക്ഷം രൂപ മാറ്റിവെക്കുക എന്ന് പറഞ്ഞത് അയാളെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ ഒരു സംഭവമാണ്. അത് നടക്കുമെന്ന് ഉറപ്പാണ്. പക്ഷേ ഞാൻ ഈ സാധനം എഴുതിയിട്ടും ഇല്ല, അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ഒരു ഐഡിയ അല്ല. പക്ഷെ എഴുതിയിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇന്ന് രാവിലെ വിഷ്വലൈസ് ചെയ്തിട്ടില്ല. കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ആ MD-നെ കണ്ടിട്ടുണ്ടാവും, പക്ഷെ എനിക്ക് ആ വിഷയം പറയാൻ ഓർമ്മ ഉണ്ടാവില്ല. ആ MD-ന്റെ അടുത്ത് പൈസ കിട്ടാൻ ഒരു പണിയില്ല. പക്ഷെ 2 കാരണത്താൽ, ഒന്നെങ്കിൽ ഞാൻ ആ ലക്ഷ്യബോധം എഴുതിയിട്ടേ ഇല്ല, അല്ലെങ്കിൽ ഞാൻ എഴുതിയിട്ടുണ്ട് പക്ഷെ ഇന്ന് രാവിലെ ഞാൻ വിഷ്വലൈസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് അയാളായിട്ട് മീറ്റിംഗ് ഉണ്ട്, എനിക്ക് കച്ചവടം സംസാരിച്ചു പിരിഞ്ഞു, ഈ വിഷയം പറഞ്ഞിട്ടില്ല. അതോടുകൂടി ആ പ്രശ്നം നടന്നില്ല. ചുരുക്കി പറഞ്ഞാൽ എന്നും വിഷ്വലൈസ് ചെയ്യണം. എപ്പോഴാണ് നമ്മുടെ ഇൻവെസ്റ്റർ, നമ്മുടെ സപ്പോർട്ടർ, നമ്മൾക്കിപ്പോൾ ഒരു ഫ്രാഞ്ചൈസി തുടങ്ങണം. ഒരു ഉദാഹരണം, എനിക്ക് ട്രാവൽ ആൻഡ് ഗ്രോയുടെ ദുബായിൽ ഒരു ഫ്രാഞ്ചൈസി തുടങ്ങണം. ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ ഒമാനിൽ ഫ്രാഞ്ചൈസി തുടങ്ങണം എന്നുള്ള ബ്രാഞ്ച് തുടങ്ങണം എന്നുള്ള ലക്ഷ്യബോധം എഴുതിയിട്ടാണ് ഞാൻ പോയത്. അതുകൊണ്ട് തന്നെ ഒമാനിൽ ഞാൻ സംസാരിക്കുന്ന ഓരോ ബിസിനസ്മാൻ എൻ്റെ മൈൻഡിൽ ഈസ് ഹി മൈ ഇൻവെസ്റ്റർ, ഈസ് ഹി മൈ പാർട്ട്ണർ, ഈസ് ഹി മൈ പാർട്ട്ണർ, ഈസ് ഹി മൈ പാർട്ട്ണർ എന്നിങ്ങനെ തോന്നി. അതിൽ 3 പേര് ദേ ആർ പൊട്ടൻഷ്യൽ പാർട്ട്നേഴ്സ്. അത് ഞാൻ അങ്ങോട്ട് പറഞ്ഞതല്ല, ഓല് ഇങ്ങോട്ട് പറഞ്ഞതാണ്. എൻ്റെ വർത്താനത്തിനിടയിൽ ട്രാവൽ ആൻഡ് ഗ്രോന്റെ ഒരു ബ്രാഞ്ച് നമുക്ക് മസ്കറ്റിൽ തുടങ്ങിയാലോ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല, അവരിങ്ങോട്ട് പറഞ്ഞതാ. കാരണം എൻ്റെ സംസാരങ്ങളിൽ എൻ്റെ പ്ലാനുകൾ ഉണ്ടായിരുന്നു, എൻ്റെ സംസാരങ്ങളിൽ എൻ്റെ ഗോളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അവരിങ്ങോട്ട് പറയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങളേറ്റ്, ലോക്കൽ പാർട്ട്ണർ നമ്മള്, 50% പാർട്ട്ണർ നമ്മള് എന്ന് അവർ ഇങ്ങോട്ട് പറയുന്നു. എന്തുകൊണ്ട് വെച്ചാൽ ഞാൻ അന്ന് രാവിലെ ആ ഗോൾ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓരോരുത്തരും മീറ്റ് ചെയ്തപ്പം എൻ്റെ ലക്ഷ്യബോധത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ തോന്നുന്നത് അവരോട്. അതല്ലെങ്കിൽ ഞാൻ ഒമാനിൽ പോകും, അവരെ കാണും, അവരുടെ കൂടെ അടിപൊളി മന്തി അടിക്കും, തിരിച്ചു പോരും. യമനി മന്തി അടിക്കും, തിരിച്ചു പോരും. ഗോളുകൾ എഴുതിയിട്ടുമില്ല, അന്ന് രാവിലെ വിഷ്വലൈസ് ചെയ്തിട്ടില്ല. മറ്റത് ഗോളുകൾ എഴുതുകയും എല്ലാം രാവിലെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുകയും ചെയ്താൽ ആ സാധനം ഇങ്ങോട്ട് നടന്നു വരും. ഞാനൊരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം. നമുക്ക് ഹ്യൂമൻ എക്സലൻസ് അക്കാഡമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പീരിയൻഷ്യൽ ലീഡർഷിപ്പ് ഒരു റിസോർട്ട് ടൈപ്പ് എന്താ പറയുക, ഒരു ആശ്രമം ടൈപ്പ് സാധനം വരുന്നുണ്ട്. ആ സാധനം എഴുതിയിട്ട് പ്ലാൻ ആക്കി വിഷൻ ബോർഡ് ആക്കിയിട്ട് ഞാൻ എൻ്റെ ഒരു ട്രെയിനിങ് മെമ്പർക്ക്, ഞങ്ങൾ ബാംഗ്ലൂരിൽ ഒരു 21 ദിവസത്തെ ട്രെയിനിങ്ങിന് പോയ സമയത്ത് എൻ്റെ ട്രെയിനിങ് ഗ്രൂപ്പിലെ ഒരു മെമ്പർക്ക് എൻ്റെ വിഷൻ ബോർഡ് ഞാൻ പ്രസന്റ് ചെയ്തു. ആ പ്രസന്റ് ചെയ്ത് ജസ്റ്റ് എൻ്റെ വിഷൻ ബോർഡ് പ്രസന്റ് ചെയ്യാൻ വേണ്ടി പ്രസന്റ് ചെയ്ത. എനിക്കറിയില്ലായിരുന്നു അയാളുടെ സാമ്പത്തിക ആസ്തിയൊന്നും. പിന്നീടാണ് അറിഞ്ഞത് അയാൾ 1000 കോടി ആസ്തിയുള്ള ആളാണെന്നും അയാൾക്ക് എൻ്റെ പ്രൊജക്ടിന് വേണ്ടിയിട്ട് 10 കോടി സപ്പോർട്ട് ചെയ്യാൻ അയാൾക്ക് ഒരു പണിയില്ല. അയാൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, നിന്റെ ഈ പ്രൊജക്ടിന് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും, അപ്രോപ്രിയേറ്റ് ലാൻഡ് കണ്ടെത്തിക്കോന്ന്. ഇന്ത്യയിൽ 10 കോടി ഇല്ല, ഞാൻ എഴുതി വെച്ചു, എനിക്ക് പൈസ കിട്ടി. അതാ പറഞ്ഞ ആദ്യം നിങ്ങൾ എഴുതി വെക്കി എന്ന് പറഞ്ഞില്ലേ, എഴുതി വെക്കി എന്നിട്ട് ഡെയിലി അത് വിഷ്വലൈസ് ചെയ്യും. അതുമായി ബന്ധപ്പെട്ട ആളുകളും സാഹചര്യങ്ങളും നിങ്ങളിലേക്ക് നടന്നു വരും. അങ്ങോട്ട് പോണ്ട, ഇങ്ങോട്ട് നടന്നു വരും. ജീവിതാനുഭവമാണ്. അങ്ങനെ ഇങ്ങോട്ട് നടന്നു വന്ന അനുഭവങ്ങളുള്ള ആൾക്കാരൊക്കെ ഒന്ന് കൈമുക്കിയ, ഒരു സാധനം എഴുതി വെച്ചിട്ട് ആ സാധനം ഇങ്ങോട്ട് നടന്നു വന്ന അനുഭവങ്ങളുള്ളവർ, ഇങ്ങോട്ട് നടന്നു വന്ന അല്ലേ? അനീനക്കുണ്ട്, സലീലിനുണ്ട്. പറയും ഇങ്ങോട്ട് നടന്ന് എഴുതി വെച്ചു, വിഷ്വലൈസ് ചെയ്തു. ആ സാധനം അങ്ങോട്ട് മുമ്പ് നമ്മളെ കണ്ണിന്റെ മുമ്പ് ഇങ്ങോട്ട് നടന്നു വരുന്നു അല്ലെ? സുബിൻ അഹമ്മദ്, ഡോക്ടർ സായിറ, യെസ്. കുറെ ആളുകൾക്കുണ്ടാവും ഇങ്ങോട്ട്, യെസ്, ഒരുപാട് ആളുകൾക്കുണ്ടാവും. ഞാൻ റിയാലിറ്റിയാ പറയുന്നത്. പിന്നെ നമ്മൾ പറയുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളാൻ തോന്നും കേട്ടോ. കാരണം എക്സ്പീരിയൻസ് ഇല്ലല്ലോ. നമ്മൾ അനുഭവിക്കുന്നത് വരെ നമ്മളൊരു സാധനം വിശ്വസിക്കൂല, നമുക്കൊരു സാധനം വിശ്വസിക്കൂല നമ്മൾ. പക്ഷെ ഇതൊക്കെ ഞാൻ പറയുന്നത് എപ്പോഴും എൻ്റെ ഏതൊരു സ്പീച്ചിലും ഞാൻ പറയുന്നതൊക്കെ ഞാൻ അനുഭവിച്ച സംഭവങ്ങളാണ്. ഒന്നെങ്കിൽ എന്നിലൂടെ അല്ലെങ്കിൽ എൻ്റെ ക്ലയന്റിലൂടെ, അല്ലെങ്കിൽ എന്നിലൂടെ അനുഭവിച്ച അനുഭവങ്ങൾ, അനുഭവിച്ച് വിശ്വസിച്ച സാധനങ്ങളെ ഞാൻ പറയാറുള്ളൂ. പുസ്തകം വായിച്ചിട്ട് ഞാൻ പറയാറില്ല. ഒരു വീഡിയോയിലും പുസ്തകത്തിൽ നിന്ന് എടുത്ത ഒരു നോളജ് നിങ്ങൾക്ക് കിട്ടില്ല ഞാൻ പറയുന്നതായിട്ട്. അതെപ്പോഴും എൻ്റെ ജീവിതാനുഭവത്തിലോ എൻ്റെ ക്ലയന്റ് അനുഭവത്തിലോ അതോ പറയുന്നത്. എല്ലാവരും അടിപൊളിയായിട്ട് ഗോളുകൾ എഴുതുക. നമ്മളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. എന്ത് സപ്പോർട്ട് വേണമെങ്കിലും, എന്ത് ഹെൽപ്പ് വേണമെങ്കിലും, നിങ്ങളുടെ ബിസിനസ്സിലായാലും പേഴ്സണലായാലും എന്ത് ഹെൽപ്പ് സപ്പോർട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഏത് രീതിയിലും പ്രൊഫഷണലി നമുക്ക് അസോസിയേറ്റ്. ഏതായാലും കൺക്ലൂഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ട് ചോദിക്കാം. പേഴ്സണൽ ഡയറിയിൽ എഴുതിയാൽ മതി, പക്ഷെ അത് കറക്റ്റ് എഴുതി വെക്കണം. പക്ഷെ പോരാ, ഞാൻ പറഞ്ഞ മറ്റേ വിഷൻ ബോർഡ് ഉണ്ടല്ലോ, വിഷൻ ബോർഡ് അല്ലെങ്കിൽ ഗോൾ ബോർഡ് ഉണ്ടാക്കണം കേട്ടോ.
ഗോൾ ബോർഡ് ഉണ്ടാക്കിയിട്ട് ബെഡ്റൂമിൽ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കണം കേട്ടോ. എന്നിട്ട് രാവിലെ അതിന്റെ മുമ്പിൽ പോയി വിഷ്വലൈസ് ചെയ്യണം. ആ സാധനം ജീവിക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യണം. അപ്പോഴേ ഇൻവെസ്റ്റർ ഇങ്ങോട്ട് നടന്നു വരുള്ളൂ കേട്ടോ. അപ്പോഴേ ഇൻവെസ്റ്റർ ഇങ്ങോട്ട് നടന്നു വരുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്ട് ഇങ്ങോട്ട് നടന്നു വരൂ. അതെല്ലാരും കണ്ട ബെഡ്റൂമിൽ ആരും കയറി വരില്ലല്ലോ. ഈ വീഡിയോന്റെ റെക്കോർഡിംഗ് തരാം. അത് ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് പറയാൻ പറ്റുന്നതും പറയാൻ പറ്റാത്തതൊക്കെ ഉണ്ടാവുമല്ലോ. അതിൽ നോക്കട്ടെ, എഡിറ്റ് ചെയ്തിട്ട് തരാം. അപ്പൊ ചുരുക്കി പറഞ്ഞാല് എല്ലാവരും പൊളിക്കണം കേട്ടോ. ചോദ്യങ്ങളൊക്കെ ഉണ്ടേ ചോദിച്ചോളി. ക്വിക്ക് ഉത്തരങ്ങൾ പറയാം. ഹാഫിസ് മുഹമ്മദ്, റിട്ടയർ അറ്റ് 40. ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, എന്റെ +2 അധ്യാപകനായ സമദ് മാഷ് എന്ന വലിയ വ്യക്തിയാണ് എനിക്ക് ആ ഒരു ആശയം തന്നത്. ജീവിതത്തിൽ പ്രൊഫഷണൽ ജോബ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഇപ്പൊ ഡോക്ടർ ആണെങ്കിൽ ഡോക്ടറുടെ ജോലി, കൗൺസിലർ ആണെങ്കിൽ കൗൺസിലറുടെ ജോലി ഒരു 40-ആം വയസ്സിൽ നിർത്തിയിട്ട് പാഷൻ ആൻഡ് പർപ്പസ്, അതായത് ജീവിതം ആസ്വദിക്കുക, സമൂഹത്തിന് സെർവ് ചെയ്യുക, അതിലേക്ക് വരണം എന്നുള്ള ഒരു കൺസെപ്റ്റ്. അപ്പം അതിനു മുമ്പ് നന്നായിട്ട് പ്ലാൻ ചെയ്യണം. ഞാൻ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് 35-ആം വയസ്സിലാണ്. ഇൻവെസ്റ്റ്മെന്റും ഒരു പാസീവ് ഇൻകവും എന്റെ കുടുംബത്തിന് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത്, ബിസിനസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ കഴിഞ്ഞ വർഷം റിട്ടേൺ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴാണ് ജീവിച്ചു തുടങ്ങിയത്. സംഗതി പൊളിയാണ്. ലൈഫിൽ നമ്മൾക്ക് ആരും മൂക്കാരിടാനില്ല. നമ്മളിഷ്ടം, നമ്മൾ എന്താ പറയുക, ഇഷ്ടമുള്ളവർക്ക് ഫ്ലൈ ചെയ്യണു. ആരോടും റീഎൻട്രി. ഇന്ത്യ ഏറ്റവും വലിയ പ്രശ്നം, ഇപ്പൊ എന്റെ ഇതൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ റീഎൻട്രി. സൗദിയിലൊരു പ്രശ്നമുണ്ട്, റീഎൻട്രി. സൗദിക്കാർക്ക് അറിയാലോ. അതിങ്ങനെ ഓച്ചാനിച്ച് നിന്ന് റീഎൻട്രി വാങ്ങണ്ട. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ പാസ്പോർട്ട് എടുത്ത് ഇഷ്ടമുള്ളിടത്തേക്ക് പോകാം. അതിനനുസരിച്ച് സമ്പത്തും ഉണ്ട്, സാഹചര്യങ്ങളും ഉണ്ട്, കണക്ഷൻസും ഉണ്ട്. ലൈഫിന് ഇപ്പോഴാണ് ശരിക്കും ജീവൻ വന്നത്. യങ്സ്റ്റേഴ്സ് ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് പ്ലാൻ ചെയ്താൽ 40-ആം വയസ്സിൽ റിട്ടയർ ചെയ്ത് ആരോഗ്യമുള്ള പ്രായത്തിൽ നാട്ടിൽ കുടുംബത്തിന്റെ കൂടെ ജീവിക്കാം. ഇപ്പൊ 120 ദിവസമെങ്കിൽ 120 ദിവസം കിട്ടിയാൽ പൊളിയല്ലേ. ബാക്കിയുള്ള ദിവസം നമ്മൾ ലോകം ചുറ്റില്ലല്ലോ, അത് വെറുതെ ഇരിക്കുന്നല്ലോ. അനുഭവങ്ങളുമായിട്ടല്ലേ തിരിച്ചു വരുന്നത്. ഭയങ്കര മൂഡിലാണ് തിരിച്ചു വരാം. അതായത് എല്ലാ ആഴ്ചയും ഹണിമൂണാണ് മക്കളെ, എല്ലാ ആഴ്ചയും ഹണിമൂണാണ്. അലീക്ക് എന്താ കേൾക്കണില്ലേ? ഹൗ ടു ഫൈൻഡ് പാഷൻ കുഡ് യു പ്ലീസ് വീഡിയോ. ഞാൻ വീഡിയോ ചെയ്യാം. പാഷൻ കുറെ ആൾക്കാർ ചോദിച്ചതല്ലേ. അത് എല്ലാ ആഴ്ചയും ഹണിമൂൺ ആണെന്ന് പറഞ്ഞ അലീക്കാക്ക് പിടിച്ചിട്ടില്ല. അതാണ് ഇപ്പൊ ചിരിക്കാത്തത്. അപ്പൊ നിർത്തട്ടെ. വേറെന്താ? മെന്റർ പ്ലീസ് ഗീവ് മീ ആൻ അഡ്വൈസ് ഫോർ ഇംപ്രൂവിങ് മൈ സ്റ്റഡീസ്. എന്താ അതായത് എന്ത് പഠിക്കുന്നതിലപ്പുറം ഇമ്പോർട്ടന്റ് ആണ് എന്തിനാ പഠിക്കണമെന്ന്. അതായത് പഠിക്കുന്നതിന്റെ മുമ്പിൽ ഒരു കാരണം വേണം, വലിയ ലക്ഷ്യബോധം വേണം. നമ്മളെ ഓരോ ഗോളുകളും നമ്മുടെ വിഷനുമായിട്ടും പർപ്പസുമായിട്ടും അലൈൻഡ് അല്ലെങ്കിൽ മൂഡ് ഉണ്ടാവില്ല. അതിനെ ബിഗ്ഗർ പിക്ചറുമായിട്ട് അലൈൻ ചെയ്യണം. അപ്പോഴേ മൂഡ് ഉണ്ടാവുള്ളൂ. എന്തിനാ പഠിപ്പിക്കണേ? വിഷൻ ബോർഡിനെ കുറിച്ച് വീഡിയോ ചെയ്യാം. അതൊന്ന് ആരെങ്കിലും നോട്ട് ചെയ്യണം. അലിക്ക ഒന്ന് നോട്ട് ചെയ്യും. പാഷനെ കുറിച്ച് വീഡിയോ ചെയ്യണം, വിഷൻ ബോർഡിനെ കുറിച്ച് വീഡിയോ ചെയ്യണം. അതൊന്ന് എനിക്ക് വാട്സപ്പിൽ ടെക്സ്റ്റ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞല്ലോ, എംപ്ലോയ്മെന്റ് ജോബ് 95% ലോകത്ത് എംപ്ലോയ്മെന്റ് ചെയ്യുന്നവരായിരിക്കും. അതൊരു കംഫർട്ടബിൾ ജോബാണ്, കംഫർട്ടബിൾ ഇൻകം സോഴ്സ് ആണ്. അപ്പം ജോബ് ചെയ്യുന്ന ഒരു ജോബ് തന്നെ ചെയ്തോളി. പക്ഷെ എന്ത് ചെയ്യണം, ഓരോ വർഷവും നമ്മുടെ വെർത്ത് കൂട്ടണം. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ചെറിയൊരു ഉദാഹരണം വെച്ച് പറഞ്ഞുതരാം. എന്റെ ആദ്യത്തെ ജോലി ഇപ്പം ഡോക്ടർ കദംസ് പൂനെ ഡയബറ്റിക് സെന്ററിൽ അസിസ്റ്റന്റ് എന്താ പറയാ ഇന്റേൺ ആയിട്ടാണ് ആദ്യത്തെ ജോലി. 1500 റുപ്യ ശമ്പളം. രണ്ടാമത്തെ ജോലി എൻ്റെ സ്വന്തം ക്ലിനിക്കിൽ, അത് പിന്നെ ഒരു കുഴപ്പമില്ലാത്ത സംഭവം. മൂന്നാമത്തെ ജോലി അസിസ്റ്റന്റ് മാനേജറായിട്ട് EMRI ഹൈദരാബാദിൽ, ഒരു 13,000 റുപ്യ ശമ്പളം. പിന്നീട് ജോലി നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനിൽ, അടുത്ത പിന്നെ ഒരു 25,000 റുപ്യ ശമ്പളം. അങ്ങനെ ഓരോ പിന്നെ ദുബായിലെ ജോലി, പിന്നെ സൗദിയിലെ ജോലി. പക്ഷെ ഈ ഒരു ജോലിയിൽ നിന്ന് അടുത്ത ജോലിയിലേക്ക് ചാടുമ്പോഴൊക്കെ എൻ്റെ ലൈഫിൽ വന്ന പ്രധാനപ്പെട്ട മാറ്റം എന്താ വെച്ചാൽ, ഞാൻ ഡിഗ്രി ചെയ്തപ്പോഴുള്ള സാലറി അല്ല എൻ്റെ PGക്ക് ഉള്ളത്. എമർജൻസിയിൽ PG കഴിഞ്ഞ് അതിൽ കുറച്ച് ക്രെഡൻഷ്യൽസ് ഉണ്ടായിരുന്നു, കാർഡിയോളജിയുടെയും മറ്റുമൊക്കെ. ക്രെഡൻഷ്യൽസ് എടുത്തപ്പോൾ എൻ്റെ പ്രൊഫഷൻ മാറി. പിന്നീട് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ കയറിയപ്പം റിസർച്ച് അല്ലെങ്കിൽ എന്താണ് PhD അല്ലെങ്കിൽ ആ ഒരു റിസർച്ച് എലമെന്റിലേക്ക് വന്നപ്പോൾ എൻ്റെ ഒരു സാലറി ലെവൽസ് മാറി. പിന്നീട് പിന്നെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടി ICF കോച്ചിങ്, NLP കോച്ചിങ്, അമേരിക്കൻ ബോർഡ് ഓഫ് NLP ട്രെയിൻ ദ ട്രെയിനർ, ICF PCC കോച്ച്, കോർപ്പറേറ്റ് ട്രെയിനിങ്, അങ്ങനെയുള്ള സാധനങ്ങളുടെ ക്രെഡൻഷ്യൽസ് എടുത്തപ്പോൾ എൻ്റെ വാല്യൂ കൂടി. അപ്പൊ ജോലി തന്നെയാണ് ഞാൻ കഴിഞ്ഞ 15-17 വർഷവും ചെയ്തത്. പക്ഷെ ഓരോ വർഷവും എൻ്റെ സാലറിയിൽ ഡബിളോ അതിൽ കൂടുതലോ, ഈവൻ ഒരു ഇൻകത്തിൽ 10 ഇരട്ടി വരെ ജമ്പ് ചെയ്ത കാലങ്ങളുണ്ട്. 10 ഇരട്ടി വരെ. ആകെയുള്ള മാറ്റം സെൽഫ് ഡെവലപ്മെന്റ് ആണ്. ഇൻക്രീസ് യുവർ വർത്ത്. ഈവൻ ഇഫ് യു ആർ എൻ എംപ്ലോയിഡ് പേഴ്സൺ, ഇൻക്രീസ് യുവർ വർത്ത്. നിങ്ങളുടെ ഒരു മണിക്കൂറിന്റെ വില കൂട്ടണം. അത് 10 രൂപയാണോ, 100 രൂപയാണോ, 1000 രൂപയാണോ, 1,00,000 രൂപയാണോ? നിങ്ങളെ ഒരു ദിവസത്തിന്റെ വില എത്രയാണ്? ഒരു ദിവസം നിങ്ങളെ എനിക്ക് കിട്ടണം, വില എത്രയാണ്? വെരി ഇമ്പോർട്ടൻ്റ് ആണ്.
ഞാനത് 500 ദിറംസിനും ചെയ്തിട്ടുണ്ട്, 5000 ദിറംസിനും ചെയ്തിട്ടുണ്ട്, 50,000 ദിറംസിനും ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം ഒരു ദിവസം ഒരു ദിവസമാണ്. ഒരു ദിവസത്തിന്റെ വില കൂട്ടണം. സോ ലേൺ ആൻഡ് ഡെവലപ്പ് യുവർ സെൽഫ്. ഇനി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ നിർത്തുകയാണ്. എല്ലാവരും പൊളിക്കണം കേട്ടോ ഈ വർഷം. ഷെയറാക്കണ്ടേ? ഷെയറാക്കണ്ടേ? കമന്റ് ഇട്ടാ മതി. കൗൺസിലിംഗ് ഇഷ്ടമാണ്. സാജൻ, മെന്ററിങ് നിങ്ങൾ ബിസിനസ് മെന്ററിങ് ആണെങ്കിൽ, കാരണം ഇപ്പം നമുക്ക് പേഴ്സണൽ മെന്ററിങ് ഒരുപാട് ആളുകളെ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി എനിക്കില്ല. 1-2 സിറ്റിങ്ങുകളൊക്കെ അറേഞ്ച് ചെയ്യാം, അത് പറ്റുമായിരിക്കും. അതിലപ്പുറം ഒരുപാട് പേഴ്സണൽ മെന്ററിങ് ചെയ്യാനുള്ള, ഈവൻ ഒരു വർഷത്തിൽ പോലും ഒരു 10 കമ്പനികളൊക്കെ മെന്റർ ചെയ്യാനുള്ള ഒരു 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 കപ്പാസിറ്റി ആയിരിക്കുള്ളൂ. 10 കമ്പനി, അല്ലെങ്കിൽ ഞാനും എൻ്റെ ടീമും കൂടി ചെയ്താൽ പോലും ഏറെ ഒന്ന ഒരു 20 കമ്പനികൾ ചെയ്യുമായിരിക്കും. അതിൽ കൂടുതൽ ചെയ്യാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. അതുകൊണ്ട് തന്നെ വെരി ലിമിറ്റഡ് ആണ്. നമ്മൾ ഇങ്ങനെ വീഡിയോസും ട്രെയിനിങ്ങുകളും ഇപ്പൊ ഏറ്റവും കൂടുതൽ എന്നെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക എൻ്റെ ഡീപ്പ് ഇമേർഷൻ എന്നുള്ള പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം ഉണ്ട്, അതിലേക്ക് വരാം. ബിസിനസ് ഇമേർഷൻ എന്ന് പറയുന്ന നമ്മുടെ ബിസിനസ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം ഉണ്ട്, അതിലേക്ക് വരാം. അവിടെയൊക്കെ നമ്മുടെ ടോട്ടൽ ചിന്താരീതികൾ, നിങ്ങളുടെ മൈൻഡ് സെറ്റിനെയും നിങ്ങളുടെ എന്താണ് പറയാ നിങ്ങളുടെ ചങ്ങലകളെ നമ്മൾ ഊരിയിട്ട് നിങ്ങളുടെ മൈൻഡിനെ വലുതാക്കി വലിയ ചിന്തയിലേക്കും വലിയ പ്ലാനിലേക്കും വലിയ സ്ട്രാറ്റജിയിലേക്കും കൊണ്ടുവരാൻ പറ്റും. പേഴ്സണലി ഓരോരുത്തരെയും മെന്റർ ചെയ്യാൻ ഒരുപാട് എന്താണ് പറയാ പരിമിതികളുണ്ട് ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ. അപ്പൊ ഏതായാലും നിങ്ങളുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് സംവദിച്ചുകൊണ്ടിരിക്കും, വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും. നമുക്ക് ഏതെങ്കിലും ട്രെയിനിങ്ങുകളൊക്കെ കാണാം. ഏതായാലും എല്ലാവരും ഉഷാറായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാം, ഗോൾസ് 2024 എന്ന് പറഞ്ഞിട്ട്. ആ വാട്സപ്പിൽ ഗ്രൂപ്പിൽ നിന്ന് ജോയിൻ ചെയ്ത ഇടയ്ക്ക് നമുക്ക് വോയിസ് ഒക്കെ ഇടാം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാം. ആ രീതിയിലും എല്ലാവർക്കും വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ടാക്കി നമ്മുടെ അഡ്മിൻ അയക്കുന്നതാണ്, അതിൽ ജോയിൻ ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് പരസ്പരം സപ്പോർട്ട് ചെയ്യാം. 52 വയസ്സായാലും വളരാൻ കഴിയാതെ പിന്നെ ഈ KFC ഒക്കെ തുടങ്ങിയത് തന്നെ 60-ആം വയസ്സിലാണേ. KFC ഒക്കെ. പിന്നെ വേറൊരു സാധനം, നമ്മുടെ ഈ വിഷൻ ബോർഡ് ഉണ്ടല്ലോ, വിഷൻ ബോർഡ്, അതിനെ നമുക്ക് മൊബൈൽ സ്ക്രീൻ സേവർ ആക്കി വെച്ചാലുള്ള സുഖം എന്താ വെച്ചാൽ, ആ റീല് തോണ്ടാനും വാട്സപ്പ് തോണ്ടാനും പോകുമ്പോൾ ഈ സാധനം മുമ്പക്ക് വരും. അതാ കാറ്, ജോബ്, സാമൂഹ്യ. അപ്പൊ എന്താ വെച്ചാൽ നമ്മുടെ ഡിസ്ട്രാക്ഷൻ കുറെ ഒഴിവായി കിട്ടും. ഇടക്ക് ഫാമിലിന്റെ ഫോട്ടോ വെക്കുക, ഇടക്ക് നമ്മളെ വിഷൻ ബോർഡ് വെക്കുക. ഉടായ്പിന് പോകുമ്പോൾ ഫാമിലിന്റെ ഫോട്ടോ കണ്ടാൽ വേണ്ടാന്ന് തോന്നും. പിന്നെ റീലുമേ കളിക്കാൻ ന്യൂസ് കാണാനും തോന്നുമ്പോൾ വിഷൻ ബോർഡ് കാണും. അങ്ങനെ മൊബൈൽ സ്ക്രീൻ സേവർ പ്രൊഡക്റ്റീവ് സ്ക്രീൻ സേവർ ആക്കണം, നല്ലതാണ്. അപ്പം എല്ലാവർക്കും ജീവിതത്തിൽ ഈ 2024 ഒരു അടിപൊളി വർഷമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഏതായാലും ഈ ഒരു ടൈം സ്പെൻഡ് നമുക്ക് ക്വാളിറ്റിയുള്ള ടൈം ആവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ സാധനം എഴുതി വെക്കണം. ഇനി ഇതൊക്കെ എഴുതി വിഷൻ ബോർഡൊക്കെ വരച്ചിട്ട് രാവിലെ പോയി കടന്നുറങ്ങിയിട്ട് കാര്യമില്ല കേട്ടോ. അപ്പം ലൈഫിൽ സക്സസ് ആണെങ്കിൽ 3 സാധനങ്ങൾ വേണം. ലാസ്റ്റ് പോയിന്റ് 3 സാധനങ്ങൾ. ഒന്നാമത്തത് ഞാൻ ആദ്യമേ പറഞ്ഞു, സ്വപ്നം വലിയത് കാണുക, അടിപൊളിയായിട്ട്. ഓക്കെ. എന്നിട്ട് ഈ പറഞ്ഞ പോലെ അതിനെ ഗോളുകളാക്കി അതിനെ ഗോൾ ബോർഡ്, വിഷൻ ബോർഡാക്കി കറക്റ്റായിട്ട് വരച്ച് അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. എന്നും രാവിലെ വേറെ ഒന്നും ചിന്തിക്കരുത്. ഈ 10 കാര്യങ്ങൾ മാത്രം. നമ്മളെ ഗോളുകൾ ഒരു 10 കാര്യങ്ങളിലേക്ക് ചുരുക്കുന്നത് നല്ലതാ. ഒരു വർഷത്തിൽ 10 കാര്യം കിട്ടിയാൽ പോരെ. ഇതിൽ മാത്രം ഫോക്കസ് ചെയ്ത് നാരോ ഫോക്കസ് കൊണ്ടുവരാം. വലിയ കഴിവുള്ള ആളുകളൊന്നും ജീവിതത്തിൽ വിജയിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഓല തലച്ചോറ് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കൊണ്ടിരിക്കും, എവിടെ എത്തൂല. അപ്പൊ നാരോ ഫോക്കസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. നാരോ ഫോക്കസ് ഈ 10 കാര്യത്തിൽ മാത്രം ഈ കൊല്ലം മുഴുവൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. പിന്നെ അടുത്തത്, വെറുതെ എഴുതി വെച്ചിട്ടും സ്വപ്നം കണ്ടിട്ടും വിഷൻ ബോർഡ് വരച്ചിട്ടും അതിമക്ക് കണ്ണു നോക്കി നിന്നിട്ടൊന്നും കാര്യമല്ല. പണിയെടുക്കണം, നല്ലോണം പണിയെടുക്കണം. അതിലേക്ക് കറക്റ്റ് ആക്ഷൻ പോയിന്റുകൾ എടുത്തിട്ട് ഡെയിലി ഹാബിറ്റ്, ഓരോ ദിവസവും. നമ്മൾ ഇഷ്ടിക പോലെയാണ്, ബിൽഡിങ്ങും ഇഷ്ടികം നമ്മളുടെ ബന്ധമല്ലേ, അതുപോലെയാണ് ഗോളും ഡെയിലി ഓരോ ദിവസവും നമ്മളുടെ ബന്ധം. അപ്പൊ കറക്റ്റ് ആയിട്ട് രാവിലെ എണീച്ച് എക്സസൈസ് ചെയ്ത് അവനവന്റെ കാര്യങ്ങൾ ചെയ്ത് വിഷ്വലൈസേഷൻ ചെയ്ത് ഫോർഗീവ്നെസ് ചെയ്ത് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്ത് നടക്കാൻ പോയി അന്നത്തെ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി ഇന്നത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് അതിലേക്കുള്ള ഓരോ ദിവസവും നമ്മൾ ചെയ്ത്. ഇപ്പൊ ബുക്ക് എഴുതാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഡെയിലി ഒരു ചാപ്റ്റർ എഴുതണം. ബോഡി സെറ്റ് ആക്കുന്ന ആളാണെങ്കിൽ ഡെയിലി എക്സസൈസ് ചെയ്യണം. കച്ചവടം ചെയ്യാൻ പോകുന്ന 100 കോടി ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു എന്താണ് പറയാ, ഏതെങ്കിലും രീതിയിൽ ഡെയിലി കോൺട്രിബ്യൂഷൻ വേണ്ട. അപ്പൊ ഒരു കച്ചവടമാണെങ്കിൽ എന്നും അതിലേക്കുള്ള ഒരു കോൺട്രിബ്യൂഷൻ നമ്മളുടേത് വേണം. ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ എന്നും അതിലേക്കുള്ള ഒരു സംഭവം വേണം.
ഒരു യൂട്യൂബർ ആണെങ്കിൽ ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിൽ 2 വീഡിയോ തന്നെ അത് കൺസിസ്റ്റന്റ് ആയിട്ട് ഇടണം. എന്റെ ഒരു അപാകതയായിട്ടോ അല്ലെങ്കിൽ കുറവായിട്ടോ ഞാൻ കാണുന്നു, എന്റെ ഒരു അപാകതയായിട്ടോ ഒരു കുറവായിട്ടോ കാണുന്നു, അതല്ലെങ്കിൽ ആ ഒരു വിഷയത്തെ പ്രൈമറി ജോബ് ആക്കി എടുക്കാത്ത ഒരു പ്രശ്നം എനിക്കുണ്ട്. യൂട്യൂബിനെ എന്റെ ഒരു പ്രൈമറി കരിയർ ആക്കി എടുക്കാത്ത ഒരു കുഴപ്പം എനിക്കുണ്ട്. യൂട്യൂബിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ വീഡിയോ ഇടാതില്ല. അത് ഒരു ട്രെയിനർ എന്നുള്ള രീതിയിൽ എനിക്ക് നല്ലതല്ല എന്നും എനിക്കറിയാം. ഈ വർഷത്തെ ഗോളിൽ ഞാൻ അത് എഴുതി വെച്ചിട്ടുണ്ട്. അത് സാധിക്കാൻ വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം. അത് റെഡി ആയാലേ, ഞാൻ പറഞ്ഞല്ലോ, എന്റെ 5% ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ, ഒരു 10% എനിക്ക് ഉപയോഗിക്കാൻ പറ്റും. ഭയങ്കര ഇപ്പൊ ഉള്ളതിന്റെ 10 ഇരട്ടി വളരാൻ പറ്റും. 10% ഉപയോഗിച്ചാൽ ഇപ്പോൾ ഉള്ളതിന്റെ 10 ഇരട്ടി വളരാൻ പറ്റും. അപ്പോഴും എന്റെ 90% ബാക്കിയാണ്, നമ്മളതൊക്കെ ബാക്കിയാണ്. അപ്പൊ ഏതായാലും വളരെ പ്ലാൻഡ് ആയിട്ടുള്ള, ഫോക്കസ്ഡ് ആയിട്ടുള്ള, മാസീവ് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആക്ഷൻസ് എടുത്താലേ വിജയിക്കുള്ളൂ. വലിയ സ്വപ്നങ്ങൾ കാണണം, അതിൽ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് ഫോക്കസ് ചെയ്യണം. ഒരു സ്വപ്നത്തിന് ചുരുങ്ങിയത് 3 to 5 വർഷം കൊടുക്കണം. അതിനുവേണ്ടി എല്ലാം മുറിയെ പണിയെടുക്കും വേണം, സ്മാർട്ടായിട്ട് പണിയെടുക്കണം. എന്നാലാണ് കാര്യങ്ങളൊക്കെ നേടുക. അപ്പൊ എല്ലാവർക്കും ജീവിതത്തിൽ ഒരുപാട് സ്നേഹങ്ങൾ, സന്തോഷങ്ങൾ, വളർച്ചകൾ ഉണ്ടാവട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.